Hi dear students, welcome back to Xylem Learning. Abdullah sir ആണ്. എല്ലാവർക്കും സാർ പറയുന്നത് കേൾക്കുന്നുണ്ട്, സാർ കാണുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. Anyway, എല്ലാവർക്കും ബിഗ് ഗുഡ് ഈവനിങ്. സെറ്റ് ആയിട്ടുണ്ട്. കുറെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട്, എന്നാലും കുറെ ആളുകളൊക്കെ ഇനിയും വരാനുണ്ട് അല്ലെ. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാ ഷെയർ ചെയ്യാം. നമ്മൾ ഈ ഒറ്റ ലൈവിലൂടെ 4 ചാപ്റ്റേഴ്സ് ആണ് എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാ ഈ ഒരു വിവരം അറിയിക്കട്ടാ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് വന്നിട്ടുള്ള മക്കളൊക്കെ ഓടിപ്പോയി ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോടി. ലൈക്കും നമ്മുടെ വ്യൂവും ഈക്വലൈസ് ചെയ്യാം കേട്ടാ. ഓക്കെ, വന്ന മക്കളൊക്കെ എന്ത് ചെയ്യാ, ഓടിപ്പോയിട്ട് ലൈക്ക് അടിക്കാൻ വിട്ടുപോയിട്ട് മക്കളൊക്കെ എന്ത് ചെയ്യാ, പെട്ടെന്ന് പോയിട്ട് ലൈക്ക് അടിക്കാം. സെറ്റായി നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. യെസ് എല്ലാവർക്കും ഒരു ബിഗ് ഗുഡ് ഈവനിങ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒറ്റ ലൈവിൽ തീർക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പോകേണ്ടതുണ്ട് അല്ലെ. ബിക്കോസ് 4 ചാപ്റ്റേഴ്സും ഒരു ലൈവിൽ തീർക്കാൻ എന്ന് പറയുമ്പോൾ മക്കൾക്ക് തന്നെ അറിയാം അതിന്റെ കോംപ്ലിക്കേഷൻസ് എത്രത്തോളാണ്, അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും എന്നുള്ള കുറെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാവും. നമുക്ക് മാക്സിമം എന്ത് ചെയ്യണം, ടൈം ചുരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യണം, നമുക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ബിക്കോസ് മക്കൾ കുറെ ടൈമൊക്കെ വെയിറ്റ് ചെയ്യുമെങ്കിലും കുറെ ടൈമൊക്കെ ക്ലാസ് കാണാൻ മക്കൾ റെഡി ആണെങ്കിൽ പോലും നിങ്ങളുടെ നെറ്റ്വർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ഡാറ്റ ഒന്നും ചിലപ്പോൾ അനുവദിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എനിവേ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് കമന്റ് ചെയ്തേ. പ്രൊമോ കണ്ടിട്ടുള്ള മക്കൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇന്നത്തെ ലൈവിൽ വരാം. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ എത്ര മക്കളെ പ്രൊമോ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ മക്കളെ. ഈ ഒരു ടൈമിൽ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാട്ടാ. ഓക്കെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാം. യെസ് ഓക്കെ, കുറച്ച് മക്കളൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് തോന്നുന്നുണ്ട്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് വന്ന മക്കളൊക്കെ ജസ്റ്റ് ഒരു ഫയർ ഇട്ടേ നോക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വെൻ പീപ്പിൾ റെബൽ അല്ലേ നമ്മളിവിടെ തന്നെ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, 1857 and after then ഏതൊക്കെ ചാപ്റ്റർ ആണ്? സിവിലൈസിംഗ് ദ നേറ്റീവ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. പിന്നെയോ വിമൻ കാസ്റ്റ് ആൻഡ് റീഫോം എന്നുള്ള അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്. ഇതിന് നമുക്ക് കാണാൻ പറ്റും ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ നാഷണൽ മൂവ്മെന്റ് അല്ലെ. മേക്കിംഗ് ഓഫ് നാഷണൽ മൂവ്മെന്റ്. ഈ 3 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുണ്ട്. ഓക്കെ അപ്പൊ കുറച്ച് മക്കളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്ത മക്കളൊക്കെ ഫയർ ഇടുന്നുണ്ട്. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ തന്നെ. ഈ ഒരു ചാപ്റ്റർ എന്താണെന്നുള്ള സാർ ചുരുക്കി പറയാം, തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1857 റിവോർട്ട് നമുക്കൊരു കഥ പോലെ പറയുകയാണെങ്കിൽ 1857 റിവോർട്ടില് ഡിഫറെന്റ് പാർട്സിൽ ഇന്ത്യയിലെ തന്നെ നമ്മൾ ഈ 1857 റിവോർട്ട് 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ എന്താ പറയാ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന രീതിയിലാണ് 1857 റിവോർട്ട് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന പേരിലാണ് ഈ ഒരു 1857 റിവോർട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സിന്റെ വ്യൂവില്, ബ്രിട്ടീഷേഴ്സിന്റെ കാഴ്ചപ്പാട്ടിൽ ഇതിൽ എന്താ പറയുന്നത്, ഷിബോയ് റബലിയൻ അല്ലെ, ഷിബായ് ലഹള എന്നൊക്കെയാണ് ആര് വിശേഷിപ്പിക്കുന്നത്, ബ്രിട്ടീഷേഴ്സ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് പല കാരണങ്ങളുണ്ട്. ഷിബോയ് റബലിയൻ എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഷിബോയ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഷിബോയ്സ് എന്ന് പറയുന്ന ആരാണ്, നമുക്കറിയാം ഇന്ത്യൻ മിലിറ്ററി, ബ്രിട്ടീഷ് ഇന്ത്യൻ മിലിറ്ററി ഏറ്റവും ഇന്ത്യൻ സോൾജേഴ്സിനെയാണ് ഷിബോയ്സ് എന്ന് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ ശിപായിമാരെന്ന് വിളിച്ചിരുന്നത്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്നും എന്തുണ്ടായിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു കാഡ്രിഡ്ജ് അല്ലെ, ന്യൂ ആയിട്ട് വന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്തിട്ടുള്ള, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാഡ്രിഡ്ജിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും പിഗിന്റെയും കൗയുടെ ഒക്കെ എന്ത് ഗ്രീസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു റൂമർ സ്പ്രെഡ് ചെയ്യുകയും ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അവിടുത്തെ ഷിബോയ്സിന്റെ ഭാഗത്ത് നിന്ന് റബലിൻ ഉണ്ടാവുന്നത്. മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ നിങ്ങൾ ഇതിനാവും കേട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ക്ലാസ് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസസ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഈ ഒരു ടോപ്പിക്കില് പോളിറ്റിക്സ് ആൻഡ് ദ പീപ്പിൾ, then through the eyes of the people, then the mutiny becomes a popular rebellion, then the company fight back, then aftermath. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം മക്കളെ. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സിൽ തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്ലസ് ഒരു കാര്യം കൂടി സാർ പറയാം, നിങ്ങൾക്ക് ചെറിയൊരു ചാലഞ്ച് സാർ തരാണ്. അതായത് 5 മിനിറ്റ്സിനുള്ളിൽ ആ ലൈക്കും ലൈവും ഒരേപോലെ ആക്കാം. എത്രയാണോ ലൈവ് കാണുന്നത് അതിനനുസരിച്ച് എന്ത് കൂട്ടാ, ലൈക്ക് കൗണ്ട് കൂട്ടാം. നോക്കട്ടെ മക്കൾക്ക് പറ്റുമോ നോക്കട്ടെ. ഒരു ചാലഞ്ചാണ്. വിത്തിൻ 5 മിനിറ്റ്സിന് നിങ്ങൾ ആ ലൈക്ക് കൗണ്ടും ലൈവ് കൗണ്ടും ഈക്വൽ ആയിട്ട് കാണാൻ പറ്റണം. നോക്കാം നമുക്ക്. മക്കൾ ചാലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ലൈക്കും ലൈവും ഒരേപോലെ, അല്ലെങ്കിൽ ലൈക്ക് കൊണ്ടും ലൈവ് കൊണ്ടും ഈക്വലൈസ് ചെയ്യാം. മാക്സിമം എന്ത് ചെയ്യാ, ലൈവ് കാണുന്ന മക്കളൊക്കെ വീഡിയോ സാർ ഇഷ്ടപ്പെടുന്ന മക്കളൊക്കെ എന്ത് ചെയ്യാ, പോയി ആ ലൈക്ക് ബട്ടൺ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യട്ടാ. സെറ്റ്
ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് പോളിസീസ് ആൻഡ് ദ പീപ്പിൾ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. ഓക്കെ, മക്കൾ ചാലഞ്ച് ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ലൈക്കിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്നെ ടോപ്പിക്കിലേക്ക് വരാണ്. ഷിപ്പോസ് ആൻഡ് peasants gather forces for the revolt that spread across plains of North India 1857 ഈ ഒരു റിവോൾട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഇതിൽ ആരൊക്കെ ഉണ്ട്? ഷിപ്പോയ്സും പെസൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ ഒരു റിവോൾട്ടിന് വേണ്ടി നോർത്തേൺ പ്ലെയിൻസിൽ, ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻസിലേക്ക് വലിയ രീതിയിൽ എന്ത് ചെയ്തിരുന്നു, ഈ ഒരു റിവോൾട്ട് സ്പ്രെഡ് ആയിരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പ്രീവിയസ് ചാപ്റ്ററിൽ ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ യു look at the policies of the East India Company and the effects had on different people. Kings, queens, peasants, landlords, tribal soldiers were all affected different ways. You have also see how people resist policies and action that harm their interest or go against their sentiments. Okay, നമ്മളുടെ പറയുന്നത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് ഷിബോയ് റബൽ അല്ലെങ്കിൽ 1857 റിവോൾട്ട് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിളിക്കുന്നത്? അതിനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ ഡിഫറെന്റ് പാർട്സിലുള്ള, ഇന്ത്യയുടെ ഡിഫറെന്റ് എന്താ പറയുക ഓക്യുപ്പേഷൻ ഒക്കെ ചെയ്യുന്ന ഡിഫറെന്റ് റീജിയൻസിലുള്ള ആളുകൾ എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു റിവോൾട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ ഒരു റിവോൾട്ടിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് എന്ത് വിളിക്കുന്നത്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ബിക്കോസ് ഇതൊരു പെർട്ടിക്കുലർ റീജിയനിൽ മാത്രം ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ഗ്രൂപ്പുമായിട്ട് മാത്രം ഒതുങ്ങുന്നില്ല. ഇതിൽ ഇന്ത്യയിലെ എല്ലാ പാർട്ടിലുള്ള ഡിഫറെന്റ് ഓക്യുപ്പേഷൻ ഫോളോ ചെയ്യുന്ന, ഡിഫറെന്റ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ പ്രീവിയസ് ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു. എന്താണ്? യെസ്, ഇന്ത്യയിലെ ഡിഫറെന്റ് കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറെന്റ് പീപ്പിൾസ് ബ്രിട്ടീഷ് റൂളിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ഒരു കൊളോണിയൽ റൂളിലൂടെ അവർ സഫർ ചെയ്തിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ഇന്ത്യൻ എന്താ പറയാ പീപ്പിൾസ്, ഇന്ത്യയിലെ ഡിഫറെന്റ് പാർട്സിലുള്ള പീപ്പിൾസ് ബ്രിട്ടീഷേഴ്സിന്റെ കൊളോണിയൽ റൂളിലൂടെ സഫർ ചെയ്തിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, yes, the law was against their religion. Obviously ഒരു റീസൺ അത് തന്നെയാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് എന്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു? അവരുടെ റിലീജിയസ് പെർസ്പെക്റ്റീവിന് അല്ലെ. ലൈക്ക് ഇപ്പൊ നമ്മൾ ഗാഡ്രിഡ്ജ് പറഞ്ഞു, ആ ഗാഡ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു സംഭവം പോലും എന്തായിരുന്നു, യെസ് ഇന്ത്യൻസിനിടയിൽ അന്ന് റിലീജിയസ് പെർസ്പെക്റ്റീവിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിരുന്നു, യെസ് റിലീജിയസ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പൊ അവിടെയാണ് ഒരു റൂമർ വരുന്നത്. എന്താണ്? യെസ് അവിടെ എന്ത് വരാണ്, അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഐഡിയോളജിയെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഗാഡ്രിഡ്ജ് ആണ് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ബ്രിട്ടീഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു റൂമറൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഈ സ്ലൈഡിൽ പറഞ്ഞിത്രേ ഉള്ളൂ. പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചു ഇതിലെ ഡിഫറെന്റ് സെക്ടേഴ്സ് എങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സിന്റെ അവരെങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്തത്, അവരെങ്ങനെയാണ് ചൂഷണം ചെയ്തത്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് ചാപ്റ്റേഴ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ, ഇന്ത്യൻ ഹിസ്റ്ററിയും അല്ലെങ്കിൽ എന്താ പറയാ പല ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പൊ ട്രൈബൽസിനെ എങ്ങനെ എഫക്ട് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അതാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് മക്കളെ, പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തതെന്ന്. ഓക്കെ, എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നവാബ്സ് ലോസ്റ്റ് ദെയർ പവർ. നവാബ്സിനൊക്കെ എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ പവർ, അവരുടെ അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാജാക്കന്മാർക്കൊക്കെ അവരുടെ അധികാരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. Since the mid-18th century, Nawabs and Rajas had seen their power erode. They had gradually lost their authority and honor. അപ്പോൾ നവാബ്സും രാജാസും ഒക്കെ എന്താണ്, അവരൊക്കെ എന്തായിരുന്നു, അവരായിരുന്നു ഗവേണിംഗ് അതോറിറ്റി അല്ലെങ്കിൽ റൂളേഴ്സ്. അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, പവർ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. എറോഡ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു വരുന്നതായിട്ട് അവർ എന്ത് ചെയ്തു, ഫീൽ ചെയ്യണത് ഇല്ലാതായി പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫീൽ ചെയ്യാണ്. ആർക്ക്, നവാബ്സിനും അതുപോലെ തന്നെ രാജാസിനൊക്കെ ഫീൽ ചെയ്യാണ്. ബിക്കോസ് അവരായിരുന്നു ഏറ്റവും റൂളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അവരുടെ അടുത്തേക്കാണ് ആര് വരുന്നത്, ബ്രിട്ടീഷേഴ്സ് വരുന്നത്. ബ്രിട്ടീഷേഴ്സിന്റെ ഐഡിയോളജി എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, residents had been stationed in many courts. The freedom of rulers reduced, their armed forces disbanded, and their revenues and territories taken away by states. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം എന്ത് ചെയ്തു, റൂളേഴ്സിന്റെ അധികാരങ്ങളൊക്കെ കുറഞ്ഞു, അവരുടെ ഫ്രീഡം കുറഞ്ഞു, അവരുടെ പവർ കുറഞ്ഞു, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആംഡ് ഫോഴ്സസിനൊക്കെ എന്ത് ചെയ്തു, യെസ് അതിനൊക്കെ പിരിച്ചുവിട്ടു. പിന്നെ അവർക്ക് ഉണ്ടായിരുന്ന ടാക്സസ്, അവർ കളക്ട് ചെയ്തിരുന്ന ഡിഫറെന്റ് ടാക്സസ്, റവന്യൂസ് ഒക്കെ
എന്ത് ചെയ്തു? ഇല്ലാതായി, ഡിക്ലൈൻ ചെയ്തു. ഇതോടുകൂടി ഞാനൊരു രാജാവാണെന്ന് വിചാരിക്കാം, കാണാൻ ഒരു ലുക്കിലെന്നേ ഉള്ളൂ, എന്നാലും സാർ ഒരു രാജാവാണെന്ന് വിചാരിക്കാം. അപ്പൊ സാറിന് ഭയങ്കര പവറൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ സെറ്റായി നിൽക്കായിരുന്നു. അപ്പൊ ഒരു ഔട്ട്സൈഡർ വന്നിട്ട് പറയാണ്, മതി മതി മതി, ആ സൈഡ്ക്ക് നിങ്ങൾ മീശ ഒന്നും ഇരിക്കണം, മീശൊക്കെ താത്തിക്കോ, ഇനി നിങ്ങൾക്ക് എന്തില്ല അത്ര അധികാരമൊന്നുമില്ല, അവരൊന്നും ഗവൺ ചെയ്യേണ്ട, അവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൈയും കെട്ടി നോക്കിക്കോ. ഇല്ല മക്കളെ, ഞാൻ കൈയും കെട്ടി നോക്കിക്കൂല, ഞാൻ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും, അതിന് അഗൈൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യും. അത് തന്നെയാണ് ആരും ചെയ്തത്. അവിടുത്തെ റൂളേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായിട്ടുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വിളിക്കുന്നത്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് മക്കൾ പഠിച്ചിട്ടുണ്ടല്ലേ? ദത്തവകാശ നിരോധന നിയമത്തെ കുറിച്ച് മക്കൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, സബ്സിഡിയറി അലയൻസ്, ഇങ്ങനെ ഡിഫറെന്റ് പോളിസീസ് എങ്ങനെയാണ് ഇന്ത്യൻ പീപ്പിൾസിന്റെ ഇടയിൽ അഫക്ട് ചെയ്തിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ നോക്കാനുണ്ട്. ഓക്കെ, many ruling families try to negotiate with the company to protect their interest. For example, നമ്മളോട് പറയുന്നുണ്ട് പല എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആണ് ഫസ്റ്റ് എക്സാമ്പിൾ ആയി തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ നമ്മൾ ഇന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ല, നമ്മൾ 4 ചാപ്റ്റേഴ്സിന്റെ ഫുൾ റിവിഷൻസ് ആണ് മക്കളെ. ഓക്കെ, ഇനി നമ്മൾ എന്തായാലും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് MCQs ഒക്കെ ആയിട്ട് വരും, ആരും വെറിഡ് ആവണ്ട. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എന്ന് താങ്ക് യു അമ്മയ്യ, താങ്ക് യു. എനിവേ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ആക്കിയതെല്ലാം വിചാരിക്കുന്നുണ്ട്. എനിവേ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇവിടെ പറയുന്നത് പല റൂളിംഗ് ഫാമിലീസും എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ പവറൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കമ്പനിയോട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്, കമ്പനിയോട് നെഗോഷിയേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് കാണാൻ പറ്റുന്നത്. റാണി ലക്ഷ്മി ബായ് അല്ലെ ഓഫ് ഝാൻസി wanted to company recognize her adopted son as their to the kingdom after the death of husband. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പോലുള്ള ഐഡിയോളജീസ് അല്ലെങ്കിൽ പോളിസീസ് വരുന്നതോടുകൂടി എന്തുണ്ടാവുന്നുണ്ട്? ദത്തെടുത്ത മക്കൾക്ക് എന്തുണ്ടാവുന്നില്ല? അധികാരം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഝാൻസി റാണി അല്ലെങ്കിൽ എന്താ പറയാ റാണി ലക്ഷ്മി ഓഫ് ഝാൻസിയുടെ ഡിമാൻഡ് എന്താണ്? യെസ്, അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഓക്കെ, ക്ലാസ് എപ്പോഴാണ് എൻഡ് ആവാന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ചോദിക്കരുത് മക്കളെ. നമ്മൾ 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ക്ലാസ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. 4 ചാപ്റ്റേഴ്സും ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാണ്. എനിവേ 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും മക്കൾക്കറിയാം, എന്തായാലും എത്ര ടൈം കൂടുതൽ വേണ്ടി വരും? 1.5 hours കൂടുതൽ എന്തായാലും വേണ്ടി വരും. സാർ റെഡിയാണ്, സാർ വോയിസ് റൈസ് ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടി മാക്സിമം എനർജിയിൽ ക്ലാസ് എടുക്കാൻ റെഡിയാണ്. മക്കളും കാണാൻ റെഡിയാണെങ്കിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും മക്കളും കാണാൻ റെഡിയാണെങ്കിൽ എന്ത് ചെയ്യാ? ജസ്റ്റ് ഒരു ഫയർ ഇട്ടോളി. ഓക്കെ അല്ലേ കംപ്ലീറ്റ്. മക്കൾ ഒരു ഫയർ ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? മക്കൾ ഇത്ര സപ്പോർട്ട് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അല്ലെ. അപ്പൊ കംപ്ലീറ്റ് ചാപ്റ്ററും ഞങ്ങൾ കഴിയും വരെ ഉണ്ടാവും സാറ് ക്ലാസ് എടുത്തോളി സാറേ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള മക്കൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു ഫയർ ഇട്ടാൽ നോക്കട്ടെ. ഗ്രീഷ്മ തുടങ്ങിയിട്ടുണ്ട്, കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഫയർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് ഗ്രീഷ്മയിൽ അവസാനിക്കില്ല വിചാരിക്കുന്നുണ്ട്. എല്ലാവരും വിനു കമന്റ് ഇട്ടിട്ടുണ്ട്, ഫയർ ഇട്ടിട്ടുണ്ട്. Okay, Nimmi, then is gamer, then the king gamer. Okay, Afsana, Arfaza, Amaya. ഓക്കെ കുറെ മക്കളൊക്കെ എന്തിട്ടുണ്ട്? കമന്റും ഫയറൊക്കെ ഇടുന്നുണ്ട്. സന്തോഷം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് അവരുടെ ഭർത്താവ് മരിച്ചാൽ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ എന്ത് ചെയ്തിട്ടുള്ള അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അവർ ദത്തെടുത്തിട്ടുള്ള മകൻ എന്ത് കൊടുക്കണം? അവിടുത്തെ രാജാവായിട്ട് തുടരാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ആ കിങ്ഡം അവർക്ക് പാസ് ചെയ്യണം എന്ന് ഡിമാൻഡ് ആര് വെക്കുന്നുണ്ട്? നമുക്ക് കാണാൻ പറ്റും, റാണി ലക്ഷ്മി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നാനാ സാഹിബും ഇതുപോലെ തന്നെ ഒരു ഡിമാൻഡ് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മക്കൾ പഠിച്ചിട്ടുണ്ടല്ലേ? നാനാ സാഹിബിനുള്ള ഇതുപോലെ തന്നെ എന്തുണ്ട്? ഡിമാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് റൂളേഴ്സിന്റെ ഭാഗത്തുണ്ടാവുന്ന ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് റൂളേഴ്സ് എന്തുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, റൂളേഴ്സ് അവർക്കുണ്ടായിരുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന പവേഴ്സ് നഷ്ടപ്പെടുമ്പോൾ ഒബ്വിയസ്ലി റൂളേഴ്സ് എന്ത് ചെയ്യും? അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരില്ലേ മക്കളെ? അല്ലേ? Okay, and next പറയുന്നത് Nana Sahib, the adopted son of Peshwa Jirao II, pleaded that he be given his father's pension when the later died. However, the company, confident of its superiority and military powers, turned down these speeches. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പേഷ്വാ റാവുവിന്റെ രണ്ടാം എന്താ പറയാ മകനായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആരാണ്? നാനാ സാഹിബ്. അഡോപ്റ്റഡ് സൺ ആണ് നാനാ സാഹിബ്. അദ്ദേഹം എന്താണ് ആവശ്യപ്പെടുന്നത്? പെൻഷൻ ആണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റും എന്താണ്? കമ്പനി ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? നിരസിക്കുകയാണ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ ഈ ഡിമാൻഡ് ഒന്നും കമ്പനി എന്ത് ചെയ്യുന്നില്ല? അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് കാണാൻ പറ്റും.
ഇനി നമ്മളിവിടെ പറയുന്നുണ്ട് അവധ് വാസ് വൺ ഓഫ് ദ ലാസ്റ്റ് ടെറിട്ടറീസ് ടു ബി അനക്സ്ഡ്. കമ്പനി സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു പറഞ്ഞു. അതായത് ഡോക്ടർ ഓഫ് ലാബ്സിലൂടെയും അതുപോലെ തന്നെ സബ്സിഡിയറി അലയൻസിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിന്റെയും റിവിഷൻസ് ഉണ്ടാവും മക്കളെ. ഓക്കെ, എല്ലാത്തിനും ഉണ്ടാവും. ഓക്കെ ആരും ഇമോജീസ് ആയിട്ട് കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, യെസ്, എല്ലാ സബ്ജക്റ്റിന്റെയും റിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മക്കള് സെറ്റ് ആയിരുന്നു മാക്സിമം ഫ്രണ്ട്സിനും കൂട്ടി വരാം. നമുക്ക് സിമ്പിൾ ആക്കിയിട്ട്, അതായത് നിങ്ങളിപ്പോ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്നിച്ച് കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത് ഈ ലൈവ് കാണാം, അതിനുശേഷം കാണാം. അതിനുശേഷം നിങ്ങൾ ഒറ്റ ഇരുത്തത്തിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് 1.5 hours നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്ത് തരും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പഠിക്കുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ, കാരണം നിങ്ങൾ പഠിക്കുക, നിങ്ങൾ വായിക്കുക, അതിന്റെ ശേഷം എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ കൂടി നോക്കാം. ഓക്കെ ന്യൂ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്ന് വെൽക്കം. ഓക്കെ, ഇവിടെ നമ്മളിവിടെ പറയുന്നത് അവധ് വാസ് വൺ ഓഫ് ദ ലാസ്റ്റ് ടെറിട്ടറീസ് ടു ബി അനക്സ്ഡ് ഇൻ 1801. The subsidiary alliance was imposed on Awadh, and in 1856 and it was taken over. Governor General Dalhousie declared that the territory was being misgoverned and British rule was needed to ensure proper administration. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇതിൽ എന്താ പറയാ, ബ്രിട്ടീഷേഴ്സ് അനക്സ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് റീജിയൻ ആണ് അവധ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാണ്, ഓരോ റീജിയൻസിനും എന്ത് കൊടുക്കാണ്, യെസ് ഫഹീം ഹായ് മക്കളെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് ഹായ് സാർ പറയാം കേട്ടാ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ പുതിയ സ്റ്റുഡൻസിനും വെൽക്കം സൈലം ലേണിംഗ്. ഓക്കെ, അപ്പൊ ഇനി വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് എന്ന് പറയുന്ന പോലെ മക്കൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ ഇനി നമ്മൾ പറയുന്നത് അവധ് അനക്സ്ഡ് ആയിട്ടുള്ള റീജിയൻസ്, അല്ലെങ്കിൽ അനക്സ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പിടിച്ചെടുത്തിട്ടുള്ള റീജിയൻസ് ഏറ്റവും അവസാനത്തത് അവധാണ്. സബ്സിഡിയറി അലയൻസ്, അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്, സബ്സിഡിയറി അലയൻസ് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, ഇപ്പൊ സാർ ഒരു രാജാവാണ് വിചാരിക്കാം. അപ്പൊ സാർ എന്ത് ചെയ്യാൻ പാടില്ല, പൊളിറ്റിക്സിന്റെ ക്ലാസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും മക്കളെ, എല്ലാം ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റും ഉണ്ടാവും. എക്കണോമിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണുള്ളത് അതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള സബ്ജക്ട് എല്ലാം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സാർ ഇപ്പൊ രാജാവാണ് വിചാരിച്ചു. സാർ രാജാവാണ്, വീണ്ടും സാർ രാജാവായിരുന്നു, തൊപ്പി കൊണ്ടുവരായിരുന്നു അല്ലെ. ഓക്കെ, ഒരു കിരീടമൊക്കെ എടുക്കായിരുന്നു. ഓക്കെ, സാർ രാജാവാണ്. അപ്പൊ ബ്രിട്ടീഷേഴ്സ് പറയാണ്, ഈ സ്വന്തമായിട്ട് എന്ത് ചെയ്യണ്ട, മിലിറ്ററി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾക്ക് എന്ത് തന്നാൽ മതി, ഒരു ടാക്സ് പേ ചെയ്താൽ മതി എന്ന് പറയുകയും, ആ ടാക്സ് സൈനിക സേവനം അല്ലെങ്കിൽ സബ്സിഡിയറി അലയൻസിലൂടെ ഒരു ടാക്സ് പേ ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാം, ഞാൻ മിലിറ്ററി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, നീഡ് വരുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണോ മിലിറ്ററി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ടൈമിൽ ആര് അസിസ്റ്റ് ചെയ്യും, ബ്രിട്ടീഷേഴ്സ് അസിസ്റ്റ് ചെയ്യും. ദെൻ അതിന് ഞാൻ എന്ത് എടുക്കണം, ഒരു എമൗണ്ട് ആർക്ക് കൊടുക്കണം, ബ്രിട്ടീഷേഴ്സിന് കൊടുക്കണം. അങ്ങനെ എമൗണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ എന്റെ ടെറിട്ടറി ആര് അനക്സ് ചെയ്യും, ആര് പിടിച്ചെടുക്കും, ബ്രിട്ടീഷേഴ്സ് പിടിച്ചെടുക്കും. അങ്ങനെ ഇന്ത്യയിലെ പല റീജിയൻസിനും എന്ത് നഷ്ടപ്പെട്ടു, അവരുടെ ടെറിട്ടറീസ് നഷ്ടപ്പെട്ടു. പല കിങ്ഡംസും ഡിക്ലൈൻ ചെയ്യാൻ അത് റീസൺ ആയിട്ടുണ്ട്, കാരണമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഏറ്റവും അവസാനത്താണ് എന്ത്, അവധ് എന്ന് പറയുന്നത്. അവധാണ് നമ്മളിവിടെ പറയുന്നത്. അവധ് വാസ് ലാസ്റ്റ് ടെറിട്ടറി ടു ബി അനക്സ്ഡ്. അപ്പൊ അവധ് നമ്മൾ പറഞ്ഞ അവസാന കാലങ്ങളിലൊക്കെ പിടിച്ചെടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശമാണിത് അവധ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി the company even began to plan how to bring the Mughal dynasty to an end. The name of the Mughal king was removed from the coins minted by the company. അതുപോലെ തന്നെ മുഗൾ ഡൈനാസ്റ്റിയുടെ പവർ ഒക്കെ ഡിക്ലൈൻ ചെയ്യാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു, അന്ന് കോയിൻസിലൊക്കെ ആരുടെ പേരും കൂടി മിന്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആരുടെ പേരും കോയിൻസിലൊക്കെ എന്തുണ്ടായിരുന്നു, മുഗൾസിന്റെ എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രാജാക്കന്മാരുടെ പേരുകളും അവരുടെ പിക്ചേഴ്സും അവരുടെ സിമ്പിൾസും ഒക്കെ കൊടുത്തിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞു. മുഗൾസിന് അത്ര പവർ ഒന്നും വേണ്ട. മുഗൾസിന്റെ പവർ ആര് റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആരെടുത്ത് കളയാണ്, കമ്പനി. നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, the company even began to plan how to bring Mughal dynasty to an end. The name of the Mughal king was removed from the coins minted by the company. അപ്പൊ കമ്പനി മിന്റ് ചെയ്തിട്ടുള്ള കോയിൻസിനൊക്കെ ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കോണ്ടന്റ് ആയിട്ടൊക്കെ ചെയ്യും മക്കളെ, ആരും വെറിഡ് ആവണ്ട. നമ്മളിപ്പോ ഇന്നത്തോട് കൂടി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ലൈവിലൊക്കെ എന്ത് ചെയ്യാം മക്കളെ, MCQ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോ എല്ലാ ക്ലാസ്സസിനും MCQ കാര്യങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ.
അപ്പൊ എല്ലാ മക്കൾക്കും തരും, ആരും ടെൻഷൻ ആവണ്ട. MCQ നമ്മൾ സെറ്റ് ഓഫ് MCQ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇന്നത്തെ ലൈവിൽ അത് പോസിബിൾ അല്ല, നമുക്ക് ടൈം ഡ്യൂറേഷൻ മക്കൾക്ക് തന്നെ അറിയാം അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തരും കേട്ടോ, ആരും വരീഡ് ആവണ്ട. അതുപോലെ തന്നെ ഇപ്പോഴും ലൈക്ക് അടിക്കാൻ വിട്ടുപോയിട്ടുള്ള മക്കളൊന്ന് പോയി ലൈക്ക് അടിച്ചേ. യെസ്, എല്ലാവർക്കും ഹൈട്ടാ. യെസ് മിസ്റ്റർ റൈറ്റ്. ഓക്കെ, പേര് കൃത്യമായിട്ട് കിട്ടുന്നത്. എന്തായാലും ഹായ് ഹായ് ഹായ്. ഓക്കെ, എനിവേ നമ്മളിവിടെ പറയുന്നത് മുഗൾ കിങ്സിന്റെ പിക്ചേഴ്സും അവരുടെ നെയിംസും ഒക്കെ എന്തിൽ നിന്നും റിമൂവ് ചെയ്തു, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കോയിൻസ് നിന്നും റിമൂവ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then in 1849, Governor General Dalhousie announced that after the death of Bahadur Shah Safar, the family of the king would be shifted out of the Red Fort and given another place into Delhi reside. അതായത് ഇവിടെ പറയുന്നത് രാജാക്കന്മാരുടെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ. Yes, so there was no Mendi in this Sunday. കറക്റ്റ് അറിയില്ല മക്കളെ മെന്റിന്റെ. എന്തായാലും നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഒക്കെ കിട്ടും കേട്ടോ. ഓക്കെ, എന്തായാലും മെന്റിയും കാര്യങ്ങളൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യും, അതിന് മക്കളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരൂലേ. യെസ്, അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കട്ടാ, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ പറയാ, 1849 ആയപ്പോ ഗവർണർ ജനറൽ ഡൽഹൌസി അനൗൺസ്ഡ് ദാറ്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ബഹാദൂർ ഷാ സഫർ ദ ഫാമിലി ഓഫ് ദ കിങ് വുഡ് ബി ഷിഫ്റ്റഡ് ഔട്ട് ദ റെഡ് ഫോർട്ട് ആൻഡ് ഗിവൺ ടു അനദർ പ്ലേസ് ഇൻ ഡൽഹി ടു റെസൈഡ് ഇൻ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്ത് ചെയ്യണം, റെഡ് ഫോർട്ടിന് എന്ത് ചെയ്യണം. യെസ്, 1857 റിബലിയൻസിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ എടുക്കുന്നത്, 5th ചാപ്റ്റർ ആണ് മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ബഹാദൂർ ഷാ സഫർ എന്ത് കൊടുക്കാണ്, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഫാമിലിനെ റെഡ് ഫോർട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഡൽഹിയിൽ മറ്റെവിടെയെങ്കിലും എന്ത് ചെയ്യുക, താമസിപ്പിക്കുക. മറ്റെവിടെയെങ്കിലും താമസിക്കാൻ ആരാവശ്യപ്പെടാണ്, ഗവർണർ ജനറൽ ആയിട്ടുള്ള ഡൽഹൌസി ആവശ്യപ്പെടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനിയും ആരെങ്കിലൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ചെയ്യട്ടെ മക്കളെ, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ഇപ്പൊ എന്തായാലും സാർ ആ ചലഞ്ച് മക്കളെ അക്സെപ്റ്റ് ചെയ്തെന്ന് മനസ്സിലായി. യെസ്, ചലഞ്ച് മക്കളെ അക്സെപ്റ്റ് ചെയ്തു. എന്തായാലും ലൈക്കും ലൈവും ഈക്വൽ ആയിട്ടുണ്ട്. എന്തായാലും മക്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് സാർ പറയാണ്. കാരണം ഒരു ചലഞ്ച് വെച്ചു, ആ ചലഞ്ച് സാർ തന്ന സമയത്തിന് എന്ത് ചെയ്തില്ല, സെറ്റ് ആയിട്ടില്ലെങ്കിൽ മക്കൾ ഇപ്പോഴും എന്ത് ചെയ്തു, സെറ്റ് ആയി കഴിഞ്ഞു അല്ലെ. യെസ്, okay, then നമ്മൾ പറയുന്നത് in 1856 Governor General Canning decided that Bahadur Shah Safar would be the last Mughal king, and after his death none of his descendants would be recognized as king, they would just be called princes. Okay, അപ്പോൾ നമ്മൾ പറയുന്നത് yes, ബഹാദൂർ ഷാ സെക്കൻഡിന് ശേഷം എന്തുണ്ടാവൂല, കിങ് ഉണ്ടാവൂല, പ്രിൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ, രാജാവില്ല. രാജാവ് എന്ന് പറയുന്നത് ആരാണ്, ആരാണെന്നാണ് കാനിങ് പറയുന്നത്. ഗവർണർ ജനറൽ ആയിട്ടുള്ള കാനിങ് പറയുന്നത് ബഹാദൂർ ഷാ സഫർ ആണ് എന്ത് ലാസ്റ്റ് കിങ്. അദ്ദേഹത്തിന് ശേഷം ആരില്ല, കിങ് ഇല്ല. അദ്ദേഹത്തിന് ശേഷം ആരേ ഉള്ളൂ, പ്രിൻസസ് മാത്രമേ ഉള്ളൂ, പ്രിൻസസ്. ഓക്കെ, അദ്ദേഹത്തിന്റെ തലമുറ എന്ന് പറയുന്നത് എന്തല്ല, കിങ് അല്ല, രാജാക്കന്മാരില്ല, രാജാക്കന്മാർ അവസാനിക്കുന്നു, പിന്നെ പ്രിൻസസ് മാത്രമേ ഉള്ളൂ എന്നാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ പെസൻസ് ആൻഡ് ഷിപ്പോസ്. ശരി സാർ, ക്ലാസ്സിലേക്ക് തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യണം. ബിക്കോസ് നമുക്ക് ടൈം ഇപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാഫ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹാഫ് അവറിൽ 1 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്, നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മേ ബി 2 hours ക്ലാസ് മൂവ് ചെയ്യും. എന്തായാലും മക്കളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി സാർ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈഡൊക്കെ നീക്കിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. മക്കൾ ഇതുപോലെ തന്നെ ഇപ്പൊ ആരൊക്കെയാണോ കാണുന്നത് അവർ കൃത്യമായിട്ട് ക്ലാസ്സിൽ തന്നെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോകാം കേട്ടോ. സാർ ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആരും ടെൻഷൻ ആവേണ്ട, ആരും പേര് വിളിച്ചില്ല എന്നൊന്നും ബേജാറാക്കണ്ട. മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അത് നമുക്ക് ഒരു ചാപ്റ്റർ കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, യെസ്, കമന്റ് ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എൻഗേജ് ചെയ്യാം, അല്ലെങ്കിൽ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് ആണെങ്കിൽ ഒരു ഫയർ ഇട്ടോളി മക്കളെ, കമന്റ് ബോക്സ് ഒന്ന് കത്തിച്ചോളി. സാർ ക്ലാസ്സിലേക്ക് പോകണം. ഓക്കെ, ഇനി the peasants and shepherds നമുക്ക് നോക്കുന്ന സമയത്ത് in the countryside peasants and zamindars resented the high taxes and rigid methods of revenue collection. അവിടെ നമ്മൾ പറയുന്നത് കൺട്രി സൈഡിലാണെങ്കിൽ പെസൻസ് എന്ത് ചെയ്യണം, ഹ്യൂജ് എമൗണ്ട് ഒക്കെ എന്ത് ചെയ്യണം, ടാക്സ് ഒക്കെ പേ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട് അല്ലെ. പെസൻസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, വലിയ എമൗണ്ട് അവരെന്ത് കൊടുക്കണം, നികുതിയൊക്കെ കൊടുക്കേണ്ടതുണ്ട്, വലിയ എമൗണ്ട് നികുതിയൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അവിടെ കർഷകരും ജമീന്ദാരും തമ്മിലൊക്കെ എന്തുണ്ടാവുന്നുണ്ട്, നിരസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു അവിടെ ഉണ്ടായിരുന്നു.
കൺട്രീസ് ആയിരുന്നു റീസൺ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി many failed to pay back their loans to the money lenders and gradually lost their land they had till the fourth generation. നമ്മൾ പറയുന്നത് പല ആളുകൾക്കും എന്ത് നഷ്ടപ്പെട്ടു? യെസ്, അവർക്ക് ലോൺ റീപേ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അവരുടെ ലാൻഡ് ഒക്കെ നഷ്ടപ്പെട്ടു, അവരുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു, മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കടമെടുത്തു. അപ്പൊ അവരെന്താണ് കൊടുത്തിരുന്നത്? യെസ്, നമ്മളിവിടെ പറയുകയാണെങ്കിൽ എന്താണ് അതിന് പകരം എന്താ പറയാ കൊലാട്രൽ ആയിട്ട് കൊടുത്തിരുന്നത് അവരുടെ ലാൻഡ് ആണ്. അതായത് അതിന് പകരം എന്താ പറയാ ഈട് എന്നൊക്കെ മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ കൊലാട്രൽ. എന്താ പറയാ, നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കും, എന്ത് കൊടുക്കണം? എന്തെങ്കിലുമൊക്കെ ആധാരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ സം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കണം അല്ലെ, അല്ലെങ്കിൽ സാലറി സ്ലിപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ ഈ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും ലോൺ എടുക്കുന്ന സമയത്ത് ഈ എന്താ പറയാ ആളുകൾ കൊടുത്തിരുന്നത് എന്തായിരുന്നു? ഫാമേഴ്സ് കൊടുത്തിരുന്നത് എന്തായിരുന്നു? അവർ കൊടുത്തിരുന്നത് ലാൻഡ് എന്ത് ചെയ്തിരുന്നു? പകരം കൊടുത്തിരുന്നു. ആ ലാൻഡ് പലപ്പോഴും ആര് സീസ് ചെയ്തു? മണി ലെൻഡേഴ്സ് സീസ് ചെയ്തു. അതോടുകൂടി ഫാമേഴ്സിന് എന്ത് നഷ്ടപ്പെട്ടു? അവരുടെ ലാൻഡ് തന്നെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ലോൺ റീപേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഫാമേഴ്സിന് എന്താണ് സൂയിസൈഡ് ചെയ്യണോ ഒന്നും അറിയാത്ത സിറ്റുവേഷൻ. ഫാമേഴ്സിന് മൊത്തം ജോലിയൊക്കെ ഇല്ല, അവർ ലാൻഡിനെ ബേസ് ചെയ്തിട്ട് ജോലി ചെയ്യുന്ന ആളുകളല്ലേ മക്കളെ. അപ്പൊ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു? ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് ജോലിയൊക്കെ ഇല്ലാതായി. ആർക്കാണ്? യെസ്, ജോലിക്ക് ഇല്ലാതായി. ആർക്കാണ്? ഫാമേഴ്സിനൊക്കെ ജോലിയൊന്നും ഇല്ലാതായി. കാരണം ലാൻഡ് ബേസ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ലാൻഡ് ഒക്കെ നഷ്ടപ്പെട്ടു. ഇനി ഷിബോയ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളോട് പറഞ്ഞത് ഷിബോയ്സ് ആൻഡ് പെസൻസ് അല്ലെ. ഈ ഷിബോയ്സിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. The Indian shipboys in the employ of the company also had reason for discontent. They were unhappy about their pay allowance and conditions of service. അതായത് എന്താ പറയുക, ലോ വേജസ് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഷിബോയ്സിനുണ്ടായിരുന്നത്. നോട്ട് ഓൺലി ഇൻ ലോ വേജസ്, അവർക്ക് എന്തായിരുന്നു അത്രയും എന്താ പറയാ അൺഹെൽത്തി ആയിട്ടുള്ള അക്കോമഡേഷൻ ആയിരുന്നു. ടോട്ടലി ട്രാജിക് കണ്ടീഷൻ ആയിരുന്നു ആരുടെയും ഷിബോയ്സിന്റെയും. വളരെ മോശം അവസ്ഥയായിരുന്നു. അവരും എന്തിനോ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കമ്പനിയുടെ പ്രവർത്തനങ്ങളോടൊന്നും ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഷിബോയ്സിനും. കാരണം അവരുടെ സിറ്റുവേഷനും അത്രയും മോശമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അവിടെ ഷിബോയ്സും ആർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു? ആർക്കെതിരായിരുന്നു? കമ്പനിക്കെതിരായിരുന്നു നമുക്ക് കാണാൻ പറ്റും. Then നമ്മുടെ പറയുന്നുണ്ട് some of the new rules moreover violated their religious sensibilities and beliefs. Did you know that in those days many people of the country believed that if they crossed the sea they would lose their religion and caste? നിങ്ങൾ ഇവിടെ പറയുന്നത് അതായത് ഈ പോയിന്റ്സ് ഇവിടെ പറയാൻ കാരണം, ഈ പോയിന്റ്സ് ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് തരാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയാം ജസ്റ്റ് പറയുന്നത് അതായത് കമ്പനി പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പുതിയ റൂൾസ്, ന്യൂ റൂൾസ് എന്താ പറയാ, അതുപോലെ തന്നെ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്യുന്ന കാര്യത്തിലുള്ള റൂൾസ് ഒക്കെ ആയിരുന്നു കമ്പനി കൊണ്ടുവന്നിരുന്നത്. ഇതിൽ ആര് എന്താ പറയാ കൂടുതൽ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയി അല്ലെങ്കിൽ ആന്റി ഇമോഷൻ ആർക്ക് വന്നു? ഷിബോയ്സിന് വന്നു. ഇവിടെ നമ്മൾ കൃത്യമായി ചോദിക്കുന്നുണ്ട്, ഡിഡ് യു നോ ദാറ്റ് ഇൻ ദോസ് ഡേയ്സ് മെനി പീപ്പിൾ ഇൻ ദ കൺട്രി ബിലീവ്ഡ് ദാറ്റ് ഇഫ് ദേ ക്രോസ്ഡ് ദ സീ ദേ വുഡ് ബി ലോസ് ദെയർ റിലീജിയൻ ആൻഡ് കാസ്റ്റ്. നിങ്ങൾക്ക് അറിയാമോ? അതായത് അന്നത്തെ കാലത്തൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഒരു കടൽ കടന്നു പോയാൽ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും റിലീജിയസ് നിന്നും അതുപോലെ തന്നെ കാസ്റ്റ് ഒക്കെ അവർ പുറത്തായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത്രത്തോളം എന്താ പറയാ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ആളുകൾക്ക് എന്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമായിരുന്നു. കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ലോസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ബട്ട് അന്ന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിന്. ഇപ്പൊ നമ്മളെല്ലാവരും കടൽ കടന്ന് പോകുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അന്ന് ആളുകൾ എന്ത് ചെയ്തിരുന്നു? ഇത് ഭയങ്കര, അതായത് കമ്പനി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്തിരുന്നു? ഒപ്പോസ് ചെയ്തിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. So when in 1824 the Sepoys were told to go to Burma by the sea route to fight for the company, they refused to follow the order though they agreed to by the land route. നമ്മളിവിടെ പറയുന്നുണ്ട്, അതായത് 1824 എന്ത് ചെയ്തിരുന്നു? കമ്പനിക്ക് എന്താ പറയുക, കമ്പനിക്ക് വേണ്ടി യുദ്ധം പോകാനൊക്കെ ശിപായിമാരോട് പറഞ്ഞപ്പോൾ ശിപായിമാർ എന്ത് പറഞ്ഞു? കടൽ കടന്ന് ഞങ്ങൾ പോകൂല, ഞങ്ങൾ എങ്ങോട്ടേ പോകുള്ളൂ, ലാൻഡ് റൂട്ട് ത്രൂവേ പോകുള്ളൂ. ബിക്കോസ് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. അവിടെ അത് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിന് എതിരായിരുന്നു. അവിടെ ഷിബോയ്സ് എന്ത് ചെയ്തില്ല? ഈ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആരും റെഡി ആയിരുന്നില്ല. ഷിബോയ്സ് റെഡി ആയിരുന്നില്ല നമുക്ക് കാണാൻ പറ്റും.
They were severely punished, and since the issue did not die down, in 1856 the company passed a new law which stated that every new person who look up employment in companies may have to agree to serve overseas if required. അപ്പോൾ ഇവിടെ പറയുന്നത് അതിന് കുറെ ആളുകൾക്കൊക്കെ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു, പക്ഷെ അതിപ്പോഴും കഴിഞ്ഞില്ല. സ്റ്റിൽ നമ്മളിവിടെ പറയുന്നുണ്ട് 1824 ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, അത് പിന്നീട് 1856 ആയപ്പോഴും എന്ത് ചെയ്തില്ല, അതിന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് കമ്പനി പുതിയ റൂൾ കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞത്? യെസ്, കമ്പനിയിൽ പുതിയ ആളുകളെ ജോയിൻ ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്തിരിക്കണം? ഷിപ്പോയ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സോൾജേഴ്സിനാണ് ഷിപ്പോയ്സ്. ഏറ്റവും ലോ ലെവലായിരുന്നു അവരുടെ പൊസിഷൻസ് എന്ന് പറയുന്നത്. അത്ര എന്താ പറയാ, അവരുടെ എന്താ പറയാ സാലറിക്ക് ലോ വേജസ് ഒക്കെ ആയിരുന്നു അവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇന്ത്യൻസ് ആണ് ബ്രിട്ടീഷ് മിലിറ്ററിയിൽ ഉണ്ടായിരുന്നത്. എന്താ പറയാ, ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സ് റൂൾ ചെയ്തിരുന്ന സമയത്ത് ബ്രിട്ടീഷ് മിലിറ്ററിയിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ ഒഫീഷ്യൽസിനാണ് നമ്മൾ ഷിപ്പോയ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നോട് പറയുന്നത് ആർക്കെങ്കിലും പുതിയതായിട്ടൊക്കെ ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? 1856 കമ്പനിയുടെ ലോ പ്രകാരം അവർ എന്ത് അഗ്രിമെന്റിൽ സൈൻ ചെയ്യണം? അവരെല്ലായിടത്തും പോകാൻ റെഡിയാണ്, ഞങ്ങൾ എവിടേക്കും പോവാം, കടൽ വയ്യോ ഒക്കെ പോകാൻ റെഡിയാണ് എന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്ക് എന്തിനുള്ള അവസരം കിട്ടിയിരുന്നുള്ളൂ? നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എന്തിനുള്ള അവസരം കിട്ടിയിരുന്നുള്ളൂ? അവർക്ക് ജോലി കിട്ടിയിരുന്നുള്ളൂ. നമുക്ക് കാണാൻ പറ്റും മക്കളെ. ഇസ് ദാറ്റ് ക്ലിയർ ആണെങ്കിൽ ഒരു ഫയർ ഇട്ടോളിട്ട് എടുക്കേ. യെസ്, ക്ലിയർ ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്തോളൂ, ഇടയ്ക്കൊരു ഫയർ ഒക്കെ ഇട്ടോളൂ കേട്ടോ. ഓക്കെ. Then shippers also reacted to what was happening in the countryside. Many of them were peasants and had families living in the village. So the anger of the peasants quickly spread among the shippers. നമ്മളോട് പറയുന്നുണ്ട്, yes. ഷിപ്പോയ്സിൽ പല ആളുകളും എന്ത് ചെയ്തു? അവരുടെ എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടുമ്പുറങ്ങളിലുള്ള കൺട്രി സൈഡിലുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തു? ഇടപെട്ടു. അവർ പലരും എന്തായിരുന്നു? പെസന്റ് ഫാമിലിയിലൊക്കെ വരുന്ന ആളുകളായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കർഷകർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ആർക്കും അറിയും? ഷിപ്പോയ്സിന് അറിയും. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഉണ്ടാവുന്ന ഒരു ഓഷവും കാര്യങ്ങളൊക്കെ ആർക്കും അറിയും? ഷിപ്പോയ്സിന് പെട്ടെന്ന് തന്നെ അറിയും. നമ്മളെന്തായാലും എന്താ പറയാ, എല്ലാ കണ്ടന്റും നമ്മളെല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു കഥ പോലെ പറഞ്ഞു പോകണം മക്കളെ. ഇൻ കേസ് മക്കൾ ഇപ്പൊ എല്ലാം 1 by 1 ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയുള്ള രീതിയല്ല നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കഥ പോലെ ക്ലാസ് എടുക്കാം കേട്ടോ. സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും മക്കൾ ഈ ക്ലാസ് ഒക്കെ കേട്ടതാണ്, ചാപ്റ്റർ ഒക്കെ പഠിച്ചതാണ്. അപ്പൊ ഇത് കേൾക്കും മക്കൾ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? സെറ്റ് ആവും വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ responses to reforms. നമ്മളോട് പറഞ്ഞത് ഷിപ്പോയ്സ് എക്സ്ചേഞ്ച് ന്യൂ ആൻഡ് റൂമേഴ്സ് ഇൻ ദ ബസാർസ് ഓഫ് നോർത്ത് ഇന്ത്യൻ ബസാർസിൽ ഷിപ്പോയ്സ് എന്ത് ചെയ്തു? അവരുടെ അറിവുള്ള അവരുടെ ഐഡിയാസും അതുപോലെ തന്നെ അവർക്ക് അറിയുന്ന കാര്യങ്ങളും റൂമേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി നമുക്ക് കാണാൻ പറ്റും. ഇനി ദ ബ്രിട്ടീഷ് ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യൻ സൊസൈറ്റി ഹാഡ് ടു ബി റിഫോംഡ്. ബ്രിട്ടീഷേഴ്സ് എന്ത് വിശ്വസിച്ചിരുന്നു? ഇന്ത്യൻ സൊസൈറ്റി റിഫോം ചെയ്തേ ഞങ്ങൾ അടങ്ങുള്ളൂ, ഇന്ത്യൻ സൊസൈറ്റി എന്ത് ചെയ്യണം? റിഫോം ചെയ്യണം എന്ന് ആര് ബിലീവ് ചെയ്തിരുന്നു? ബ്രിട്ടീഷേഴ്സ് ബിലീവ് ചെയ്തിരുന്നു. അന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു എവിൾ പ്രാക്ടീസ് മക്കളൊന്ന് കമന്റ് ചെയ്ത്, ഇനിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. എന്നാലും അന്ന് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു എവിൾ പ്രാക്ടീസസ് മക്കളൊന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. പെട്ടെന്ന് കമന്റ് ചെയ്ത മക്കളെ. യെസ്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള എവിൾ പ്രാക്ടീസസ് ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. പെട്ടെന്ന് കമന്റ് ചെയ്യും. ഓക്കെ, സാർ തന്നെ കാണിച്ചുതരാം. മക്കൾ കമന്റ് ഒന്നും ചെയ്തില്ല. തോമസ് രാജൻ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സാർ ആ സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, എന്നോട് പറഞ്ഞത് ലോസ് വെയർ പാസ്ഡ് ടു സ്റ്റോപ്പ് ദ പ്രാക്ടീസ് ഓഫ് സതി ആൻഡ് എൻകറേജ് ദ റിമാരേജ് ഓഫ് വിഡോസ്. അതായത് സതി സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ? കമന്റ്സ് ഒക്കെ വന്നു. സതി സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ സതി എന്ത് ചെയ്തു? സതി ബാൻ ചെയ്തു അല്ലെ? സതി ബാൻ ചെയ്തു. ദെൻ നമ്മളോട് പറയുന്ന പോലെ തന്നെ ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു, അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു. മക്കൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ റിഫോം ചെയ്യണം എന്ന് തന്നെ ആര് വിശ്വസിച്ചു? ബ്രിട്ടീഷേഴ്സ് വിശ്വസിച്ചു. അതിലൊന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സതി എന്ത് ചെയ്തു? റിഫോം ചെയ്തു. സതി എന്ത് ചെയ്തു? ബാൻ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്ത് ചെയ്തു? വിഡോറി മാരേജിന് അലോ ചെയ്തു. വിധവകൾക്ക് എന്ത് ചെയ്യാം? ഭർത്താക്കന്മാര് മരിച്ചാൽ എന്ത് ചെയ്യാം? അവർക്ക് വീണ്ടും കല്യാണം കഴിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. റൈറ്റ് ആര് പ്രൊവൈഡ് ചെയ്തു? ബ്രിട്ടീഷേഴ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then English language education was actively promoted. After 1830, the company allowed Christian missionaries to function freely in its domain and even own land and property. നമ്മളോട് പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്തു? വലിയ രീതിയിൽ എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു. ഓക്കെ,
1830s ഒക്കെ ആയപ്പോൾ കമ്പനി എന്ത് ചെയ്തു, കമ്പനി ക്രിസ്ത്യൻ മിഷണറിമാരും എന്ത് ചെയ്തു, അതിനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും കൂടി എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കണം കമ്പനി കുറച്ച് കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ സൊസൈറ്റിയിലുള്ള എവൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി പോലെയുള്ള അല്ലെങ്കിൽ സതി സിസ്റ്റം പോലെയുള്ള ഇത്തരത്തിലുള്ള പ്രാക്ടീസസിനൊക്കെ ബാൻ ചെയ്തതിലൊക്കെ കമ്പനിക്ക് വലിയ റോൾ ഉണ്ട് അല്ലേ. യെസ്, കമ്പനിക്ക് വലിയ റോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതേസമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, യെസ് നമുക്ക് കാണാൻ പറ്റും ചിലതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻസിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലും കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ കാരണമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Okay, in 1850, a new law was passed to make conversion to Christianity easier. This law allowed an Indian who had converted to Christianity to inherit the property of his ancestors. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അതായത് നമ്മളിവിടെ പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസും അന്ന് ഇപ്പൊ എന്താ പറയാ ബ്രിട്ടീഷേഴ്സ് ഒക്കെ ഒരു കാര്യം ചെയ്തിരുന്നത് പറഞ്ഞാൽ എന്താ പറയാ, ക്രിസ്ത്യൻസിലേക്ക് കൺവേർഷനും കൂടി എന്ത് ചെയ്തിരുന്നു, ഈസിയാക്കി നടത്തിയിരുന്നു. അത്തരം കൺവേർഷൻ ഒക്കെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ലാൻഡ് ഒക്കെ എന്ത് ചെയ്യും, അവരുടെ പൂർവികരുടെ ലാൻഡൊക്കെ ആർക്ക് കിട്ടും, അവർക്ക് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നു, കൺവേർട്ട് ചെയ്യാനൊക്കെ റെഡി ആയിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നോട് പറയുന്നുണ്ട്, മെനി ഇന്ത്യൻസ് ബിഗാൻ ടു ഫീൽ ദാറ്റ് ദ ബ്രിട്ടീഷ് വെർ ഡിസ്ട്രോയിങ് ദർ റിലീജിയൻ, ദർ സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ദർ ട്രഡീഷണൽ വേ ഓഫ് ലൈഫ്. കുറെ ഇന്ത്യക്കാരൊക്കെ എന്ത് വിശ്വസിച്ചു, ബ്രിട്ടീഷേഴ്സ് വന്നോടുകൂടി എന്താണ്, അവരുടെ റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സിന്, അവരുടെ കൾച്ചറിന്, അവരുടെ സോഷ്യൽ ലൈഫ്സിന്, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കസ്റ്റംസിന് ഒക്കെ എന്തുണ്ടായിട്ടുണ്ട്, ഡിസ്ട്രോയ് ചെയ്യാണ് അല്ലെങ്കിൽ ഒക്കെ നശിപ്പിക്കാണ് ആര് ചെയ്യുന്നത്, ബ്രിട്ടീഷേഴ്സ് ചെയ്യുന്നതെന്ന് ആര് വിശ്വസിച്ചു, ചില ഇന്ത്യക്കാരെങ്കിലും വിശ്വസിച്ചു. ചില ഇന്ത്യക്കാരല്ല, റിഫോമിന്റെ ഭാഗമായിട്ട് ചില അവരുടേതായിട്ടുള്ള സോഷ്യൽ എന്താ പറയുക റിലീജിയസ് എല്ലാ പെർസ്പെക്റ്റീവിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷേഴ്സ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ത്രൂ ദ ഐസ് ഓഫ് ദ പീപ്പിൾ എന്നുള്ള ഭാഗമാണ്. നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക, ഡിഫറെന്റ് പീപ്പിൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആളുകളുടെ ഒപ്പീനിയൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, വാട്ട് ഡിഡ് ദേ തിങ്ക് റൂളേഴ്സ് were playing, what role did the sepoys seem to play? ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അത് ജസ്റ്റ് ടു തിങ്കേഴ്സിന്റെ ഐഡിയോളജിയാണ് നമുക്ക് അവിടെ, അല്ലെങ്കിൽ ടു എന്താ പറയുക പെർസ്പെക്റ്റീവ്സ് ആണ് അവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എന്നെ സാർ എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് നമുക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തു പോവാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയുന്നുണ്ട് ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യാണ്, ഇന്ത്യൻസിന്റെ റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒക്കെ മാക്സിമം എന്ത് ചെയ്തു, ദുരുപയോഗം ചെയ്തു എന്ന് തന്നെയാണ് പല ആളുകളും എന്ത് ചെയ്തിരുന്നത്, വിശ്വസിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ദ റൂളേഴ്സ് വെർ ട്രൈങ് ടു ടേൺ ദ ശിപ്പോയ്സ് ഇൻ ടു ക്രിസ്ത്യൻസ് സോ ദാറ്റ് ദേ ഡു നോട്ട് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദം. ഫോർ ദിസ് റീസൺ ദേ ഇൻട്രൊഡ്യൂസ്ഡ് ദ കാഡ്രേജ് സോ ദാറ്റ് ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് കുഡ് ബി ഡിഫൈറ്റഡ് ബൈ യൂസിങ് ഇറ്റ്. അപ്പൊ ഇവിടെ പറയുന്നത് പുതിയതായിട്ട് വന്നിട്ടുള്ള കാഡ്രേജിൽ എന്താണ് പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രീസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു എന്നുള്ള റൂമറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്തു. അത് പല ആളുകളും എന്ത് ചെയ്തു, ഒപ്പോസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ടൈം മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, മണിക്കുട്ടിയെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. എന്നാലും മക്കളെല്ലാവരും ഉണ്ടാവും എന്നൊക്കെ ഫയർ ഇട്ട സ്ഥിതിക്ക് സാർ എന്ത് ചെയ്യും, എല്ലാ ഭാഗങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നോട് പറയുന്നുണ്ട്, ദ ഷിപ്പോയ്സ് വെർ കീൻ ടു ഡ്രോ ദ ഇംഗ്ലീഷ് പവർ ബൈ ദ hook or crook. They invented the 1,000 lies promise and persuaded the soldiers to marching turn against their mistress and the English with the objects for restoring the emperor of Delhi to throne. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഷിപ്പോയ്സിനെ എന്ത് ചെയ്യണം, ബ്രിട്ടീഷേഴ്സിനൊക്കെ എടുത്ത് കളയണം, ബ്രിട്ടീഷേഴ്സിന്റെ അധികാരങ്ങൾ എന്ത് ചെയ്യണം, എടുത്ത് കളയണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ആർക്കുണ്ടായിരുന്നു, ഷിപ്പോയ്സിനുണ്ടായിരുന്നു. ബിക്കോസ് അവർ സഫർ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഷിപ്പോയ്സ് എന്ത് ചെയ്തു, പല റൂമേഴ്സും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തു. ബിക്കോസ് അവർക്ക് എന്ത് വേണം, അവിടെ എന്ത് വേണം, ഓൾഡ് എന്താ പറയാ എംപയർ തന്നെ ഗവേൺ ചെയ്യണം, അല്ലെങ്കിൽ അത് റിസ്റ്റോർ ചെയ്യണം എന്നുള്ള താല്പര്യമായിരുന്നു. ബ്രിട്ടീഷേഴ്സിനെ എടുത്ത് കളയണം, ബ്രിട്ടീഷേഴ്സിന്റെ പവർ കുറക്കണം എന്നുള്ള താല്പര്യമായിരുന്നു ആർക്കുണ്ടായത്, ഷിപ്പോയ്സിനുണ്ടായത്. അവിടെ തന്നെ അവർ കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം അവരെന്ത് ചെയ്തിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പ്രോമിസും റൂമേഴ്സും ഒക്കെ സ്പ്രെഡ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ബ്രിട്ടീഷേഴ്സിന്റെ ചില ആക്ടിവിറ്റീസ് ആർക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു, ഷിപ്പോയ്സിനും എഗെയിൻസ്റ്റ് ആയിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പദ്ധതിയിൽ നോക്കാനുള്ളത് എ മ്യൂട്ടിനി ബിഗെയിംസ് എ പോപ്പുലർ റബലിയൻ എന്ന് പറഞ്ഞ ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. Those struggles between rulers and ruled are not unusual. Sometimes such struggles become quite widespread as a popular resistance so that the power of state break down. നമ്മളോട് പറയുന്നുണ്ട്, ഈ റൂളേഴ്സും റൂൾഡും അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകളും ഭരിക്കപ്പെടുന്ന ആളുകളും ഗവേൺ ചെയ്യുന്ന ആളുകളും ഗവേൺ ചെയ്യപ്പെടുന്ന ആളുകളും, ദാറ്റ് മീൻസ് ജനങ്ങളും അതുപോലെ തന്നെ ഭരണാധികാരികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഉള്ളതാണ്, എപ്പോഴും ഉള്ളത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം അത്തരം പ്രശ്നങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ
ആരുടെ പവർ ഡിക്ലൈൻ ചെയ്യാൻ കാരണമാവും? സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഗവേണിംഗ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്ന ആളുകളുടെ പവർ ഡിക്ലൈൻ ചെയ്യാൻ കാരണമാവും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ശിപ്പായി റബലിൻ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, a very large number of people begin to believe that they have a common enemy and rise up against the enemy at the same time. അവിടെ പറയുന്നുണ്ട് കുറെ ആളുകൾ എന്ത് വിശ്വസിക്കാൻ തുടങ്ങി, നമുക്കൊരു കോമൺ എനിമിയാണുള്ളത്, നമുക്കൊരു പൊതു ശത്രുവാണുള്ളത്, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യണം. മക്കളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് റിയലൈസ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻസിന്റെ ഇടയിൽ യൂണിറ്റി വലിയ രീതിയിൽ ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ ആണ് ബ്രിട്ടീഷേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മക്കളെ, ഒരു ഔട്ട്സൈഡർ എങ്ങനെയാണ് എത്ര എളുപ്പത്തിൽ ഒരു രാജ്യത്തെ പിടിച്ചെടുക്കാൻ പറ്റുക, ഒരു രാജ്യത്തെ ഗവേൺ ചെയ്യാൻ പറ്റുക? മക്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അല്ല, നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ലേ, ബ്രിട്ടീഷുകാർ വരുന്നു, അവർക്ക് ഇന്ത്യയെ മൊത്തം കീഴടക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ലോജിക്ക് മക്കൾ ഇപ്പം ആലോചിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ? അതായത് ഇവിടെ ഉണ്ടായിട്ടുള്ള റൂളേഴ്സിന് ഉണ്ടായിട്ടുള്ള യൂണിറ്റി ഇല്ലായ്മയൊക്കെയാണ് അതിനുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കോമൺ എനിമി വരുന്നതോടുകൂടി നമുക്ക് എന്തുണ്ടാവും, നമുക്കിടയിൽ എന്തുണ്ടാവും? യെസ്, ഒരു യൂണിറ്റി ഉണ്ടാവും അല്ലെ? യെസ്, അവർക്കിടയിൽ എന്തുണ്ടാവും? ഒരു ഐക്യമുണ്ടാവും. സാർ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഒരു എക്സാമ്പിൾ സാർ പറയാം. നിങ്ങളിപ്പോ ക്ലാസ്സിൽ ഭയങ്കര ശത്രുക്കളൊക്കെയാണ് വിചാരിച്ചു. സാറ് വരുന്നു, എല്ലാത്തിനും അടിച്ചിട്ട് പോകും അല്ലെ? നിങ്ങളൊരു 10-40 കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 10-71 കുട്ടികളും സാറിന് മുമ്പിലിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഒരാളെ തല്ലുമ്പോ, ഞാൻ സയ്യിദ് ഇബ്രാഹിമിനെ തല്ലുമ്പോ മുന്നി റോക്ക് കൈയടിക്കും, മുന്നി റോക്കിനെ തല്ലുമ്പോ മത്തായി കൈയടിക്കും, മത്തായിനെ തല്ലുമ്പോ വിന്നു കൈയടിക്കും, വിന്നു തല്ലുമ്പോ തബസ് കൈയടിക്കും, തബസിനെ തല്ലുമ്പോ അടുത്ത ആള് കൈയടിക്കും, ഷോല കൈയടിക്കും. ഇങ്ങനെ കൈയടിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും തല്ലി പോകാൻ പറ്റും അല്ലെ? എല്ലാവരും തല്ലി തോപ്പിക്കാൻ പറ്റും. നേരെ കുറച്ച് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്, നിങ്ങളെല്ലാവരും മസിലൊക്കെ പിടിച്ച് പവർഫുൾ ആയിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ സാർ നേണ്ടിരും സൈഡ് കൂടി ഓടി പോകേണ്ടല്ലോ. നിങ്ങൾ തല്ലാൻ വന്നാൽ യെസ്, ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കിടയിൽ യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരു കോമൺ എനിമിയൊക്കെ വരുമ്പോൾ നമുക്കിടയിൽ എന്ത് ഒബ്വിയസ്ലി ഫോം ചെയ്യപ്പെടും? യൂണിറ്റി ഒക്കെ ഫോം ചെയ്യപ്പെടും. ഒരു നാഷണലിസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫീലിംഗ് ഒക്കെ എന്ത് ചെയ്യും? ഫോം ചെയ്യപ്പെടും. ഇസ് ദാറ്റ് ക്ലിയർ? സെറ്റല്ലേ മക്കളെ? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ല? നിങ്ങളിപ്പോ ഒരാൾക്ക് തല്ലണമെങ്കിൽ എളുപ്പത്തിൽ തല്ലി തോപ്പിക്കാൻ പറ്റൂല. എന്താണ് നിങ്ങൾക്കിടയിൽ ഐക്യമില്ലെങ്കിൽ അല്ലെ? ഓക്കെ, സാർ ഞാൻ തല്ലൂല. ഓക്കെ, എനിവേ സാർ എക്സാമ്പിൾ പറഞ്ഞാണ് മക്കളെ. എനിവേ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ പറഞ്ഞത് ഫോർ സച്ച് എ സിറ്റുവേഷൻ ടു ഡെവലപ്പ് പീപ്പിൾ ടു ഹാവ് ഓർഗനൈസ്, കമ്മ്യൂണിക്കേറ്റ്, ടേക്ക് ഇനിഷ്യേറ്റീവ് ആൻഡ് ഡിസ്പ്ലേ ദ കോൺഫിഡൻസ് ടു ടേൺ ദ സിറ്റുവേഷൻ അറൌണ്ട്. നമ്മൾ പറയുന്നത് അത്തരം സാഹചര്യം വികസിക്കുമ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യും? യെസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്കിടയിൽ സംഘടിക്കാനും ഒക്കെ എന്ത് ചെയ്യും? തോന്നുന്നുണ്ടാവുകയും അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചേഞ്ചസിന് വേണ്ടി ആക്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. നിസ്സാരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ സാറിന് നിസ്സാരമാവും അല്ലെ? നിങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി ഇല്ലെങ്കിൽ അത് ആർക്ക് നിസ്സാരമാണ്? സാറിന് നിസ്സാരമാണ്. യൂണിറ്റി ഉണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് നിസ്സാരമാണ് അല്ലെ? എന്നോട് പറഞ്ഞത് such a situation developed in the northern parts of India in 1857 after 100 years of conquest and administration. The English East India Company faced a massive rebellion started in May 1857 and threatened the company very presence in India. നമ്മളോട് പറയുന്നുണ്ട് ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കൂടുതൽ ആളുകൾ ഓർഗനൈസ് ചെയ്യുന്നു, ഇങ്ങനെ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. 1857 നമ്മൾ കുറെ ഇയർ എടുത്തു നമ്മളൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ, ഗ്രൂപ്പായിട്ട് നമ്മളൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ, നമ്മൾ റിവോൾട്ട് കണ്ടക്ട് ചെയ്യാൻ, ഒരു ഗ്രൂപ്പായിട്ട് ഐക്യത്തോടു കൂടി നമ്മൾ റിവോൾട്ട് കണ്ടക്ട് ചെയ്യാൻ കുറെ ടൈം എടുത്തു. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അപ്പൊ മക്കൾ ആലോചിക്കണം, എത്രയോ വർഷമായി ബ്രിട്ടീഷേഴ്സും പല ഫോറിൻ പവേഴ്സും ഇന്ത്യയിൽ വന്ന് അധികാരം സ്ഥാപിച്ചിട്ട്, പവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട്, എന്നിട്ട് നമ്മൾ ഇത്രയൊക്കെ ടൈം എടുത്തു അല്ലെ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം നമ്മൾ അത്ര ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു റിയാലിറ്റിയാണ് ട്ടാ. ഓക്കെ, അപ്പൊ നമ്മളോട് പറയുന്നത് അതാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്നോട് പറയുന്നുണ്ട് boys mutinied in several places beginning from Meerut and a large number of people from different sections of society rose up in rebellion. എന്നോട് പറയുന്നുണ്ട് so when does the class end? I think നമ്മൾ ഈ 4 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 9 o'clock മുമ്പായിട്ട് ക്ലാസ് എൻഡ് ചെയ്യും. ബിക്കോസ് സാറിന് 9 o'clock അടുത്ത ക്ലാസ് ഉണ്ട്. എന്തായാലും അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് മെനി സെക്ഷൻ ഓഫ് പീപ്പിൾ എന്ത് ചെയ്തു? ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബോയ്സ് ഡിഫറെന്റ് പാർട്സിൽ എന്ത് ചെയ്തു? ഈ റെബലിയൻ കണ്ടക്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ?
അപ്പൊ എല്ലാവർക്കും ബോധം വന്നു 1857 എന്നാണ് മക്കള് പറയുന്നത്. ഓക്കെ, അത് മക്കളെ ഓക്കെ അതിന് മുമ്പ് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ Okay, ഇവിടെ നമ്മൾ പറയുന്നത് some regard it has the biggest armed resistance to colonialism in the 19th century anywhere in the world. നമുക്ക് അഭിമാനിക്കാം അല്ലെ, ലോകത്ത് എവിടെയും കാണാത്ത രീതിയിൽ കൊളോണിയൽ ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആംഡ് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുള്ളത് 1857 ഇവിടെയാണ് മക്കളെ, നമ്മുടെ ഇന്ത്യയിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, അഭിമാനിക്കാം. യെസ്, നമുക്ക് അഭിമാനിക്കാം അല്ലെ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ബിക്കോസ് അവിടെ ലോകത്ത് തന്നെ കൊളോണിയലിസം സ്പ്രെഡ് ആയിരുന്നു. യൂറോപ്യൻസ് ഏഷ്യയും ആഫ്രിക്കയിലും കുറെ കൺട്രീസിനെ കോളനി ആക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ റെസിസ്റ്റൻസ് എവിടെയാണ്, നമ്മുടെ ഇന്ത്യയിലാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അഭിമാനത്തോടു കൂടി പറയാൻ പറ്റൂട്ടാ. പറയാൻ പറ്റൂല മക്കളെ? സെറ്റ് അല്ലേ? യെസ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് mutiny when soldiers as a group disobeyed their officers in the army. ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു mutiny ഭാഗമായിട്ട് നമ്മൾ സ്ലോ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല. എന്റെ മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കട്ടാ. നമ്മളോട് പറയുന്നത് ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് എന്താ പറയാ, ഒഫീഷ്യൽസ്, മേജർ ഒഫീഷ്യൽസ് ഒക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ വലിയ വലിയ ഒഫീഷ്യൽസ് ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങളെ ആര് ഡിസൊബേ ചെയ്യാണ്, ഡിസൊബേ ചെയ്യായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. ഇവിടെ JD സാറ് ഇമോജീസ് ഒക്കെ വരുന്നുണ്ടല്ലോ. Yes. Okay, then നമ്മൾ പറയുന്നുണ്ട് the battle in the cavalry lines on the evening of 3rd July 1857 over 3,000 rebels came from Barely across the river Jamuna, entered Delhi, attacked British cavalry posts, and the battle continued although that night. നമ്മളോട് പറയുന്നുണ്ട് കുതിര പടയാളികളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള യുദ്ധമാണ് നമ്മളോട് പറയുന്നത്. 1857 ജൂലൈ 3 നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് കാണാൻ പറ്റും 3000-ലധികം റബൽസ് എന്തിയാണ് ഇവിടെ വരാണ്, ജമുന കടന്നുകൊണ്ട് എങ്ങോട്ടേക്ക് വരാണ്, ഇന്ത്യയിലേക്ക് വരികയും അതുപോലെ തന്നെ ഡൽഹിയിൽ പ്രവേശിച്ച് ബ്രിട്ടീഷേഴ്സിന്റെ കാവലറി അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then from Meerut to Delhi, മക്കൾക്കറിയാം പല റൂളേഴ്സിന്റെ അല്ലെങ്കിൽ പല ലീഡേഴ്സിന്റെ പേരുകളൊക്കെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓ മൈ ഗോഡ്, what happened there? ഒരു മിനിറ്റ് മക്കളെ, സ്ലൈഡ് ലോസ്റ്റ്. സെറ്റ് അല്ലേ? ഓക്കെ നമുക്ക് നോക്കാനുള്ളത് ഫ്രം മീററ്റ് ടു ഡൽഹി എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പൊ മീററ്റിൽ നിന്ന് ആരംഭിച്ച് ഡൽഹി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്പ്രെഡ് ചെയ്തിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഡിഫറെന്റ് ഡൽഹിയുടെ ഡിഫറെന്റ് പാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്പ്രെഡ് ചെയ്തിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. യെസ്. On 8 April 1857 ബ്ലാക്ക് സ്ക്രീൻ മാറും കേട്ടാ. ഓക്കെ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ടാവും. യെസ്. എന്നിവിടെ നമ്മൾ പറയുന്നത് on 8 April 1857 a young soldier Mangal Pandey was hanged to death for attacking his officers in Barakpur. ബാരക്പൂരിലുള്ള മംഗൽ പാണ്ഡെ ഈ ഒരു മൂവ്മെന്റിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, മംഗൽ പാണ്ഡെ എന്തിയാണ്, ബ്രിട്ടീഷ് സൈന്യം എന്തിയാണ് മക്കളെ, സൈനികർ എന്തിയാണ്, കമ്പനി സൈന്യം എന്തിയാണ്, തൂക്കിലേറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും April 8 ബാരക്പൂരിൽ തന്റെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് മംഗൽ പാണ്ഡെ സൈന്യം തൂക്കിലേറ്റാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. മംഗൽ പാണ്ഡെയോട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗാഡ്രിച്ച് ഒക്കെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ എഗ്രി ചെയ്യുന്നില്ല. അതിനുശേഷം കറുത്തത് ബ്ലാക്ക് സ്ലൈഡ് മാറിയില്ലേ, സ്റ്റിൽ ബ്ലാക്ക് ആണോ? ഇപ്പൊ ക്ലിയർ അല്ല? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? യെസ്. Okay, then നമ്മളോട് പറയുന്നുണ്ട് some days later some shipboys of the okay
Some days later, some shipboys of the regiment at Meerut refused to do army drill using the new cadets, which were suspected of being coated with the fat of cows and pigs. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗസിനും പിഗ്സിനും ഒക്കെ എന്താ പറയാ ഫാറ്റ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രീസ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ കാഡ്രിഡ്ജ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും എന്ത് ഉപയോഗിക്കാൻ വിസമ്മതിക്കാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കാഡ്രിഡ്ജ് പുതിയതായിട്ടുള്ള കാഡ്രിഡ്ജ് യൂസ് ചെയ്യാൻ എന്ത് ചെയ്യാണ് വിസമ്മതിക്കാൻ അല്ലെങ്കിൽ ഡിസ്അഗ്രി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ശരി എന്നൊക്കെ മക്കൾ കമന്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയി പോയെന്നേ ഉള്ളൂ, കമന്റ്സ് വരാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. ഓക്കെ ലെസൺ നമ്പർ 5 കേട്ടോ മക്കളെ. Okay, then 85 shipboys were dismissed from service and sentenced to the 10 years in jail for disobeying their officers. This happened on 9th May 1857. 1857 May 9th ഒക്കെ ആയപ്പോൾ എന്ത് ചെയ്യാണ് കാഡ്രിഡ്ജ് ഒക്കെ യൂസ് ചെയ്യാൻ വിശ്വസിച്ചില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാത്ത ഷിപ്പോയ്സിനൊക്കെ അറസ്റ്റ് ചെയ്യാണ്. Then the response of the other Indian soldiers in Meerut was quite extraordinary. On 10 May, the soldiers marched to the jail in Meerut and released the imprisoned shipboys. അതായത് പല ഷിപ്പോയ്സിനെയും ബ്രിട്ടീഷേഴ്സിന്റെ ഒഫീഷ്യൽസ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്തതിന് പേരിൽ ജയിലിടുകയും 10 വർഷത്തോളം ജയിലിടുകയും പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുകയും ചെയ്തു. ഇതിനെതിരായിട്ട് ആര് മൂവ് ചെയ്യാണ്? ബാക്കിയുള്ള ഷിപ്പോയ്സ് കൈങ്ങോട്ട് നോക്കിക്കോ ഇല്ല, അവരെന്ത് ചെയ്യാണ്? മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാണ്. അവരെന്ത് ഡിമാൻഡ് ചെയ്യാണ്? റിലീസ് ചെയ്യണം. പ്രിസൺ ആരെ പുറത്തു വിടണം അല്ലെങ്കിൽ ആരെ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. അവരുടെ കൂടെയുള്ള സോൾജേഴ്സിനെ റിലീസ് ചെയ്യണം എന്ന് ആവശ്യപ്പെടാണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഷിപ്പോയ്സ് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നോട് നമ്മൾ പറയുന്നുണ്ട്, they attacked and killed British officers. They captured guns and ammunition and set fire to the buildings and properties of the British and declared war of the Frankness. അപ്പൊ നമ്മളിവിടെ പറയുന്നത് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കെട്ടിടങ്ങളൊക്കെ തീയിട്ടിട്ട് നശിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യണമായിരുന്നു അല്ലെ? അങ്ങനെ ചെയ്ത് ശരിയാണെന്നൊക്കെ നമുക്ക് പറയാം. കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോട് എന്ത് ചെയ്യാണ്? ഫോഴ്സ്ഫുള്ളി ചില കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറയുകയും അത് ഡിസ്അഗ്രി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാണ്? നമുക്ക് കാണാൻ പറ്റും. അത് ഡിസ്അഗ്രി ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാണ്? പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്തു. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഷിപ്പോയ്സ് എന്ത് ചെയ്തു? വോയിസ് റൈസ് ചെയ്തു. അവർ കൂട്ടത്തോടെ നിന്നു. അവർ ചെയ്തു. അവരെന്ത് ചെയ്തു? പീരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഡിക്ലെയർ ചെയ്തു? യുദ്ധം ഡിക്ലെയർ ചെയ്തു, വാർ ഡിക്ലെയർ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ നമ്മള് മോർ ഐ തിങ്ക് നമുക്ക് ഇപ്പോഴത്തെ ഒരു 4 times or 5 times നമുക്ക് എടുക്കാനുണ്ട് പോർഷൻസ്. ഇനി മക്കൾ മാക്സിമം കോപ്പറേറ്റ് ചെയ്യുന്ന സാർ വിശ്വസിക്കുന്നുണ്ട്, മാക്സിമം മക്കള് ഉണ്ടാവും സാർ വിശ്വസിക്കുന്നുണ്ട്. Then the soldiers were determined to bring an end to their rules in the country, but who would rule? And instead the soldiers had to be answered the question Mughal Emperor Bahadur Shah Zafar. Okay, appo soldiers ആവശ്യപ്പെട്ടു എന്താണ്? British ഇറങ്ങിപ്പോ കടക്ക് പുറത്ത് എന്ന് ആവശ്യപ്പെട്ടു? സോൾജേഴ്സ് ആവശ്യപ്പെട്ടു. അവർ എന്ത് പറഞ്ഞു? ആരാണ് ബ്രിട്ടീഷ് ആരില്ലെങ്കിൽ ആര് റൂൾ ചെയ്യും എന്ത് ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് ബഹദൂർ ഷാ സെക്കൻഡ് എന്ത് ചെയ്യും? ബഹദൂർ ഷാ സഫർ എന്ത് ചെയ്യും? ഗവേൺ ചെയ്തോളൂ എന്ന് ആര് പറഞ്ഞു? സോൾജേഴ്സ് പറഞ്ഞു. അല്ലെങ്കിൽ അവരുടെ അതിനുള്ള ഉത്തരം എന്തായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. നെക്സ്റ്റ് റൂളർ എന്നുള്ളതായിരുന്നു ആരുടെ ഉത്തരം? സോൾജേഴ്സിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, then the shipboys of Meerut rode all night of 10 May to reach Delhi in the early hours next morning. As news of their arrival spread, the regiment stationed at Delhi also rose up in the rebellion. നമ്മളോട് പറയുന്നുണ്ട് മെയ് 10 ആയപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ ശിപ്പായിമാരൊക്കെ എവിടെ എത്തുന്നത്? മീററ്റിലെ ശിപ്പായിമാരൊക്കെ ഡൽഹിയിൽ എത്തുന്നത്. അവരുടെ വരവ് വാർത്ത വരുന്നതോടുകൂടി ഡൽഹിയിൽ എന്ത് ചെയ്തു? കൂടുതലും കലാപങ്ങളൊക്കെ ആരംഭിച്ചു. കൂടുതലും സ്ട്രോങ് ആയി ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ യോധ ബെസ്റ്റ് മക്കൾ എന്ന് പറഞ്ഞിട്ട് വെൽക്കം എല്ലാ മക്കൾക്കും വെൽക്കം. എല്ലാവരും സെറ്റ് ആയിരിക്കട്ടെ. നമ്മൾ ഓൾറെഡി എടുത്ത ചാപ്റ്റർ തന്നെയാണ്, എന്നാൽ നമുക്കൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. ഓക്കെ, ബഹദൂർ ഷാ സെക്കൻഡ് ശേഷം ആര് വരും എന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്താ പറയാ, അവരുടെ പിന്മുറകളായിട്ട് പിന്തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു രാജവിഭാഗം, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡൈനാസ്റ്റീസ് അല്ലെങ്കിൽ മൊണാർക്കിക്കൽ ഗവൺമെന്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിൽ അവരുടെ മക്കളും അങ്ങനെയൊക്കെ ആയിരിക്കും ഗവേൺ ചെയ്തിരിക്കുക. അന്ന് ഡെമോക്രസിയെ കുറിച്ചൊന്നും അത്തരത്തിൽ എന്ത് ചെയ്തിരുന്നില്ല, നമ്മൾ അത്രയും ബോധേഡ് ആയിരുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നോ സ്റ്റിൽ ദർ ഇസ് നോ ബ്ലാക്ക് സ്ക്രീൻ, ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. Then again British officers were killed, arms and ammunition seized, buildings set on fire, trimmed. Soldiers gathered around the walls of the Red Fort where the Bathshali were demanding them to meet him. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ എന്താണ്
ബ്രിട്ടീഷേഴ്സിനെ ഒഫീഷ്യൽസ് ഒക്കെ അറ്റാക്ക് ചെയ്തു, ബ്രിട്ടീഷേഴ്സിനൊക്കെ കൊല്ലുകയൊക്കെ ചെയ്തു. ഇതിനുശേഷം അതുപോലെ തന്നെ ബഹാദൂർ ഷാ സെക്കൻഡ് എന്ത് ചെയ്തു, വിജയാണെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ കാണണം എന്നുള്ള ആവശ്യവുമായിട്ട് അതിന് ചുറ്റും അദ്ദേഹത്തിന് അതിന് ചുറ്റും ആളുകൾ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, സാറിന്റെ സൗണ്ട് ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്, മക്കൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നത്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മക്കൾ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. The emperor was not quite willing to challenge the mighty British power, but the soldiers persisted. They forced their way into the palace and proclaimed Bahadur Shah as their leader. ഇവിടെ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട്, ബ്രിട്ടീഷുകാർ സ്ട്രോങ് ആണല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനൊന്നും ആര് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാനൊന്നും ആര് റെഡി ആയിരുന്നില്ല, എംപറർ റെഡി ആയിരുന്നില്ല. ബട്ട് കൊട്ടാരത്തിലേക്ക് കടക്കുകയും ബഹാദൂർ ഷാ സഫർ എന്താണ് തങ്ങളുടെ നേതാവായിട്ട് ആര് പ്രഖ്യാപിക്കുന്നുണ്ട്, സോൾജേഴ്സ് പ്രഖ്യാപിക്കുന്നുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ ക്ലിയർ ആണ്, സെറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് മക്കളെ. ക്ലാസ്സിൽ തന്നെ ആണെന്ന് വിചാരിക്കുന്നുണ്ട് മക്കളെല്ലാവരും. യെസ്, okay, then ഇവിടെ നമ്മൾ പറയുന്നത് the aging emperor had to accept this demand. He wrote letter to all the chief and rulers of the country come forward and organize a conference of Indian states to fight the British. This single step taken by Bahadur Shah had great implication. നമ്മളിവിടെ പറയുന്നുണ്ട് എംപറർ അവസാനം ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, എന്നാലും അദ്ദേഹം എന്താണ് ഈ സോൾജേഴ്സിനൊക്കെ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ് എംപറായി തുടരാൻ തീരുമാനിച്ചു. ദെൻ ഒരു ലെറ്റർ എല്ലാവർക്കും അയച്ചു, എല്ലാ എന്താ പറയാ സബ് റൂളേഴ്സിനും അല്ലെങ്കിൽ ചീഫിനും ഒക്കെ എന്ത് ലെറ്റർ അയച്ചു, എല്ലാവരും കൂട്ടം കൂടിയുന്നുണ്ട് എന്ത് ചെയ്യണം, ബ്രിട്ടീഷേഴ്സിനെ അഗെയിൻസ്റ്റ് മൂവ്മെന്റ് ചെയ്യണം, മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടും. ഇത് കുറച്ചും കൂടി എന്ത് ചെയ്തു, ഇമ്പാക്ട്സ് ഉണ്ടാക്കി, ഇത് കുറച്ചും കൂടി എന്ത് ചെയ്തു, കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, the Mughal dynasty had ruled over a very large part of the country. Most smaller rulers and chieftains controlled different territories on behalf of the Mughal ruler. നമ്മളോട് പറയുന്നുണ്ട് രാജ്യത്തിന്റെ വലിയ ഭാഗം ആരായിരുന്നു ഭരിച്ചിരുന്നത്, മുഗൾ റൂളേഴ്സ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളായിരുന്നു ചെറിയ എന്താ പറയാ ഭരണാധികാരികളൊക്കെ ആയിരുന്നു, തലവന്മാരൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഭരിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, റൂളേഴ്സ് ആണ് മക്കളെ, മുഗൾ റൂളർ ആണ് കേട്ടോ ബഹാദൂർ ഷാ സെക്കൻഡ്, എന്താ പറയാ ബാദ്ഷാ എന്നൊക്കെ പറയുന്ന റൂളേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, മുഗൾ റൂളേഴ്സ് ആയിരുന്നു. അന്ന് അവർക്ക് അധികാരം ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷേഴ്സ് വന്നതോടുകൂടി നവാബ്സിന്റെയും രാജാസിന്റെയും റൂളേഴ്സിന്റെ പവർ ഡിക്ലൈൻ ചെയ്തൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ അവരെന്നെ വീണ്ടും വരണം, അല്ലെങ്കിൽ രാജാക്കന്മാർ വരണം. കാരണം അന്നത്തെ ജനങ്ങൾക്ക് എന്തറിയില്ല, ഡെമോക്രസി ഒന്നും അറിയില്ല. അപ്പൊ ഡെമോക്രസിയിലേക്ക് മൂവ് ചെയ്യല്ല, ബ്രിട്ടീഷേഴ്സ് പോയാൽ ആര് തന്നെ വരും, രാജാക്കന്മാർ തന്നെ വരും എന്നൊരു ചിന്താഗതിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്, അന്നത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, then threatened by the expansion of British rule, many of them felt that if the Mughal emperor could rule again, they would be able to rule their own territories once more under Mughal authority. അപ്പോൾ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, ഭരണത്തിന്റെ കീഴിലുള്ളതിനേക്കാളും നല്ലത് എന്താണ് പറയാ, മുഗൾ റൂളേഴ്സ് വരാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾ എന്ത് ചെയ്യാൻ പറ്റും, ഏരിയ ഗവേൺ ചെയ്യാൻ പറ്റും എന്ന് ആര് ബിലീവ് ചെയ്തു, അന്നത്തെ ഈ ലോക്കൽ റൂളേഴ്സ് ഒക്കെ ബിലീവ് ചെയ്തു, അല്ലെങ്കിൽ ചീഫ് ടൈൻസ് ഒക്കെ ബിലീവ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവരും ആര് സപ്പോർട്ട് ചെയ്തു, മുഗൾ റൂളേഴ്സിനെ സപ്പോർട്ട് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. The British had not expected to this happened. They thought the disturbance caused by the issue of the cartridge would be die down, but Bahadur Shah's decisions to bless the rebellion changed the entire situation dramatically. നമ്മളോട് പറയുന്നുണ്ട് അവർ വിചാരിച്ചത് എന്താണ്, ആ ചെറിയ പ്രശ്നമൊക്കെയാണ് ഉണ്ടാവുക, അത് ഇത്രയും വലിയൊരു വൈൽഡ് മൂവ്മെന്റ് ആയിട്ട് ഉണ്ടാവില്ല. ഡൗട്ട് എന്താണ് മക്കളെ, തപസ് രഞ്ജൻ കമന്റ് ചെയ്തോളി. പെട്ടെന്ന് കമന്റ് ചെയ്തോളി കേട്ടാ. ഓക്കെ, കമന്റ്സ് തന്നെ സാർ നോക്കിക്കാൻ പറ്റില്ല, എന്നാലും കമന്റ് ചെയ്തോളി, കാണാണെങ്കിൽ സാർ റിപ്ലൈ തരും കേട്ടാ. നമ്മൾ ഇന്ത്യൻസ് റെസിസ്റ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ഇപ്പോഴും റൂൾ ചെയ്യാന്ന് വെച്ചാൽ മേ ബി ബ്രിട്ടീഷേഴ്സ് ആയിരിക്കണമെന്നില്ല, ആണോ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എന്താ പറയാ കൺട്രീസ് അവരെന്ത് ചെയ്യും, ബ്രിട്ടീഷേഴ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് അവർ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റൂൾ ചെയ്യും. ഓക്കെ, മേ ബി ബ്രിട്ടീഷേഴ്സ് തന്നെ ആയിരിക്കണമെന്നില്ല, ഇപ്പൊ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ കോളനി ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമ്മൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഫ്രീഡം അറ്റൈൻ ചെയ്യാൻ പറ്റി. ഓക്കെ,
ഓക്കെ, എന്നോട് പറഞ്ഞത് ബ്രിട്ടീഷേഴ്സ് വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് വിചാരിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗാഡ്രിജിന്റെ ഇഷ്യൂ ഇല്ല, അത് പെട്ടെന്ന് സോൾവ് ചെയ്യും എന്നാണ് അവർ വിചാരിച്ചിരുന്നെങ്കിൽ അത് വൈഡ് സ്പ്രെഡ് ആയി ഇത് വേറെ രീതിയിലേക്ക് എന്ത് ചെയ്തു, മൂവ്മെന്റ് പോയി. പടച്ചോനെ ഞങ്ങൾ ഇങ്ങനൊന്നും വിചാരിച്ചിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ആര് മാറി? ബ്രിട്ടീഷേഴ്സ് മാറി. ഓക്കെ, ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. പടച്ചോനെ ഇതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ മൂവ്മെന്റ്സ് ഒക്കെ എന്താ പറയാ ഞങ്ങൾ ഒരു ഗാഡ്രിഡ്ജ് വെച്ചത്, അല്ലെങ്കിൽ അതിൽ പിഗിന്റെയും ഫാറ്റിന്റെ ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ അതിനൊക്കെ ഫാറ്റ് വെച്ചിട്ടുള്ള പിഗിന്റെയും കൗസിന്റെ ഒക്കെ ഫാറ്റ് വെച്ചിട്ടുള്ള എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആര് മാറി? ബ്രിട്ടീഷേഴ്സ് മാറി. ഇത്രയും വലിയ പണി കിട്ടുന്ന ആരും വിചാരിച്ചിരുന്നില്ല, ബ്രിട്ടീഷേഴ്സ് വിചാരിച്ചിരുന്നില്ല. ഓക്കെ, ബ്രിട്ടീഷേഴ്സ് ഇത്രയും വലിയൊരു മൂവ്മെന്റ് ഒന്നും ഇന്ത്യൻസ് കണ്ടക്ട് ചെയ്യുന്നുള്ളത് വിശ്വസിച്ചിരുന്നില്ല. ബിക്കോസ് ഇന്ത്യൻസ് അത്രയും സ്ട്രോങ് ആണെന്ന് അവര് റിയലൈസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി അല്ലേ? യെസ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, after the British were routed from Delhi, there was an uprising for almost a week. It took that much time for news to travel. Then a purge of mutinies began. എന്നോട് പറയുന്നുണ്ട്, യെസ്, ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ നിന്ന് തുരത്തിയ ശേഷം ഒരാഴ്ചയോളം എന്തുണ്ടായില്ല, കലാപങ്ങളൊന്നും ഉണ്ടായില്ല. വാർത്തകൾ സഞ്ചരിക്കാൻ ഇത്രയും സമയം എടുത്തു. തുടർന്ന് കലാപങ്ങളുടെ കുത്തുവയ്ക്ക് ആരംഭിച്ചു. അതായത് ന്യൂസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തോടുകൂടി പിന്നീട് വീണ്ടും എന്ത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി? റെബലിയനൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യെസ് മക്കളൊക്കെ ടൈം കമന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. യെസ്, 8 o'clock ആയിട്ടുണ്ട്. നമ്മൾ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിൽക്കുന്നുണ്ട്. Okay, after them, the people of towns and villages also rose up in rebellion, railed around local leaders, zamindars and chiefs who were prepared to establish their authority. Britishers against മറ്റു ഭാഗങ്ങളിലൊക്കെ ആളുകൾ എന്ത് ചെയ്തു? യെസ്, റബലിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കലാപം എന്നൊക്കെ മലയാളത്തിൽ പറയാം. അതായത് ഒരു എന്താ പറയാ ഒരു സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആളുകളെ സംഘടിക്കുക, ആളുകൾ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നടത്തുന്ന മൂവ്മെന്റ്സ് ആണ് മക്കളെ. യെസ്, ഓക്കെ 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 എന്നോട് പറയുന്നുണ്ട്, നാനാ സാഹിബ്, the adopted son of the late Peshwa Baji Rao, believed in Kanpur, gathered armed forces and expelled British creation of city. അപ്പോൾ അവിടെ പറയുന്നുണ്ട് നാനാ സാഹിബ് അവിടെ ലീഡർഷിപ്പ് കൊടുത്തു, കാൺപൂരിൽ ലീഡർഷിപ്പ് കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബ്രിട്ടീഷേഴ്സിന്റെ മൂവ്മെന്റ്സിന്. അതുപോലെ തന്നെ ഹി പ്രൊക്ലെയിംഡ് ഹിംസെൽഫ് പേഷ്വ, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പേഷ്വാണ്, രാജാവാണെന്ന് എന്ത് ചെയ്തു? അദ്ദേഹമാണ് ഭരണാധികാരി എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ തന്നെ എന്താ പറയാ he declared that he was governor under the emperor ബദൂർ ഷാ സഫറിന്റെ അണ്ടറിലുള്ള ഒരു ഗവർണർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? പ്രവർത്തിക്കുമെന്ന് ആര് ഡിക്ലെയർ ചെയ്തു? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നാനാ സാഹിബ് എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു. ലക്നൌവിലാണെങ്കിൽ ബിജ്രിസ് ഖദർ, the son of the adopted നവാബ് വാജിസ് അലി ഷാ, was proclaimed the നവാബ്, ന്യൂ നവാബായിട്ട് ബിർജീസ് എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി he too acknowledged the suzerainty of Bahadur Shah Safar. His mother Begum Hazrat Mahal took an active part in organizing the uprising against the British. നമുക്ക് കാണാൻ പറ്റും. അതായത് പല ഭാഗത്തും ബ്രിട്ടീഷേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് വരുന്നു. പല ഭാഗത്തും ബഹാദൂർ ഷാ സെക്കൻഡിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്തുവരാണ് ഗവർണേഴ്സും ഒക്കെ ആയിട്ട് അവർ സ്വയം ഡിക്ലെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ ബീഗം ഹസ്രത്തും എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ രീതിയിൽ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിൽ ലീഡർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നവാബ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമുക്ക് കാണാൻ പറ്റും റൂളേഴ്സ് തന്നെയാണ് മക്കളെ. ഇന്ത്യയിലെ ഡിഫറെന്റ് പാർട്സിൽ ഡിഫറെന്റ് എന്താ പറയാ പേരുകളിലൊക്കെ ആയിരുന്നു റൂളേഴ്സ് ഒക്കെ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി the Jhansi Rani Lakshmi joined rebellion sepoys fought British against Thandya Topi and the general of Nana Sahib. അപ്പോൾ തന്നെ റാണി ലക്ഷ്മി ബായിയും എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? ഈ ഒരു മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമുക്ക് വലിയ ലീഡർഷിപ്പ് ഉണ്ടായി ഈ ഒരു മൂവ്മെന്റിന് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എല്ലാ സ്ഥലങ്ങളിലും ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് പഠിച്ചു വെക്കണം. എക്സാമിനേഷൻ ഒക്കെ വരുന്നതാണ്. അപ്പോൾ മാത്സ് ഫോളോയിങ് പോലുള്ള അല്ലെങ്കിൽ 1 word ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ ഓക്കെ Okay, in the Mandla region of Madhya Pradesh, Rani Awadhbhai Lodi Ramar Draigs led an army and 4,000 against the British who had taken over the administration of her state. Rebel എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. റബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ. റബൽ എന്ന് പറഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഒരു ഐഡിയോളജിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ബ്രിട്ടീഷേഴ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എന്താ പറയാ 4,000ഓളം വരുന്ന ഒരു ആർമിയൊക്കെ എന്ത് ചെയ്തു? അണിനിരത്തിക്കൊണ്ട് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തു. ബിക്കോസ് നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് പോകേണ്ടതുണ്ട്, കുറച്ചും കൂടി ഫാസ്റ്റ് കൂട്ടേണ്ടതുണ്ട്. നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ട്, മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കുറച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്പീഡിൽ പോകേണ്ടതുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഡിഫറെന്റ് പാർട്സിൽ ഡിഫറെന്റ് ലീഡേഴ്സ് എന്ത് ചെയ്തു? ഈ ഒരു മൂവ്മെന്റിന് ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയുടെ ഡിഫറെന്റ് പാർട്സിൽ ഡിഫറെന്റ് ലീഡേഴ്സ് എന്ത് ചെയ്തു? ഈ ഒരു മൂവ്മെന്റ്സിന് ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിവിടെ പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഫോഴ്സസ് എന്ത് ചെയ്യാണ്? ക്യാപ്ചർ ദ
റബൽസ് നിയർ ബ്രിട്ടീഷേഴ്സിന് എന്ത് ചെയ്യാണ് നമുക്ക് കാണാൻ പറ്റും കമ്പനിക്ക് എന്ത് നഷ്ടപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിക്ക് അധികാരം നഷ്ടപ്പെട്ടു. 1857 റിവോൾട്ടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പവർ ഇല്ലാതായി. അവിടെ ആര് വരാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ഡയറക്റ്റ് ഗവേൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എന്ത് മാറി? അവിടുത്തെ സിറ്റുവേഷൻ മാറി. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ ആദ്യം അഡോപ്റ്റ് ചെയ്തിരുന്ന ആ പോളിസിയിൽ തന്നെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനി മെനി പാർട്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഡർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളുടെ പേരുകളും കാര്യങ്ങളൊക്കെ മക്കൾ പഠിക്കാനുണ്ട്. ഇനി അത് മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഈ ഒരു ചാപ്റ്ററിൽ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാണ്. സിവിലൈസിംഗ് ദ നേറ്റീവ്, എഡ്യൂക്കേറ്റിംഗ് ദ നാഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, ചാപ്റ്ററിന്റെ നമ്പേഴ്സിൽ മക്കൾ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. അത് നമുക്ക് പഴയ ഓർഡറിലൊക്കെ നമ്പേഴ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നോട് നമുക്ക് കാണാൻ പറ്റും ഹൗ ദ ബ്രിട്ടീഷ് സോ ദ എഡ്യൂക്കേഷൻ, വാട്ട് ഹാപ്പൻ ടു ദ ലോക്കൽ സ്കൂൾസ്, ദ അജണ്ട ഫോർ നാഷണൽ എഡ്യൂക്കേഷൻ. നമുക്ക് നോക്കാം. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഏതൊരു പുതിയ ചാപ്റ്റർ ആണ്, തുടർച്ചയായിട്ട് വരാം. മക്കളൊരു ഫയർ ഇട്ടോളി. കഴിഞ്ഞ ചാപ്റ്ററിൽ എടുത്ത ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ ഇട്ടോൾ കേട്ടോ. യെസ്, കമ്പനി ബ്രിട്ടീഷേഴ്സിനെ ഇന്ത്യൻസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തു. ഓക്കെ, ദെൻ ഫൈനലി എന്ത് ചെയ്യാണ്, കമ്പനിയെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, എടുത്തു കളയുകയും അവിടെ ബ്രിട്ടീഷ് ക്യൂൺ ഡയറക്ട്ലി ഗവേൺ ചെയ്യുകയും ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു. ഇതാണ് ആഫ്റ്റർ മാത്തിൽ നമുക്ക് പ്രധാനമായിട്ടും എടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടില്ല മക്കൾ, ഒരു ഫയർ ഇട്ടോളി. മനസ്സിലായില്ലായിരിക്കും. ഓക്കെ എനിവേ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതിന്റെ ലൈവും കാര്യങ്ങളൊക്കെ പോയതാണ്, അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ആപ്പിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോട്ട് നമ്മൾ ക്ലിയർ ചെയ്യും. ആരും വരീഡ് അവിടെ നമുക്ക് കോണ്ടന്റ് വീഡിയോയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. യെസ് How the British saw education, what happened to the local schools. നമുക്ക് നോക്കാം. നമ്മുടെ പ്രധാനമായിട്ട് നോക്കുന്നത് ബ്രിട്ടീഷ് എന്താണ് പറയുക, ഏത് രീതിയിലാണ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ കണ്ടിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, എ പേഴ്സൺ ഹു സ്റ്റഡീഡ് ലാംഗ്വേജ് ആൻഡ് കൾച്ചേഴ്സ് ഓഫ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്. നമ്മുടെ പറയുന്നുണ്ട് ട്രഡീഷണൽ ഓറിയന്റലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഒക്കെ ഇവിടെ കണ്ടിരുന്നത്, in my school we did not take chapters 6, 7, 8. Yes, regular students ഒക്കെ ആണെങ്കിൽ മക്കൾ കൃത്യമായി കണ്ടിട്ടുണ്ടാവും അല്ലെ. when will get finish. ഓക്കെ സർ, ഒരു 10 minute ഇന്ററാക്ഷൻസ് ടൈം. ഓക്കെ, നമ്മളിപ്പോ 10 minute ഇന്ററാക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചാപ്റ്റേഴ്സ് മൂവ് ചെയ്യില്ല മക്കൾ. അതുപോലെ തന്നെ 9 o'clock സാറിന് അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളതാണ്. അതിന് മക്കൾ മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം കൃത്യമായിട്ട്. കുറച്ച് ആൾക്കാരൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എല്ലാവരും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി സാർ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, for this it was necessary to the Indian history, philosophy and laws. അതായത് ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ആരാണ് എന്ത് ചെയ്യുന്നത്, ഈസ്റ്റ് ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒക്കെ കൾച്ചറും ലാംഗ്വേജ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അത്തരം ഐഡിയോളജിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലിറ്റിൽ സ്റ്റാർ ആർ യു ഇൻ യുവർ ബാച്ച്. ഓക്കെ അവിടെ മക്കള് കമന്റ് ചാറ്റൊക്കെ തുടങ്ങി തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് എന്ത് വേണ്ടി വരും, അവിടുത്തെ ലോവും അതുപോലെ അവിടുത്തെ ഫിലോസഫി ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ he began to study ancient Indian texts on law, philosophy, religion, morality, arithmetic, medicine and other science. നമ്മുടെ പറയുന്നുണ്ട് ഓറിയന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റിന്റെ ഭാഗമായിട്ട് പല ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ സാർ ഡേറ്റ്സ് ഇമ്പോർട്ടന്റ് അല്ലേ? ഡേറ്റ്സ് ഇമ്പോർട്ടന്റ് തന്നെയാണ് മക്കളെ, ഡേറ്റ്സ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. എനിവേ നമ്മൾ ഡേറ്റ്സും ടൈം ലൈനും ഒക്കെ നമ്മൾ സെറ്റ് ആക്കി വെക്കുന്നുണ്ട് കോണ്ടന്റ് ആയിട്ട്. എങ്ങനെയാണ് മക്കൾ ടൈം ലൈനും മക്കൾ എങ്ങനെയാണ് ടൈം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ടൈം എങ്ങനെയാണ് മക്കൾ പഠിച്ചു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെക്കുന്നുണ്ട്. മാക്സിമം മക്കൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, മാക്സിമം മക്കൾ ക്ലാസ്സിലൊക്കെ വരികയാണെങ്കിൽ മക്കൾക്ക് മാക്സിമം എന്ത് കിട്ടും, ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടും. നമുക്ക് എങ്ങനെയാണ് എക്സാമിന് എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ള ഐഡിയാസ് കിട്ടും. മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ വില്യം ജോൺസിന്റെ കാര്യമാണ് പറയുന്നത്. വില്യം ജോൺസ് എന്ത് ചെയ്യാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് ഐഡിയോളജീസും കാര്യങ്ങളും ഇന്ത്യൻ ഐഡിയോളജീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി,
പഠിക്കാൻ തുടങ്ങി. ഓക്കെ, ഇന്ത്യയെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ഏഷ്യയെ കുറിച്ച് പഠിക്കണം, ഇത്തരം ആ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, ഓറിയന്റലിസം പഠിക്കാൻ വേണ്ടി, ഓറിയന്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു കൾച്ചറൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ആ ഒരു രാജ്യത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ എന്ന് വിശ്വസിച്ചിരുന്നു. Englishmen like Henry Thomas Colebrooke and Nathaniel Handheld were also busy discovering the ancient Indian heritage, mastering Indian language and translating Sanskrit and Persian works into English. അതായത് ഇവർ മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ വില്യം മാത്രമല്ല, ആരൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതർ പേഴ്സൺസും അല്ലെങ്കിൽ വില്യം ജോൺസും മാത്രമല്ല മറ്റ് ആളുകളും എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു, ഹെൻറി തോമസ് കോൾബ്രൂക്കും അതുപോലെ തന്നെ നഥാനിയൽ ഹെൽഹർഡും ഒക്കെ എന്തിൽ ബിസി ആയിരുന്നു, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ കൾച്ചർ പഠിക്കുന്നതിൽ, ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കുന്നതിൽ, ഇന്ത്യൻ ഹെറിറ്റേജ് പഠിക്കുന്നതിലൊക്കെ ബിസി ആയിരുന്നു. പുതിയ ചാപ്റ്റർ ആണ് മക്കളെ, എല്ലാവരും എത്തിയെന്ന് വിചാരിക്കുന്നുണ്ട്. യെസ്, together with them John set up a Asiatic Society of Bengal and started a journal called Asiatic Research. അപ്പോൾ ഇന്ത്യൻ ഏഷ്യയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി എന്ത് സ്റ്റാർട്ട് ചെയ്തു, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആര് സ്റ്റാർട്ട് ചെയ്തു, ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ആര് സ്റ്റാർട്ട് ചെയ്തു, ജോൺ സ്റ്റാർട്ട് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Johns and Colebrooke shared a deep respect for their ancient culture. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ ആൻഷ്യന്റ് കൾച്ചർ നമുക്ക് നേരത്തെ കണ്ട ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂ ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. ദെൻ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ലീഡേഴ്സും റൂളേഴ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിവ നമ്മൾ നേരത്തെ കണ്ട റൂളേഴ്സും അല്ലെങ്കിൽ നേരത്തെ കണ്ട ആളുകളിൽ നിന്നും ബ്രിട്ടീഷേഴ്സും ഒക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ജോൺസും അതുപോലെ കോൾബ്രൂക്കും ഒക്കെ എന്തിനെ റെസ്പെക്ട് ചെയ്തു, ആൻഷ്യന്റ് കൾച്ചറിനൊക്കെ റെസ്പെക്ട് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബോത്ത് ഇന്ത്യൻ ആൻഡ് വെസ്റ്റ് ഇന്ത്യൻ സിവിലൈസേഷൻ ദേ ഫെൽറ്റ് ഹാഡ് അറ്റൈൻഡ് ഗ്ലോറി in the ancient past but had subsequently declined. അതായത് ഇന്ത്യൻ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വെസ്റ്റ് ഇന്ത്യൻ ആണെങ്കിലും ഒക്കെ അവിടെയൊക്കെ എന്തുണ്ടായിരുന്നു, നല്ലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ഗ്ലോറിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ നല്ലൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവര് കണ്ടെത്തുകയാണ്. ഓക്കെ, അതായത് ഇന്ത്യനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടമെന്ന് പറയുന്നില്ല, ഇവരെന്ത് ചെയ്യാണ് ഏഷ്യയിലെയും അതുപോലെ തന്നെ ഇത്തരം രാജ്യങ്ങൾക്ക് ഡിസ്കവർ ചെയ്തുകൊണ്ട് അവരുടെ എന്താ പറയുക അവരുടേതായിട്ടുള്ള പാസ്റ്റിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാണ്, എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യ ഇറ്റ് വാസ് നെസസറി ടു ഡിസ്കവർ ദ സാക്രഡ് ആൻഡ് ലീഗൽ ടെക്സ്റ്റ് വിത്തിൻ ദ ആൻഷ്യന്റ് ടൈംസ്. അപ്പോൾ ഇന്ത്യയെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ഇന്ത്യയെ കൃത്യമായിട്ട് ഡിസ്കവർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇന്ത്യയുടെ സാക്രഡ് ആയിട്ടുള്ളതും മാത്രം ലീഗൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം, ആൻഷ്യന്റ് ടൈംസിൽ ഉണ്ടായിട്ടുള്ള ബുക്സ് ഒക്കെ വായിച്ചാൽ മാത്രമേ പറ്റൂ എന്നൊക്കെയായിരുന്നു ആര് വിശ്വസിച്ചിരുന്നത്, ഓറിയന്റലിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നത്. ബട്ട് ഇന്ത്യ അത്രയും എന്താ പറയാ, ഇന്ത്യയുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വേസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ബുക്സ് എന്ന് പറയുന്നത് അത്രയും വേസ്റ്റ് ആണ്, ഇന്ത്യയുടെ സയൻസ് എന്ന് പറയുന്നത് അത്രയും വേസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടർ കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, രണ്ട് കാറ്റഗറി നമുക്ക് പഠിക്കാനുണ്ട്. എന്തായാലും ഇവർ ഗ്ലോറിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ എന്താ പറയാ ഇന്ത്യയുടെ പാസ്റ്റ് അത്രത്തോളം ശ്രേഷ്ഠമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഓപ്പോസിറ്റ് ഒരു ടീമും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇല്ലേ മക്കളെ, വായിച്ച മക്കൾക്ക് അറിയാലേ, ഒരു ഫയർ ഇട്ടെ, പഠിക്കാനുണ്ടോ ഇല്ലേ, ഒന്ന് ഫയർ ഇട്ടെ നോക്കട്ടെ. Then Johns and Colebrooke went about discovering ancient texts, understanding their meaning, translating them and making their finding known to others. അപ്പോൾ ഇവിടെ പറയുന്നത് അവർ കുറെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും അതിന് കുറെ ഫൈൻഡിങ്സ് ഒക്കെ കൊടുക്കുകയും അവരെന്ത് ചെയ്യണം, അത് മനസ്സിലാക്കുകയും. തപസ് രഞ്ജൻ അഗെയിൻ ഡൗട്ടാന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, ഡൗട്ട് കമന്റ് ചെയ്തോളി മക്കളെ. സോ വൈ ഓൺലി ലീഗൽ ടെക്സ്റ്റ് അന്നുണ്ടായിരുന്നു മക്കൾ, അന്ന് അത്രത്തോളം എന്താ പറയുക നമുക്ക് കാണുകയാണെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് ലീഗൽ ടെക്സ്റ്റ് ഒക്കെ ആയിരുന്നു. അന്നത്തെ ആളുകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അന്നത്തെ ആളുകളുടെ ലോസ് എങ്ങനെയായിരുന്നു, അന്നത്തെ റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഒരു ആൻഷ്യൻ സൊസൈറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലീഗൽ ടെക്സ്റ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പൊ അവരൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, മറ്റാളുകൾ അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. Several company officials felt that Hindus and Muslims ought to be taught what they were already familiar with and what they valued and treasured instead of subjects that were alien to them. അപ്പോൾ എന്ത് ചെയ്യാണ്, പല ആളുകളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പല ഒഫീഷ്യൽസിനും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. യെസ്, ക്ലിയർ അല്ലേ തപസ്? ഓക്കെ, അപ്പൊ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളല്ല പഠിക്കേണ്ടത്, കുറെ മറ്റു കാര്യങ്ങൾ പഠിക്കണം എന്ന് വിശ്വസിക്കുകയും. ഇറ്റ് വാസ് തോട്ട് ദാറ്റ് ദിസ് വാസ് ഓൺലി വേ ദ ബ്രിട്ടീഷ് കുഡ് വിൻ ദ ഹേർട്സ് ഓഫ് ദ നേറ്റീവ് ആൻഡ് കുഡ് ഏൺ ദെയർ റെസ്പെക്ട്. അപ്പോൾ ഇന്ത്യൻസ് എന്ത് പഠിക്കണം, ബ്രിട്ടീഷേഴ്സിന്റെ കൾച്ചർ പഠിക്കണം, ബ്രിട്ടീഷേഴ്സിന്റെ ലാംഗ്വേജ് പഠിക്കണം. അപ്പൊ മാത്രമേ ബ്രിട്ടീഷേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ത്യൻസിന്റെ അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രിട്ടീഷ് കൾച്ചർ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ എന്ന് ആര് റിയലൈസ് ചെയ്തു? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ബ്രിട്ടീഷേഴ്സും പല ഓഫീഷ്യൽസും എന്ത് ചെയ്തു, റിയലൈസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും.
Okay. Then a madrasa was set up in Kolkata in 1781 to promote the study of Arabic, Persian and Islamic law. എന്ത് ചെയ്തു കൊൽക്കത്തയിൽ 1781 എന്ത് സെറ്റപ്പ് ചെയ്തു? ഒരു മദ്രസ സെറ്റപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? നമുക്ക് കാണാൻ പറ്റും എന്തിനു വേണ്ടിയാണ്? അറബിക് ലാംഗ്വേജും പേർഷ്യൻ ലാംഗ്വേജും ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹിന്ദു കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബനാറസ്. ഇതൊക്കെ വർഷം പഠിച്ചോളൂ മക്കളെ. 1791 എന്ത് ബനാറസിലെ കോളേജ് എന്ത് ചെയ്തിട്ടുള്ളത്? സാൻസ്ക്രിറ്റ് കോളേജ് അല്ലെങ്കിൽ ഹിന്ദു കോളേജ് എന്ത് ചെയ്തിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് to encourage Sanskrit texts that would be useful administration of the country. കൺട്രിയുടെ അഡ്മിനിസ്ട്രേഷൻ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള സാൻസ്ക്രിറ്റ് കൾച്ചർ എന്ത് ചെയ്യണം? സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് എന്ത് ചെയ്യണം? സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഹിന്ദു ബനാറസ് എന്ത് ചെയ്തിട്ടുള്ള സർവകലാശാല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. Not all officials shared these views. Many were very strong to their criticism of Orientalism. എല്ലാ ആളുകൾക്കും ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറെ ആളുകൾ എന്ത് ചെയ്തു? ഇതിനെ ഒപ്പോസ് ചെയ്തു. കുറെ ആളുകൾ എന്ത് ചെയ്തു? ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തു. ബിക്കോസ് ഇന്ത്യയിലല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറെ എറേഴ്സ് ആണ്, ഇവിടെ കുറെ സയൻസ് ഒക്കെ എറേഴ്സ് ആണ് എന്ന് വിശ്വസിച്ചിരുന്ന വലിയൊരു കാറ്റഗറി ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ജെയിംസ് വാസ് വൺ ഓഫ് ദോസ് ഹു അറ്റാക്ക്ഡ് ദ ഓറിയന്റലിസ്റ്റ്. ഓറിയന്റലിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യാൻ മീൻസ് അവർ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുള്ള, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോയിസ് റൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്? ജെയിംസ് മില്ലർ നമുക്ക് കാണാൻ പറ്റും. ജെയിംസ് മില്ലറെ കുറിച്ച് മക്കൾ പഠിച്ചിട്ടുണ്ട്. ഇല്ലേ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ജെയിംസ് മില്ലിനെ കുറിച്ച് മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻസ് ഷുഡ് ബി മേഡ് ഫെമിലിയർ വിത്ത് ദ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വാൻസസ് ദ വെസ്റ്റ് ഹാഡ് മേഡ് റാദർ ദാൻ ഇറ്റ് വാസ് പോയട്രി ആൻഡ് സൈക്രഡ് ലിറ്ററേച്ചർ ഓഫ് ദ ഓറിയന്റ്. നമ്മൾ പറയുന്നത് ഇന്ത്യക്കാർക്ക് എന്ത് പരിചയപ്പെടുത്തി കൊടുക്കണം? അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരെടുത്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന രീതിയിലുള്ള എന്ത് പരിചയപ്പെടുത്തി കൊടുക്കണം? സയൻസ് ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. അവർക്ക് അറിയുന്ന സയൻസും ടെക്നോളജീസും എവരുടെ ഫെമിലറൈസ് ചെയ്യണം. ഇന്ത്യയിൽ അല്ലാതെ പാട്ടും കാര്യങ്ങളും മാത്രം പോരാ എന്നാര് വിശ്വസിച്ചു? ജെയിംസ് മില്ലിനെ പോലെ പേഴ്സൺസ് വിശ്വസിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട് മക്കൾക്ക്. ഓക്കെ, എവിടെയെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്തോളൂ? കമന്റ് ചെയ്തോളൂ. Okay, next നമുക്ക് പറയാനുള്ളത് തന്നെയാണ് തോമസ് ബാബിംഗ്ടൺ മെക്കോളെ, another critic of Orientalism, saw Indians as uncivilized country that needed to be civilized. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അൺസിവിലൈസ്ഡ് ആണ്, ഇന്ത്യൻസ് എന്ന് പറയുന്നത് ലോക്കൽസ് ആണ് എന്നാണ് ആര് പറയുന്നത്? മെക്കാളെ പറയുന്നത്, അല്ലെങ്കിൽ തോമസ് ബാബിംഗ്ടൺ മെക്കാളെ പറയുന്നത്. അദ്ദേഹം എന്താണ് വിശ്വസിക്കുന്നത്? ഇന്ത്യൻസിനെ സിവിലൈസ് ചെയ്യണം. അത് ആർക്കേ പറ്റുള്ളൂ? ബ്രിട്ടീഷുകാർക്കേ പറ്റുള്ളൂ. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അൺസിവിലൈസ്ഡ് ആണ്, അപരിഷ്കൃതരായിട്ടുള്ള ആളുകളാണ്. അവരെന്ത് ചെയ്യണം? സിവിലൈസ് ചെയ്യണം. അവരെന്ത് ചെയ്യണം? പരിഷ്കരിക്കണം എന്ന് ആര് പറയാണ്? അവരെ പരിഷ്കൃതരാക്കണം, അവരെ മോഡേണൈസ് ചെയ്യണം എന്ന് ആര് പറയാണ്? മെക്കാളെ പറയാണ്. അപ്പൊ ഇന്ത്യൻസ് എന്ന് പറയുന്നത് പോരാ, uncivilized persons ആണ് എന്നാണ് ആര് പറയുന്നത്? മെക്കാളെ പറയുന്നത്. Then he emphasized to the need teach Indians the English language. ഇന്ത്യൻസിന് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? മാറുള്ളൂ. അപ്പൊ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? സിവിലൈസ്ഡ് ആവുള്ളൂ. അപ്പൊ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? പരിഷ്കൃതരാവുള്ളൂ എന്നാണ് ആര് പറയുന്നത്? മെക്കാളെ പറയുന്നത്. ആര് പറഞ്ഞ മക്കളെ? അബ്ദുള്ള സാർ പറയുന്നല്ല, മെക്കാളെ പറയുന്നത്. Okay, the English Education Act of 1835 was introduced. Its motive was to make English the medium of instruction of for higher education. Higher education medium ആയിട്ട് എന്ത് വേണം? ഇംഗ്ലീഷ് മതി എന്നാണ് ആര് പറയുന്നത്? നമുക്ക് ഈ ഒരു ആക്ട് 1835 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. Then to stop the promotion of Oriental institutions like Kolkata Madrasa and Banaras Sanskrit College. അപ്പൊ ബനാറസ് കോളേജും അതുപോലെ തന്നെ കൊൽക്കത്ത മദ്രസ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും പ്രൊമോട്ട് ചെയ്യേണ്ട, ഓറിയന്റലിസത്തെ പ്രൊമോട്ട് ചെയ്യേണ്ട. എന്ത് കൊടുത്താൽ മതി? ഇംഗ്ലീഷ് കൊടുത്താൽ മതി, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്താൽ മതി. ഇംഗ്ലീഷ് ത്രൂ മാത്രമേ സിവിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യൻസിനെ എന്നാണ് ഇവർ വിശ്വസിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then education for commerce, Wood's dispatch. In 1854, an education dispatch, popularly known as Wood's dispatch, was sent to India. Okay, Wood's dispatch എന്താണെന്ന് നോക്കാം. Outlining the education policy that was to be followed in India, it emphasized once again the practical benefits of the system European learning. Okay, Wood's dispatch നമുക്ക് കാണാൻ പറ്റും. അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, യൂറോപ്യൻ ലേണിംഗ് വുഡ് enable Indians to recognize the advantages that flow from the expansion of trade and commerce,
to make them see the importance of developing countries' resources to improve moral characters of Indians. Okay, അപ്പൊ ഇന്ത്യയിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന കൊമേഴ്സിനും ട്രേഡിന്റെ ഒക്കെ എക്സ്പാൻഷനും അതിന് ഇമ്പോർട്ടൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഇന്ത്യൻസിനെ അറിയിക്കണം. ഇത്തരത്തിലൊക്കെ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ അതർ നാഷൻസിന്റെ ഒക്കെ റിസോഴ്സസിന്റെ വെൽത്ത് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒക്കെ എന്ത് ചെയ്യണം, ഇന്ത്യൻസിന് ഒരു ഐഡിയോളജി കൊടുക്കണം എന്നാണ് പറയുന്നത്. Then it would make them truthful and honest and the supply of the company with civil servants who could be trusted. Okay, 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 okay മക്കളെ. യെസ്, കുറെ ആളുകളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. എന്ത് പറ്റി? ഉറങ്ങിപ്പോയാ? ഡാറ്റ തീർന്നോ മക്കളെ? ഓക്കെ, കമ്പനി റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ, കമ്പനി വിശ്വസിക്കുന്ന രീതിയിലുള്ള സിവിൽ സർവൻസ് ഒക്കെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിൽ പറയുന്നത്. ദ ബ്രിട്ടീഷ് took several measures. They set up education departments of government. Universities were established in Calcutta, Madras and Bombay. ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു, ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ പാസ്സാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നടപ്പിലാക്കാൻ വേണ്ടി കുറെ സ്റ്റെപ്സ് ഒക്കെ എടുത്തു. അതിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ആണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, up to the mid-19th century, the company's primary concern was to improve higher education. 19th centuryയുടെ കമ്പനിയുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞ എന്തായിരുന്നു, പ്രൈം കൺസേൺ എന്ന് പറഞ്ഞ എന്തായിരുന്നു, ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു. ഓക്കെ, then the company engaged William Adam, a Scottish missionary, to assess the educational framework for the vernacular schools. ഓക്കെ, കമ്പനി ആരെ പ്രൊമോട്ട് ചെയ്തു? വില്യം ആദമിനെ പ്രൊമോട്ട് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്കോട്ടിഷ് മിഷണറി ആണ്. ഓക്കെ, വെർനാക്കുലർ സ്കൂളിലൊക്കെ എസ്റ്റാബ്ലിഷ്മെന്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, റീഫോംസ് കൊണ്ടുവരുന്നതിൽ ആർക്ക് വലിയ റോൾ ഉണ്ടായിരുന്നു? നമ്മൾ ഈ പറഞ്ഞ പേഴ്സൺസിന്. ഓക്കെ, വെർനാക്കുലർ ഇറ്റ് റെഫേഴ്സ് ടു എ ലോക്കൽ ലാംഗ്വേജ് ഓർ ഡയലക്ട്സ് ആസ് ഡിസ്റ്റിങ്ക്ട് ഫ്രോം സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് പുറപ്പെടുന്ന ഒരു ലോക്കൽ ലാംഗ്വേജ് ആണ്. ലൈക്ക് ഇപ്പൊ നമ്മുടെ മലയാളം അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജ് എന്നൊക്കെ പറയില്ല, അത്തരം ലാംഗ്വേജ് ആണ് വെർനാക്കുലർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. It was discovered that there were at least 1 lakh പാഠശാലാസ് in Bengal and Bihar regions in the past. അതായത് ഇദ്ദേഹത്തിന്റെ എന്താ പറയാ, വില്യം ആദമിനെ എന്ത് ചെയ്തു, ഡ്യൂട്ടി കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഡിസ്കവർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് മക്കളെ? 1 lakh പാഠശാലാസ് എവിടെ ഉണ്ട്? ബംഗാളിലും ബീഹാറിലും മാത്രമായിട്ട് ഇന്ത്യയിലുണ്ട്. ഓക്കെ, 90% ഡാറ്റ ഓവർ എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. ദീസ് പാഠശാല അറൌണ്ട് 20 lakh സ്റ്റുഡൻസ് വെർ തോട്ട്. അപ്പൊ ഈ പാഠശാലയിലൊക്കെ ടോട്ടൽ എന്തിനാണ്, ഏകദേശം ഒരു 20 ലക്ഷം മക്കളെങ്കിലും ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. The പാഠശാലാസ് were the flexible schooling system in place. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കൂളിംഗ് സിസ്റ്റം ആണ്, അന്നുണ്ടായിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് പാഠശാലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, മാറ്റണം എന്നൊക്കെയാണ് ഇവരുടെ പഠന റിപ്പോർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഡ്രോബാക്സ് ഓഫ് ലോക്കൽ സ്കൂൾസ് നോക്കുകയാണെങ്കിൽ പാഠശാലാസ് ലാക്ക്ഡ് ഫിക്സ്ഡ് പ്രൈസ് സ്ട്രക്ചർ ഇല്ല, അവിടെ എന്തില്ല, കൃത്യമായിട്ടുള്ള ഫീ ഒന്നും ഇല്ല, പ്രിന്റഡ് ലിറ്ററേച്ചർ ഇല്ല, എഴുതപ്പെട്ട ബുക്കോ കാര്യങ്ങളോ ഇല്ല, സെപ്പറേറ്റ് സ്കൂൾ ബിൽഡിംഗ് ഇല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കൂൾ ബിൽഡിംഗ് ഒന്നും ഇല്ല. ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, പഠിപ്പിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സ്കൂൾ ബിൽഡിങ്ങോ കാര്യങ്ങളോ ഇല്ല. ബെഞ്ചസോ ചെയർസോ ഇല്ല, ബെഞ്ചോ കസേരയോ ഒന്നും ഇല്ല. ബ്ലാക്ക് ബോർഡ്സ് ഇല്ല. പിന്നെയോ സെപ്പറേറ്റ് ക്ലാസ്സസ് ഇല്ല. റോൾ ഓൾ കോൾ രജിസ്റ്റേഴ്സ് ഇല്ല. ആനുവലി എക്സാമിനേഷൻ ഇല്ല. മക്കൾ വിചാരിക്കുന്നുണ്ടാവും, മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി അല്ലെ, ബിക്കോസ് അവിടെ ഇതൊന്നും ഇല്ല, ലെക്കല്ലേ. സ്കൂളിൽ എന്താണ് പറയാ, ബുക്കില്ല, പ്രിന്റഡ് ലിറ്ററേച്ചർ ഇല്ല എന്ന് പറയും, ബുക്കില്ല, ബ്ലാക്ക് ബോർഡ് ഇല്ല, എക്സാമിനേഷൻ ഇല്ല, റെഗുലർ ആയിട്ടുള്ള രജിസ്റ്റർ ഇല്ല, സെറ്റ്. ഇപ്പൊ ആണെങ്കിൽ പൊളിച്ചടക്കായിരുന്നു നമുക്ക് അല്ലെ. അപ്പൊ അന്നൊക്കെ സ്കൂളുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു, പാഠശാലാസ് ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ പാഠശാലാസ് ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ എന്തില്ല മക്കളെ, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഇപ്പോഴായിരുന്നെങ്കിൽ ലെക്കായിരുന്നു വിചാരിക്കുന്ന മക്കൾക്ക് ഒരു ഫയർ ഇട്ടേ നോക്കട്ടെ. ഇപ്പോഴായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് പറയാ, മോനെ മനസ്സിൽ ലഡു പൊട്ടി. യെസ്, ലഡു ഒക്കെ പൊട്ടി അവിടെ ബേക്കറി സെറ്റ് ആക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ലഡു പൊട്ടിയിട്ടൊക്കെ മക്കൾ നിൽക്കുന്നുണ്ട്. യെസ്, പോയോ മക്കളൊക്കെ? അവിടെ പോവായിരുന്നു അല്ലെ. യെസ്, ഇപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ലെക്കായിരുന്നു അല്ലെ. യെസ്, അവിടെ അടിച്ചു പൊളിക്കായിരുന്നു, അങ്ങനത്തെ ഒരു സ്കൂൾ ഉണ്ടായെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അന്ന് പാഠശാലാസ് എന്താണ് പറയാ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഫ്രീ എന്താ പറയാ, ഫ്രീ എഡ്യൂക്കേഷൻ ആണെന്നല്ല, ഡിഫറെന്റ് ആളുകൾക്ക് അനുസരിച്ചായിരുന്നു എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫാമേഴ്സിന്റെ മക്കൾക്കൊക്കെ കൂടുതൽ കൺസേൺ ചെയ്തിരുന്നു. അവർക്കൊക്കെ എന്താ നമ്മൾ പറയുകയാണെങ്കിൽ ഹാർവസ്റ്റിംഗ് ടൈമിലൊക്കെ അവർക്ക് എന്ത് ചെയ്തിരുന്നില്ല,
അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹാർവസ്റ്റിംഗ് ടൈമിലൊക്കെ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്കൂളിൽ വരേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന് സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. ഓക്കെ, ന്യൂ റൂട്ടീൻസ് ആൻഡ് ന്യൂ റൂൾസ്. അപ് ടു ദ മിഡ് 19th century, the company was concerned primarily with the higher education, so it allowed the local പാഠശാല to function without much interfere. ഓക്കെ, അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് പുതിയ എന്താണ് പറയാ, കമ്പനി എന്ത് തീരുമാനിച്ചു, എന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തീരുമാനിച്ചു? യെസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. പ്രൈമറി കൺസേൺ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എഡ്യൂക്കേഷൻ ആണ്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് തന്നെ ലോക്കൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വെൻ ക്ലാസ്. ഓക്കെ മക്കളെ, ഇനി 2 ചാപ്റ്റേഴ്സ് റിമൈൻഡ് ബാക്കിയുണ്ട്, നമുക്ക് നോക്കാം. After 1854, company decided to improve the system of vernacular education. Vernacular education system എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാമെന്ന് 1854 കൂടി കമ്പനി ഡിസൈഡ് ചെയ്തു. The country's flexible education system was based on country's socio-economic system. നമുക്ക് കാണാൻ പറ്റും. യെസ്, കൺട്രീസ് ഉണ്ടായിട്ടുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. യെസ്, അവിടെ ആളുകൾക്ക് എന്താ പറയാ, അവരുടെ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ചുള്ള സിസ്റ്റം. നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ യെസ്, അവരുടെ ഹാർവസ്റ്റിംഗ് ടൈം ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ട, സ്കൂൾ അവധിയാണ്, അങ്ങനെയൊക്കെ രീതിയിലുള്ള സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. Then the objectives to impose routines, to establish new standards, to conduct frequent inspections within the existing education system. പിന്നീട് എന്ത് ചെയ്തു, കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള റൂട്ടീൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യണം. പിന്നെയോ ന്യൂ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൊണ്ടുവരണം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തണം. ഇതിനൊക്കെ വേണ്ടി കുറച്ചൊക്കെ എന്ത് ചെയ്തു, മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ കമ്പനി അപ്പോയിന്റ് പണ്ഡിറ്റ്സ് ടു ഗവൺമെന്റ്, അതായത് പണ്ഡിത്തുകൾ അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഇത്തരത്തിലുള്ള ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി പണ്ഡിറ്റ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്തു. അണ്ടർ ഈച്ച് പണ്ഡിറ്റ് 4 to 5 പാഠശാല, 4-5 പാഠശാലാസിന് എത്ര പണ്ഡിറ്റ്സ് ഉണ്ടായിരുന്നു സാർ? എല്ലാവരുടെയും എഞ്ചിൻ ഓഫ് ആവുന്നുണ്ട്, പെട്രോൾ ഫിനിഷ് ആയെന്ന് തോന്നുന്നുണ്ട്. യെസ്, ഒബ്വിയസ്ലി കുറച്ചൊക്കെ ടൈം ആയതുകൊണ്ട് തന്നെ മേ ബി ചാർജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, നെറ്റൊക്കെ ഡാറ്റ ഒക്കെ തീർന്നിട്ടുണ്ടാവും നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ പണ്ഡിറ്റ്സിനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു. ഓരോ എന്താ പറയാ, ആ പണ്ഡിറ്റിനും കീഴിൽ 4-5 സ്കൂൾസ് പാഠശാലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ദി ഗവൺമെന്റ് പണ്ഡിറ്റ്സ് വേർ ദി ചാർജ് ഇൻ എൻഫോഴ്സിംഗ് ദ കമ്പനി ലോസ് ആൻഡ് റെഗുലേഷൻസ്. കമ്പനിയുടെ ലോസും റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കാന്നുള്ളതായിരുന്നു അവരുടെ റൂള്. നമ്മൾ പറഞ്ഞ പാഠശാലയിലുള്ള പണ്ഡിറ്റ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. വൺ ഓഫ് ദ സിസ്റ്റം ഡ്രോബാക്സ് വാസ് ദാറ്റ് ഡ്യൂറിംഗ് ഹവേഴ്സ് ചിൽഡ്രൻ ഫ്രം ലോ ഇൻകം ഹൗസ് ഹോൾഡ് വെർ റിക്വയർഡ് ടു അറ്റൻഡ് സ്കൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് യെസ്, ഫാമേഴ്സിന്റെ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഹാർവസ്റ്റിംഗ് പീരീഡും എന്ത് ചെയ്യണം, ക്ലാസ്സിലേക്ക് വരണം എന്നുള്ളത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, ദെൻ any disobedience of the rules was considered indiscipline. ആരെങ്കിലൊക്കെ ഇത് കൃത്യമായിട്ട് പാലിക്കുന്നില്ല, കൃത്യമായിട്ട് സ്കൂളിൽ വരുന്നില്ല, അറ്റൻഡൻസ് ഒന്നുമില്ല, അങ്ങനെ വരുമ്പോൾ അതിനെ ഇൻഡിസിപ്ലിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും, ഫാമേഴ്സിന്റെ മക്കൾക്കൊക്കെ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. യെസ്, ക്ലിയർ 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 സാർ പ്ലീസ് എന്താ ക്ലാസ് പറയുന്നുണ്ട്. ഓക്കെ, സാർ എന്തായാലും നമ്മൾ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ വൃത്തുട്ടാ മക്കൾ എന്ത് ചെയ്യാം, ലൈവ് ഇപ്പൊ ചാർജ് ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ട് കാണാം. ചാർജ് തീർന്ന മക്കൾ മാത്രം, അല്ലാത്ത മക്കൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കാണാം. എനിവേ നമുക്ക് നോക്കാം. ദ അജണ്ട ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഹാസ് എൻസ്ലേവ്ഡ് us. നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യും, യെസ് എൻസ്ലേവ്ഡ് ആക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടിമപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നാണ് പറയുന്നത്. സെവറൽ ഇന്ത്യൻസ് ഓൾസോ വാണ്ടഡ്, ഗാന്ധിജിയെ പോലെയുള്ള ആളുകളൊക്കെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആ സമയത്ത് ഒപ്പോസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സെവറൽ ഇന്ത്യൻസ് ഓൾസോ വാണ്ടഡ് ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ഇൻ ദ കൺട്രി. ദ ഇന്ത്യൻസ് ഫെൽറ്റ് ദാറ്റ് ദ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വുഡ് ഹെൽപ്പ് മോഡർണൈസ് ഇന്ത്യ. ഹെൻസ് ദേ urged the British to open more and more schools, colleges and universities. ഓക്കെ, ഇന്ത്യൻ എഡ്യൂക്കേഷൻസ് ഒക്കെ ഇന്ത്യൻ എന്ത് ചെയ്തു, എഡ്യൂക്കേഷനൊക്കെ എന്ത് ചെയ്യണം, കൺട്രിയിലെ എഡ്യൂക്കേഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യണം ആരാഗ്രഹിച്ചിരുന്നു, ഇന്ത്യൻസും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യും, അവരുടെ ഐഡിയോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ കാരണമാവും, കുറച്ചും കൂടി മോഡേണൈസ് ചെയ്യും ഇന്ത്യ എന്ന് വിശ്വസിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ എന്താ പറയാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അവര് താല്പര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അജണ്ട എന്താ, അജണ്ട എന്ന് പറഞ്ഞാൽ തീരുമാനം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, English education has slaved us. They were dead against Western education. Then he felt that Gandhiയെ കുറിച്ച് പറയുകയാണെങ്കിൽ he felt that ഓക്കെ ബാറ്ററി വെരി ലോ എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. ഓക്കെ, ബാറ്ററി ലോ ആയിട്ടുള്ള മക്കൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം മക്കൾ എന്ത് ചെയ്യാൻ കാണാം. ഓക്കെ, ഇനി
He felt that colonial education had enslaved Indians and created a sense of inferiority in the minds of Indians. It had them see Western civilization as superior and destroyed the pride they had in their own culture. അതായത് കൊളോണിയൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യും, ഇന്ത്യയിൽ എൻസ്ലൈവ്ഡ് ആക്കുകയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് ആണ് ബെറ്റർ, ബ്രിട്ടീഷ് കൾച്ചറാണ് ബെറ്റർ എന്നൊരു തോട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. Then with the spread of national movement, other thinkers also began think of a system of education which would be different from that one set up by the British set up ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് ഡിഫറെന്റ് വ്യൂസ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ടാഗോർസ് അബൌട്ട് സ്പീസ് ശാന്തിനികേതൻ in 1901, creative learning could be encouraged only within the natural environment where children could cultivate their natural creativity. കുറച്ചും കൂടി നാച്ചുറൽ എൻവയൺമെന്റിനായിരിക്കും ആര് പ്രൊമോട്ട് ചെയ്തിരുന്നത്? ശാന്തിനികേതൻ എന്ന് പറയുന്ന നമുക്ക് കാണാൻ പറ്റും ടാഗോറിന്റെ അബൌട്ട് ഓഫ് പീസ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഇടം ഒക്കെയാണ് ആര് സൃഷ്ടിച്ചിരുന്നത്? ടാഗോർ സൃഷ്ടിച്ചിരുന്നത്. ഗാന്ധിജി ആസ് ഹൈലി critical of Western civilization and its worship machines and technology. ഗാന്ധിജി എന്തിനെ ഒപ്പോസ് ചെയ്തിരുന്നു? വെസ്റ്റേൺ സിവിലൈസേഷനെയും അതുപോലെ തന്നെ അവരുടെ മെഷീൻസിനെയും ടെക്നോളജീസിനൊക്കെ ഒപ്പോസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്രാഫ്റ്റിനൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആര് പറഞ്ഞിരുന്നു? ഗാന്ധിജി പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടാഗോർ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റേൺ സിവിലൈസേഷനും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് ടാഗോർ എന്ത് ചെയ്തിരുന്നത്? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ടാഗോർ ചെറുപ്പകാലത്തെ സ്കൂളുകളിലൊന്നും വലിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്ത് സ്കൂൾ സഫർ ചെയ്യുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരു സ്കൂളിന് ഒരു പ്രിസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു പേഴ്സണായി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, the goal of national education was to again spirit nationality among the students. Then ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഡിഫറെന്റ് ഇന്ത്യൻസിന്റെ പെർസ്പെക്ടീവ്സ് ആണ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പല ആളുകളും ഒപ്പോസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം എന്നുള്ള ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ടുഡേ സൊസൈറ്റി വാസ് ഫാർ ബെറ്റർ ഫ്രോം ദ 200 years ago നമ്മളിവിടെ പറയുന്നുണ്ട്. ഇറ്റ് ജുബൈന CK NCERT ടെക്സ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജുബൈന ഇത് 8th ആണ് ക്ലാസ് മക്കളെ, 8th CBSE ക്ലാസ് ആണ്. ജുബൈന ക്ലാസ് അറിയാവുന്നതാണോ? മനസ്സിലായ മക്കൾ ഒരു ഫയൽ ഇട്ടാ നോക്കട്ടെ. ജുബൈന CBSE ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സിലായ മക്കൾ ഒരു ഫയൽ ഇട്ടാ നോക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് എന്തായാലും. ഓക്കെ ഫയർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ നേരത്തെ സാർ പറഞ്ഞു 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 4 ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി ലൈൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെ ഡിസ്കസ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ മക്കൾ ഈ ചാപ്റ്റർ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും സാർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അത് മക്കൾ എന്ത് ചെയ്യുക? നേരത്തെ പറയുന്നത് പോലെ തന്നെ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞാണ് ഈച്ച് ആൻഡ് എവറി ലൈൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ സാർ എല്ലാ സ്ലൈഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണുമ്പോഴെങ്കിലും സാർ ഇങ്ങനെ സ്ലൈഡ് മൂവ് ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി ഓർമ്മയുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് എല്ലാ സ്ലൈഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. സാർ എന്തായാലും മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്. Okay, today's society is far better from that of 200 years ago. 200 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തേനേക്കാൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇന്നത്തെ സൊസൈറ്റി കുറെ മാറ്റങ്ങളുണ്ട്. 200 വർഷം മുമ്പൊക്കെ എത്രയോ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. 200 years ago the lives of women were totally different from what is today. നമ്മൾ ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്നത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ. MCQs നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടാവും കേട്ടോ, സെപ്പറേറ്റ് ലൈവ്സ് ആയിരിക്കും കേട്ടോ മക്കളെ. യെസ്. ഓക്കെ. അപ്പൊ 200 വർഷം മുമ്പ് ഇന്ന് കാണുന്ന രീതിയിലായിരുന്നു. there were so many restrictions imposed on women. വിമൻസിനെ അഗൈൻസ്റ്റ് ആയിട്ട് വിമൻസിന്റെ മേലെ കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല, നോ റൈറ്റ് ടു പ്രോപ്പർട്ടി, എന്താ പറയാ, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അവർക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ചെറിയ വയസ്സിൽ തന്നെ എന്ത് ചെയ്തിരുന്നു, മാരീഡ് ആയിരുന്നു കുറെ മക്കളൊക്കെ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സാർ ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് എടുക്കുമോ? നമുക്ക് നോക്കാം മക്കളെ, നമുക്ക് ചാപ്റ്റർ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ഒക്കെ പോകാട്ടോ. യെസ്, ഇന്നിപ്പോൾ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടൈമിന്റെ ലിമിറ്റേഷൻ മക്കൾക്ക് എല്ലാവരും അറിയുന്നു സാർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, then both Hindu and Muslim men could marry more than one wife.
ഓക്കെ, ഹിന്ദു ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും എന്ത് പറ്റിയിരുന്നു, അവർക്ക് കൂടുതൽ കല്യാണം കഴിക്കാനൊക്കെ എന്ത് ചെയ്തിരുന്നു, റൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിമൻസിന്റെ സിറ്റുവേഷൻ ആണ് പറയുന്നത്, ട്രാജിക് കണ്ടീഷൻ ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്, സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി വിഡോസ് വെയർ പ്രൈസ്ഡ് ആൻഡ് കോൾഡ് സതീസ് മീനിങ് വിർച്വസ്. നമ്മളോട് പറയുന്നുണ്ട് വിഡോസ് എന്താ പറയാ, വിഡോസിനെ സതിയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു, അതുപോലെ തന്നെ വിധവകളായി തന്നെ കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മളെ വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം എന്നുള്ള ചാപ്റ്റർ ആണ് മക്കളെ. എക്സാക്ട്ലി വിമൻ കാസ്റ്റ് ആൻഡ് റിഫോം എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ വിഡോസിനൊക്കെ എന്ത് ചെയ്യുന്നു, വിഡോസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര കാര്യമാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് സതി പോലുള്ള ആചാരങ്ങളൊക്കെ മാക്സിമം പ്രൊമോട്ട് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇഫ് ദേ ചൂസ് ടു ബൈ ബേണിംഗ് ദം സെൽഫ് ഓൺ ഫ്യൂണറൽ പ്രേസ് ഫോർ ദെയർ ഹസ്ബൻഡ്. സതി എന്താന്ന് മക്കൾക്ക് അറിയാം അല്ലെ, ഹസ്ബൻഡ് മരിക്കുമ്പോൾ അതിൽ തന്നെ അതേ ചിതയിൽ തന്നെ എന്താ പറയാ കത്തിച്ചാരമാവുക. ഇവിടെ നമുക്കൊരു പിക്ചറൊക്കെ കാണാൻ പറ്റും അല്ലെ, വില്ലൻ പെൻഡിങ് ആണത് അബോളിഷ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഓക്കെ 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 സാർ 9 PM ക്ലാസ് കട്ട് ചെയ്തേക്ക്. ഇല്ല മക്കളെ, കട്ട് ചെയ്യുന്നില്ല, നമ്മൾ തീരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ സാർ മൂവ് ചെയ്യുന്നുണ്ട്. യെസ്, സതി മക്കൾ പഠിച്ചതല്ലേ. യെസ്, അപ്പോൾ തന്നെ സൊസൈറ്റി നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി ആയിരുന്നു. ബ്രാഹ്മൺ, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ബ്രാഹ്മൺസ് അപ്പർ കാസ്റ്റ് ആയിരുന്നു, ക്ഷത്രിയാസും. ദെൻ ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ആയിരുന്നു വൈശ്യാസ് എന്ന് പറഞ്ഞ്. ശൂദ്രാസ് എന്ന് പറഞ്ഞ പെസൻസ്, ആർട്സ്, വീവേഴ്സ് ആൻഡ് പോർട്ടേഴ്സ് ആയിരുന്നു, ലോ കാസ്റ്റ് ആയിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഇങ്ങനെ സൊസൈറ്റി കാറ്റഗറൈസ് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ റൈറ്റ് ഉണ്ടായിരുന്നു ബ്രാഹ്മൺസിലായിരുന്നു, ഹയർ അതോറിറ്റിക്കായിരുന്നു. ഇങ്ങനെ സൊസൈറ്റിയിലും എന്തുണ്ടായിരുന്നു, കാറ്റഗറൈസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ അപ്പർ കാസ്റ്റ് ഓൾസോ treated many of these groups of bottom as untouchable. upper caste അവരുടെ ബോട്ടം, ദാറ്റ് മീൻസ് ഏറ്റവും ലോവർ കാസ്റ്റ് അൺടച്ചബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തീണ്ടിക്കൂടായ്മ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. they were not allowed to enter temple. ടെമ്പിളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കും ഉണ്ടായിരുന്നില്ല, ലോവർ ക്ലാസ്സിന് ഉണ്ടായിരുന്നില്ല. draw water from the wells used by upper class. upper class യൂസ് ചെയ്യുന്ന, upper caste യൂസ് ചെയ്യുന്ന വെൽസ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കും ഉണ്ടായിരുന്നില്ല. ചൈൽഡ് മാരേജ് മീൻസ് ഏർലി ഏജിൽ തന്നെ മാരീഡ് ആവാന്നുള്ള മക്കളെ. ദാറ്റ് മീൻസ് ഇപ്പൊ നിങ്ങളൊക്കെ പ്രായമുള്ള ആളുകൾ തന്നെ കല്യാണം കഴിക്കാന്നുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് അപ്പർ കാസ്റ്റ് യൂസ് ചെയ്തിരുന്ന വെൽസ് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ അപ്പർ കാസ്റ്റ് യൂസ് ചെയ്തിരുന്ന പോൺസ് ഒന്നും ആരും യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ലോവർ കാസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദ ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബീങ്സ്. അവരെന്ത് ചെയ്തിരുന്നു, അവരുടെ അപരിഷ്കൃതമായിട്ടില്ലെങ്കിൽ അവരുടെ അത്രയും എന്താ പറയാ താഴ്ന്നവരായിട്ടൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, കണ്ടിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ബോത്ത് ഡ്യൂറിംഗ് 19th century doubts and debates regarding the social customs and practices starting taking a new turn. പിന്നീട് ഈ ഒരു സോഷ്യൽ സിസ്റ്റത്തിന് അഗൈൻസ്റ്റ് ആയിട്ട്, ഈ ഒരു കസ്റ്റംസിന് അഗൈൻസ്റ്റ് ആയിട്ട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, ആളുകൾ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു, ആളുകൾ വോയിസ് റൈസ് ചെയ്യാൻ തുടങ്ങുന്നു. ദിസ് വാസ് ഡ്യൂ ടു കമ്മിങ് അപ്പ് ഫ്യൂ ന്യൂ സ്റ്റാൻഡ്സ് ഓഫ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ ഡിസ്കഷൻ കുഡ് റീച്ച് ഔട്ട് ദ വൈഡർ പബ്ലിക് കുഡ് ബി ബിക്കം ദ ലിങ്ക്ഡ് മൂവ്മെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പൊ ഇതിന് അഗൈൻസ്റ്റ് ആയിട്ട് എന്തുണ്ടാവുന്നു, ഈ ടാബ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല മക്കൾ. അതായത് കോമൺ ആയിട്ട് എന്ത് ചെയ്തിരുന്നില്ല, അപ്പർ കാസ്റ്റ് യൂസ് ചെയ്തിരുന്നു, ഒന്നും ആർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ലോവർ കാസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ടാവാണ്. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആര് വരുന്നത്, സോഷ്യൽ റീഫോമേഴ്സ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ലിഫ്ലെക്സ് ആൻഡ് പാംപ്ലെറ്റ്സ് വെയർ പ്രിന്റഡ് ആൻഡ് ഓൾസോ ചീപ്പ് ആൻഡ് റീച്ചബിൾ. ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്തിരുന്നു, ചീപ്പ് റൈറ്റിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്കൽ അല്ലെങ്കിൽ എന്താ പറയുക ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഉണ്ടാക്കിയിരുന്നു. ചീപ്പ് പ്രൈസിന് തന്നെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ബിക്കോസ് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, സച്ച് സിറ്റുവേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി. Okay, all kinds of issues, social, political and economic and religious could now be debated and discussed by men, sometimes by women also, a news in society. അപ്പൊ സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, സിറ്റീസിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഉണ്ട് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, കാസ്റ്റ് ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, ആളുകളെ വോയിസ് റൈസ് ചെയ്യാൻ തുടങ്ങി, ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സോഷ്യൽ റീഫോമേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ വന്നത്. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുന്നത് സോഷ്യൽ റീഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്നാണ്. They felt that changes were necessary in society. സൊസൈറ്റിയിൽ എന്ത് വേണം, ചേഞ്ചസ് വേണം. മക്കളെ കമന്റ് ചെയ്തോളി, ഏതൊക്കെ സോഷ്യൽ റിഫോമേഴ്സിനെ മക്കൾക്കറിയാം. തപസ് രഞ്ജൻ, രാജാറാം മോഹൻ റോയ് എന്നുള്ള പേര് അവിടെ കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പേരുകൾ മക്കൾ കമന്റ് ചെയ്തോളി കേട്ടോ. അപ്പൊ അൺജസ്റ്റ് പ്രാക്ടീസസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, വോയിസ് റൈസ് ചെയ്യണം, അതിന് മാറ്റങ്ങൾക്ക് വരുത്തണം എന്ന് അവർ ചിന്തിക്കുകയും they were ready to give up all practice and adopt a new way of life. പുതിയ എന്ത് ചെയ്യാം, വേ ഓഫ് ലൈഫ് അഡോപ്റ്റ് ചെയ്യാൻ ആളുകൾ റെഡി ആയിരുന്നു. അവർക്ക് എന്ത് വേണ്ട, എക്സിസ്റ്റിംഗ് സിസ്റ്റം വേണ്ട, അവിടെയുള്ള പ്രോബ്ലംസ് വേണ്ട, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വോയിസ് റൈസ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആണ്. സച്ച് പേഴ്സൺസ് ആണ് രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പോലെയുള്ള പേഴ്സൺസ്.
രാജാ റാംമോഹൻ റോയെ കുറിച്ച് തന്നെ പറയാം. 1772 to 1833 വരെയാണ് അദ്ദേഹത്തിന്റെ വർഷം എന്ന് പറയുന്നത്. റിഫോം അസോസിയേഷൻ ബ്രഹ്മസഭ, ലേറ്റർ ഇറ്റ്സ് നോൺ ആസ് ബ്രഹ്മസമാജ് കൊൽക്കത്തയിൽ ബ്രഹ്മസമാജ് ആണ് ഫോം ചെയ്തിട്ടുള്ള റിഫോം മൂവ്മെന്റ് എന്ന് പറയുന്ന രാജാ റാംമോഹൻ റോയ് ഫോം ചെയ്തിട്ടുള്ള റിഫോം മൂവ്മെന്റ് ആണ് ബ്രഹ്മസമാജ്. ഇത് ആദ്യം ബ്രഹ്മസമയായിരുന്നു, പിന്നീട് എന്തായി മാറി, ബ്രഹ്മസമാജ് ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then he studied the Vedas, Upanishads and Hindu philosophy deeply. അദ്ദേഹം എന്ത് പഠിച്ചിട്ടുണ്ട്? വേദാസ്, ഉപനിഷത്സ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. He studied Christianity and Islam as well. ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുയിസവും ഇസ്ലാമിസും എല്ലാം ആര് പഠിച്ചിട്ടുണ്ട്? അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. He studied Christianity and Islamism well നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹം ഇതൊക്കെ പഠിച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഇതിലുള്ള ഡിമെറിറ്റ്സ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള എന്താ പറയാ എവിൾ പ്രാക്ടീസസ് കൃത്യമായി ക്രിറ്റിസൈസ് ചെയ്യും, അതിനെ ചേഞ്ചസ് കൊണ്ടുവരുന്നത് കൃത്യമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആളായിരുന്നു. ചൈൽഡ് മാരേജിനെ അറ്റാക്ക് ചെയ്തു, ലിറ്ററസി ഓഫ് വിമണിന് വേണ്ടി വർക്ക് ചെയ്തു, അതുപോലെ തന്നെ എന്ത് ചെയ്തു, ആൻഡ് ഡിഗ്രേഡ് ദ സ്റ്റേറ്റ് ഓഫ് വിഡോസ്, ദെൻ ഡിമാൻഡ് ദ റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്രോപ്പർട്ടി ഫോർ വുമൺ. എന്ത് ചെയ്യണം, എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ പരമ്പരാഗത അവകാശങ്ങൾക്ക് വേണ്ടി വോയിസ് റൈസ് ചെയ്തു. അതുപോലെ തന്നെ വിമൻസിന് പ്രോപ്പർട്ടി വേണം എന്നൊരു ആവശ്യമായിട്ട് വോയിസ് റൈസ് ചെയ്തു. ഇങ്ങനെ കാര്യം ചെയ്തു രാജാ റാംമോഹൻ റോയ് ചെയ്തു. ഓക്കെ, സാധ്യ അബോളിഷ് ചെയ്തു. വില്യം ബെന്റിംഗ് ആണ് സാധ്യ അബോളിഷ് ചെയ്തെങ്കിലും അതിനുവേണ്ടി ശക്തമായി വോയിസ് റൈസ് ചെയ്തിരുന്ന, അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ആര്? രാജാ റാംമോഹൻ റോയ് നമുക്ക് കാണാൻ പറ്റും. മറ്റ് പേഴ്സൺസ് ആണ് നമ്മൾ പറയുന്നത് ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാബായി, ഇ വി രാമസ്വാമി നായ്ക്കർ, ഓർ പെരിയാർ, മുംതാസ് അലി, ഹെൻറി ഡെറോസിയോ. ഇവരൊക്കെ എന്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു? ഇന്ത്യയിലെ സോഷ്യൽ റീഫോം മൂവ്മെന്റിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു. ഓക്കെ, then ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ നോക്കുകയാണെങ്കിൽ he used ancient text to suggest widows could be remarried. വിഡോസ് എന്ത് ചെയ്യണം? റീമാരി ചെയ്യണം. വിഡോ റീമാരേജിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു സോഷ്യൽ റിഫോമർ ആണ് ആര്? നമുക്ക് കാണാൻ പറ്റും ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എന്ത് ആക്ട് നിലവിൽ വരുന്നുണ്ട്? ഈ സജഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് ആൻഡ് ലോ വാസ് പാസ്ഡ് എന്ത് ചെയ്തിട്ടുണ്ട്? 1856 ആയപ്പോ വിഡോസിന് എന്ത് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്? മാരേജ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വിഡോസിന് കല്യാണം കഴിക്കാനുള്ള പെർമിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? 1856 ആയോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? അലോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അനദർ പേഴ്സൺ വാസ് ദയാനന്ദ സരസ്വതി ആര്യ സമാജാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അറ്റംപ്റ്റ് ടു റീഫോം ഹിന്ദുയിസം റീഫോം ചെയ്യാനാണ് ആര് ശ്രമിച്ചിരുന്നത്? ദയാനന്ദ സരസ്വതി ശ്രമിച്ചിരുന്നത്. Then girls going to school നോക്കുകയാണെങ്കിൽ reasons for denial of education to women. Okay, it would prevent from doing their domestic duties. എന്തുകൊണ്ടാണ് വിമൻസിന് എഡ്യൂക്കേഷനും എന്ത് ചെയ്തിരുന്നത്? എഡ്യൂക്കേഷൻ കൊടുക്കാതിരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർ എഡ്യൂക്കേറ്റഡ് ആയാൽ അവർക്ക് എന്തുണ്ടാവില്ല? ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് ചെയ്യൂല എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ they would have to travel through public places in order to reach school. അവർ റോഡിലൂടെ പോകേണ്ട സ്കൂളിൽ പോകാൻ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കണ്ട? സ്കൂൾ കൊടുക്കണ്ട, വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. പീപ്പിൾ ഫിയർ ദാറ്റ് സ്കൂൾ വുഡ് ബി ടേക്ക് ഗേൾസ് അവേ ഫ്രം ഹോം. വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? അവരെ മാറ്റി നിർത്തും സ്കൂൾ എന്ന് വിശ്വസിച്ചിരുന്നു. ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി പീപ്പിൾ ബിലീവ് ദാറ്റ് ഇഫ് സ്കൂൾ ഗേൾ വാസ് എഡ്യൂക്കേറ്റഡ് ഷീ വുഡ് ബിക്കേം എ വിഡോ. പെൺകുട്ടികൾ വിദ്യാഭ്യാസം കിട്ടിയാലേ അവരുടെ ഭർത്താക്കന്മാരെന്ത് ചെയ്യും? മരിച്ചു പോകും, അങ്ങനെ അവർക്ക് വിഡോസ് ആവും എന്നൊക്കെയായിരുന്നു. ഇങ്ങനെയുള്ള ചിന്താഗതികളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയാണ് മക്കളെ? അല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അല്ലെ, മുമ്പുണ്ടായിരുന്ന പോലെ അല്ല ഇന്ന് കുറെ മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ത്യൻ സൊസൈറ്റി ഉണ്ടായിരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. Then Mumtaz Ali was a social reformer who reinterpreted verses of Quran and to argue education for women. Women education വേണ്ടി ആർഗ്യൂ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് മുംതാസ് അലി. ഖുറാൻ എന്ത് ചെയ്യാണ്? നമ്മൾ പറഞ്ഞത് റീഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് വുമൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഓക്കെ, women right about women. Muslim women like Begums Bhopal did a lot promotion of education among women. They set up primary schools at Girl Aligarh. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബീഗംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്കൂൾസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? വിമൻസിന് വേണ്ടി സ്കൂൾസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then Begum Rokeya Sekhwat Shosin നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് സ്കൂൾ മുസ്ലിം ഗേൾസ് പട്നയിലും കൽക്കത്തയിലും വിമൻസിന് വേണ്ടി, മുസ്ലിം വിമൻസിന് വേണ്ടി സ്കൂൾസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും സം ഓഫ് ദം ട്രെയിൻഡ് ഡോക്ടേഴ്സ് വൈൽ ബിക്കേം ടീച്ചേഴ്സ് ഓർ ലോയേഴ്സ്. പല ആളുകളും സ്കൂളുകളിൽ പഠിച്ച് ഡോക്ടേഴ്സും ടീച്ചേഴ്സും ലോയേഴ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഖുർആൻ അല്ല ഖുർആൻ എന്നിട്ട് ഖുർആൻ നമ്മൾ 2 ടേമിൽ ചെയ്തു. ഓക്കെ, ഖുർആൻ റീഇന്റർപ്രറ്റ് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്.
Then many women began to write and publish their critical views on status of women society. For instance, Tharabashinde published a book, Stree Purusha Stulana. Like Stree Purusha Stulana. That means, now what got the notion? Stree Purusha Stulana. Tharabashinde and the Stree Purusha Stulana. If would end the criticize women's status selling our standard in the criticize our situation in the criticize. Okay? സാറിന് കാലവേദനയ്ക്കുള്ള എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താങ്ക് യു എന്തായാലും സാറിനെ കുറിച്ച് ബോധടാവുന്നതിന്. പണ്ഡിത രമാബായിലേക്ക് നോക്കുകയാണെങ്കിൽ പണ്ഡിത രമാബായിയും ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള വിമൻസിന് വേണ്ടി എസ്പെഷ്യലി വിഡോസിന് വേണ്ടി ആക്ട് ചെയ്തിട്ടുള്ള പേഴ്സൺ ആണ്. ഷി റോട്ട് എ ബുക്ക് അബൌട്ട് പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് അപ്പർ കാസ്റ്റ് ഓഫ് വിതൺ ആൻഡ് ഹിന്ദു വിഡോസ്. അപ്പോൾ അപ്പർ കാസ്റ്റിൽ പെട്ട അല്ലെങ്കിൽ ഹിന്ദു വിഡോസിലുള്ള അവരുടെ പാത്തറ്റിക് കണ്ടീഷനാണ് ആര് പറയുന്നത്? യെസ്, നമുക്ക് കാണാൻ പറ്റും പണ്ഡിത രമാബായി. ദെൻ ഷി സെറ്റ് അപ്പ് എ വിഡോ ഹോം ടു പൂന ഇൻ ഓർഡർ ടു ഗിവ് ഷെൽട്ടർ വിഡോസിന് ഷെൽട്ടർ കൊടുക്കാൻ വേണ്ടി വിഡോ ഹോം ആര് കൺസ്ട്രക്ട് ചെയ്തു? യെസ്, നമ്മൾ ഈ പറയുന്ന പണ്ഡിത രമാബായി കൺസ്ട്രക്ട് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓർത്തഡോക്സ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ബിക്കെയിം വറീഡ് ഓഫ് ഓൾ ദീസ് ചേഞ്ച്. ഈ ചേഞ്ചസിലേക്ക് ആര് വറീഡ് ആയിരുന്നു? യെസ്, ഓർത്തഡോക്സ് ചിന്താഗതികൾ, മാറ്റങ്ങളൊന്നും ആഗ്രഹിക്കാതിരുന്ന ആളുകൾ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്ന ആളുകൾ എന്ത് ചെയ്തിരുന്നു? വറീഡ് ആയിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. just a second. അപ്പോൾ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? യെസ് പല ആളുകളും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് മിനിറ്റ് മക്കളെ. ഓക്കെ, ബ്രോ ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറയുന്ന പോലെ തന്നെ കുറെ ആളുകൾ എന്ത് ചെയ്തു? ഇതിനെ അഗേൻസ്റ്റ് ആയിട്ടും വോയിസ് ഒക്കെ റൈസ് ചെയ്യാൻ തുടങ്ങി. പല ആളുകൾക്കും ഇത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ നമ്മളോട് പറയുന്നത് ബൈ ദ എൻഡ് ഓഫ് 19th century women themselves were actively working for reforms. പിന്നെ 19th century എന്റെ കാലപ്പോൾ വിമൻസും എന്ത് ചെയ്യാൻ തുടങ്ങി? യെസ്, അവരുടെ റീഫോംസിന് വേണ്ടി, അവരുടെ ഡിമാൻഡ്സിന് വേണ്ടി അവരും എന്ത് ചെയ്യാൻ തുടങ്ങി? ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കാണാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി വിത്തിൻ 2 or 3 minutes സാറിന് എന്ത് കാണില്ല? കമന്റ്സ് കാണൂല. എനിവേ മക്കളെ കമന്റ്സ് കാണാൻ വേണ്ടി സാർ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ. Okay. Then they wrote books, edited magazines, founded schools and training centers. അവർ എന്ത് ചെയ്തു? പല ബുക്സ് ഒക്കെ എഴുതി. അതുപോലെ തന്നെ എന്താ പറയാ, സ്കൂൾസ് ഒക്കെ ഫോം ചെയ്തു, ട്രെയിനിങ് സെന്റേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ അസോസിയേഷൻസ് എന്ത് ചെയ്തു? ഫോം ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. From the early 20th century, they formed politically pressure groups to push through the laws female suffrage. എന്ത് ചെയ്യണം? വിമൻസിന് എന്ത് റൈറ്റ് ടു വോട്ട് ഒക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആര് കണ്ടക്ട് ചെയ്തു? വിമൻസ് കണ്ടക്ട് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻ ആക്ട് 1929 അക്കോർഡിംഗ് ടു ദ ആക്ട് നോ മാൻ ബിലോ ദ ഏജ് ഓഫ് 18 ആൻഡ് വിമൻ ബിലോ 16 കുഡ് മാരി. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു ആക്ട് പ്രകാരം 18 വയസ്സ് തികയാത്ത ബോയ്സിനോ 16 വയസ്സ് തികയാത്ത ഗേൾസിനോ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ അതിൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ അതിൽ ചേഞ്ചസ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ആരും എന്ത് ചെയ്യണ്ട? ഈ ആക്ട് ഫോളോ ചെയ്തിട്ടൊന്നും പോണ്ട, മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സബ്സിക്വന്റ്ലി ദീസ് ലിമിറ്റ്സ് വേർ റൈസ്ഡ് 21 and 18 ഫോർ വിമൺ. ഓക്കെ, ഈ ആക്ടിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടാ. യെസ്, നല്ല ക്ലാസ്. പക്ഷെ കണ്ടുവേദനിക്കുന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. എന്നെ നമ്മൾ കയ്യാറായി ഈ ഒരു ചാപ്റ്റർ കയ്യാറായി. ഓക്കെ, Ram Mohan Roy translated Buddhist texts. Prarthana Samaj, their tradition of Bhakti movement. Then the Paramahamsa Mandali was founded in 1840. Okay. ഒരു മിനിറ്റ് മക്കളെ.
ഓക്കെ പല ആളുകളും എന്ത് ചെയ്തു, പല ബുക്സും പല എന്താ പറയാ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ടൈമിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. എനിവേ മക്കള് മാക്സിമം എന്ത് ചെയ്യാ, ഓക്കെ ടുമോറോ ഐ ഹാവ് ടു ഗോ ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞ മക്കൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിയട്ടെ മക്കളെ. യെസ്, And Christian missionaries began to setting up schools, tribal groups, lower caste and children. Christian missionaries എന്ത് ചെയ്തു, സ്കൂൾസ് ഒക്കെ സെറ്റപ്പ് ചെയ്തു. ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്രൈബൽ ഗ്രൂപ്പ്സിനും അതുപോലെ തന്നെ എന്താ പറയാ ലോ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടി സ്കൂൾസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. The expansion of cities, a number of Mahar people who were regarded as untouchable found jobs in Mahar regiments. അതുപോലെ തന്നെ സിറ്റീസ് ഒക്കെ വന്നതോടുകൂടി മഹർ റെജിമെന്റ്സിലൊക്കെ ആർക്ക് ജോലി കിട്ടി? യെസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മഹർ പീപ്പിൾസിനൊക്കെ എന്ത് ചെയ്തു, ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ അൺടച്ചബിൾ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന ആളുകൾക്കൊക്കെ സിറ്റിയിൽ എന്ത് വന്നു, ചേഞ്ചസ് വന്നു, സിറ്റിയിൽ മാറ്റങ്ങൾ വന്നിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പല സോഷ്യൽ റിഫോമേഴ്സും എന്ത് ചെയ്തു, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അവരുടെ മൂവ്മെന്റ്സ് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, വോയിസ് റൈസ് ചെയ്തു. മക്കൾ ക്ലാസ് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. സാർ എന്തായാലും എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ തന്നെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം. ബിക്കോസ് സാർ ഒരു 5 minutes എന്ത് ചെയ്തിരുന്നു, നമ്മൾ നോക്കുന്നതിൽ ചെറിയൊരു മാറ്റം വന്നിരുന്നു. എന്നെ ക്ലാസ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. എനിവേ സാർ 9:30 വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, മക്കൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി സാർ മൂവ് ചെയ്യട്ടെ. സെറ്റ് അല്ലേ? 9:30 വരെ സാറിന്റെ കൂടെ നിൽക്കുന്നുള്ള മക്കളൊരു ഫയർ ഇട്ടെ. യെസ് 9:30 ആകുമ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യും. 9:30 വരെ 9:30 വരെ നമുക്ക് വൈബോട് കൂടി എനർജിയോട് കൂടി ക്ലാസ് എടുക്കാം. മക്കൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഒരു ഫയർ ഇട്ടെ. യെസ്, ഇല്ല സാറിന് ക്ലാസ് എടുക്കാൻ മൂടുവോ? യെസ് 9:30 വരെ ഉണ്ടാവും എന്നുള്ള മക്കള് ഫയർ ഇട്ടോളി. അപ്പൊ നമ്മൾ സാറി നേരത്തെയും എല്ലാ പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, മക്കളിത് ടെക്സ്റ്റ് ഒക്കെ വായിച്ചതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ റിവിഷനാണ് മക്കൾ. ഒന്നും കൂടി പറയാണ്, ഈച്ച് ആൻഡ് എവറി ലൈൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതുപോലെ എടുക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം മാത്രം, അതായത് എക്സാമിന് പോകുന്നതിന് ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് മാത്രം പോകണം. സെറ്റ് അല്ലേ? 9:30 ഓ മൈ ഗോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും കുറെ മക്കളൊക്കെ സെറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, തബസ് വാട്ട് ഹാപ്പൻഡ്? The Satnami movement in centralized ഇന്ത്യയിലേക്ക് നമ്മൾ പോവാണെങ്കിൽ, it was founded by Ghazidas who worked among the leather workers. He organized a movement to improve their social status. leather workersന്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് സത്നാമി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഗാസിദാസ് ആണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്, നമുക്ക് കാണാൻ പറ്റും. ഇനി ഹരിദാസ് താക്കൂറിലേക്ക് പോവാണെങ്കിൽ, ഈസ്റ്റേൺ ബംഗാൾ ഹരിദാസ് താക്കൂർ sect worked among Chandala cultivators. ഹരിദാസ് ക്വസ്റ്റ്യൻ ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റ് that supported the caste system. കാസ്റ്റ് സിസ്റ്റത്തേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബ്രാഹ്മണിക്കൽ ടെസ്റ്റിനൊക്കെ ആര് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്? ഹരിദാസ് താക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള പേഴ്സൺ ആണ് ശ്രീനാരായണ ഗുരു. ഓക്കെ എ ബുക്ക് റീഡർ. ഓക്കെ മക്കളെ കുഴപ്പമില്ല, നാളെ ക്ലാസ്സിന് പോകാനുള്ളതല്ലേ. ഓക്കെ റെസ്റ്റ് എടുത്തോളി. എനിവേ ശ്രീനാരായണ ഗുരു എല്ലാവർക്കും അറിയുന്ന ഫയർ ഇട്ടോളി. അപ്പോ ശ്രീനാരായണ ഗുരു proclaimed the ideals of unity of his people. He argued against treating people unequally on the basis of caste differences. ആളുകൾ എന്ത് ചെയ്യാണ്, അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് അഗേൻസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ കാസ്റ്റ് ബേസ് എന്താ പറയാ, കാസ്റ്റ് ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒക്കെ ആര് ഒപ്പോസ് ചെയ്യാണ്? ശ്രീനാരായണ ഗുരു ഒപ്പോസ് ചെയ്യാണ്. അക്കോർഡിംഗ് ടു ഹിം ഓൾ ഹ്യൂമൻ കൈൻഡ് ബിലോങ് ടു ദ സെയിം കാസ്റ്റ്. എല്ലാവരും ഒരൊറ്റ ജാതിയാണ്, മനുഷ്യൻ എന്ന ജാതി എന്നാണ് ആര് പറയുന്നത്? ശ്രീനാരായണ ഗുരു പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. വൺ കാസ്റ്റ്, വൺ റിലീജിയൻ ആൻഡ് വൺ ഗോഡ് ഫോർ ഹ്യൂമൻ കൈൻഡ് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ എന്ത് ചെയ്യാണ്, ഒപ്പോസ് ചെയ്തുകൊണ്ട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ആരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്? ശ്രീനാരായണ ഗുരുവിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ജ്യോതിറാവ് ഫുലെയിലേക്ക് നമ്മൾ പോവാണെങ്കിൽ, he revolted against the domination of the Brahmins and struggled for his rights, peasants and other low caste. എന്താണ് ബ്രാഹ്മണിക്കൽ ഡോമിനൻസിന് അഗേൻസ്റ്റ് ആയിട്ട് പെസൻസിനും അതുപോലെ തന്നെ ലോ കാസ്റ്റിനുമുള്ള അവരുടെ റൈറ്റ്സ് എന്ത് ചെയ്യണം, അവരുടെ റൈറ്റിന് വേണ്ടി വോയിസ് റൈസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര് പറയുന്നത്? ജ്യോതിറാവ് ഫുലെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന മറ്റു പേഴ്സൺസ് എന്ന് പറയുന്നത്
He was also a pioneer for women education in the Indian and fought for education for girls throughout his life. അപ്പോൾ women education കൂടി ആര് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു? ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. The basic theme of the book is the injustice of caste system on as ഗുലാംഗിരി means slavery. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ഗുലാംഗിരി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ലേവറി എന്നുള്ളതാണ്. ഇൻജസ്റ്റിസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കാസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇൻജസ്റ്റിസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. മക്കൾ വെള്ളം കുടിക്കാൻ പറയുന്ന കേൾക്കാൻ സാറിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം മക്കൾ സാറിനെ കുറിച്ച് ബോധേഡാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. Okay. According to the Hule, the upper caste had no right to their land and power. In reality, the land belonged to the indigenous people. Upper caste എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ആണ്. അവർക്ക് എന്തില്ല, ഈ ലാൻഡിന് വലിയ റൈറ്റ് ഒന്നുമില്ല എന്നാണ് ആര് പറയുന്നത്? ജ്യോതിറാവ് പോലെ പറയുന്നത്. റൈറ്റ് ആർക്കാണ്? ഇൻഡിജിനിയസ് ആയിട്ടുള്ള ലോക്കൽ പീപ്പിൾസിനാണ്. ലൈക്ക് നമ്മളെ പോലുള്ള ആ ലാൻഡിൽ തന്നെ ഉള്ള ആളുകൾക്കാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രൊപ്പോസൽ ആസ് ശൂദ്രാസ് ലോവറിംഗ് കാസ്റ്റ് and anti-Shudras, untouchables should be unite and challenge the discrimination. ശൂദ്രാസും ലോ കാസ്റ്റും അതുപോലെ തന്നെ നമ്മൾ പറയുന്നുണ്ട് അൺടച്ചബിൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്റി ശൂദ്രാസും എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരെന്ത് ചെയ്യണം? ഒന്നിച്ചൊന്നുകൊണ്ട് അവർ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം അവർ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്ത് ഫോം ചെയ്യുന്നുണ്ട്? സത്യശോധക് സമാജ് ഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ആണെന്ന് സത്യശോധക് സമാജ്. ഹി പ്രൊപ്പഗേറ്റഡ് കാസ്റ്റ് ഇക്വാലിറ്റി. കാസ്റ്റ് ഇക്വാലിറ്റി ആണ് ആര് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്? ജ്യോതിറാവ് ഫുലെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. Okay. Then this movement of caste reform was continued in the 20th century. 20th century lo ee oru caste discrimination against aayilla reform movements continue cheyidu. Dr. B.R. Ambedkar aaranu Dr. B.R. Ambedkar? Indian constitution le Dr. B.R. Ambedkar ക്കുള്ള റോൾ എന്താണ്? മക്കളൊന്ന് കമന്റ് ചെയ്യ്. എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ റോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതുപോലെ തന്നെ വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് ഇ വി രാമസ്വാമി നായർ ഇൻ സൗത്ത് ഇന്ത്യ. വെസ്റ്റേൺ ഇന്ത്യയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ സൗത്തില് ആരുമാണ്? ഇ വി രാമസ്വാമി നായക്കറും എന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്തു. എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്? സോഷ്യൽ റീഫോം, അതായത് സോഷ്യൽ ഇൻഇക്വാലിറ്റീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കാണാൻ പറ്റും. ഓക്കെ, ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ? പെട്ടെന്ന് കമന്റ് ചെയ്യും മക്കളെ. എവിടെ കമന്റ്സ് ഒന്നും കാണുന്നില്ലോ? Yes, father of Indian Constitution എന്ന് പറയുന്നുണ്ട്. Yes, ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുഖ്യ ശില്പി എന്നാണ് ആരറിയപ്പെടുന്നത്? ഡോക്ടർ ബി ആർ അംബേദ്കർ അറിയപ്പെടുന്നത് അല്ലെ? ഓക്കെ. അദ്ദേഹം എന്തിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തു? എന്തിനെ അഗെയിൻസ്റ്റ് ആയിട്ട്? കാസ്റ്റ് ഇൻഇക്വാലിറ്റീസിനെ അഗെയിൻസ്റ്റ് ആയിട്ട്. Then the temple entry movement of 1927 was started. It was a movement allowed lower caste people enter temples. Temple entry movement ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ലോവർ കാസ്റ്റ് പീപ്പിൾസിനും എന്ത് ചെയ്യണം? ടെമ്പിൾ എൻറ്റർ ചെയ്യാനുള്ള റൈറ്റ് വേണം എന്നുള്ളതാണ് ഈ ഒരു മൂവ്മെന്റിലൂടെ എന്ത് ചെയ്യുന്നത് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. It is resulted in the people lower caste being allowed to enter temple. ലോവർ കാസ്റ്റിന് ടെമ്പിൾ എൻറ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? ലോവർ കാസ്റ്റ് പീപ്പിൾസിനും ടെമ്പിളിലേക്ക് എൻറ്റർ ചെയ്യാനും ആൻഡ് ഓൾസോ യൂസ് ആൻഡ് ഡ്രോ വാട്ടർ ഫ്രം ടെമ്പിൾ വെൽസ് എന്ത് ചെയ്യാം? അവർക്ക് വെള്ളമെടുക്കാനും അധികാരം എന്തിലൂടെ കിട്ടി? ഇദ്ദേഹത്തിന്റെ മൂവ്മെന്റിലൂടെ, ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലെയുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ മൂവ്മെന്റിലൂടെ കിട്ടി. ഈക്വൽ സ്റ്റാറ്റസ് ഫോർ ലോവർ കാസ്റ്റ് പീപ്പിൾ വാസ് പ്രൊക്ലൈംഡ് ത്രൂ ദിസ് മൂവ്മെന്റ്. ദ എയിം വാസ് ടു റിഫോം ഹിന്ദു സൊസൈറ്റി. എന്ത് ചെയ്തു? ഈക്വൽ സ്റ്റാറ്റസ് ആർക്ക് കിട്ടി? ലോവർ കാസ്റ്റിനും ഈക്വൽ സ്റ്റാറ്റസ് കിട്ടി. ഹിന്ദു സൊസൈറ്റിയെ റിഫോം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോമിനന്റ് പേഴ്സൺ ആണ് ഇ വി രാമസ്വാമി നായ്ക്കർ. He was also known as പെരിയാർ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. Okay, he is known as father of Dravidian movement. He rebelled against Brahminical dominance and gender and caste inequalities in തമിഴ്നാട്ടിലെ ബ്രാഹ്മണിക്കൽ ഡോമിനൻസിന് അഗേൻസ്റ്റ് ആയിട്ടും ജെൻഡർ കാസ്റ്റ് ഇൻഇക്വാലിറ്റീസിന് അഗേൻസ്റ്റ് ആയിട്ടും മൂവ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇ വി രാമസ്വാമി നായ്ക്കർ. സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? പവർ ഉണ്ടെങ്കിൽ ഒരു ഫയർ പോരട്ടെ മക്കളെ. യെസ് സാറിന് ഇപ്പൊ ഫയർ വന്നത് അല്ലെങ്കിൽ പവർ വന്നത് 9 o'clock സാറിന് അടുത്ത ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് വിചാരിക്കുന്നുണ്ട്. ആ ക്ലാസ് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്, 9:30 മാറ്റിയിട്ടുണ്ട്. അപ്പൊ സാറിന് പവർ വീണ്ടും വന്നു കേട്ടോ. സെറ്റ്. അപ്പൊ ഈ രാമസ്വാമി നായ്ക്കറിലേക്ക് നമ്മൾ പോവാണ്, അല്ലെങ്കിൽ പെരിയാറിലേക്ക് പോവാണ്. ബ്രാഹ്മണിക്കൽ ഡോമിനൻസിന് അഗേൻസ്റ്റ് ആയിട്ടും ജെൻഡർ കാസ്റ്റ് ഇൻഇക്വാലിറ്റീസിന് അഗേൻസ്റ്റ് ആയിട്ടും വോയിസ് റൈസ് ചെയ്തിട്ടുള്ള പേഴ്സണാണ് ഇ വി രാമസ്വാമി നായ്ക്കർ നമുക്ക് കാണാൻ പറ്റും. Okay. Then Periyar was outspoken critic of Hindu scriptures, especially codes of Manu, ancient lawgivers, and Bhagavad Gita and Ramayana, Bhagavad Gita,
എന്താ പറയാ മനുസ്മൃതി ഇതുപോലുള്ള ആൻഷ്യന്റ് ലോ ഗിഫ്റ്റ്സിനൊക്കെ ആര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്? യെസ്, പെരിയാർ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. He said that these texts have been used to establish authority Brahmins and lower caste and the domination of men over women. അതായത് ലോവർ കാസ്റ്റിന് ഓവറായിട്ട് ബ്രാഹ്മിൻസിനും അതുപോലെ തന്നെ വിമൻസിന് അഗേൻസ്റ്റ് ആയിട്ട് മെന്നിനും ഡോമിനൻസ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് അലോ ചെയ്യുന്നതുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് കാരണമാണ് എന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? യെസ്, ഈ വി രാമസ്വാമി നായ്ക്കർ അല്ലെങ്കിൽ പെരിയാർ എന്ത് ചെയ്തിരുന്നു? ബിലീവ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. പെരിയാർ ഫൗണ്ടഡ് ദ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആണ് ആര് ഫൗണ്ട് ചെയ്തത്? പെരിയാർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ വി രാമസ്വാമി നായ്ക്കറാണ് എന്ത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. സെറ്റ് അല്ലേ? Then Orthodox Hindu society also reacted by founding such institutions like Sanatan Dharma Sabha and Bharat Dharma Mahamandal in North, then Brahman Sabha in Bengal. അതായത് ബ്രാഹ്മണിക്കൽ ഡോമിനൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഈ കാസ്റ്റ് സിസ്റ്റത്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് ഫൗണ്ട് ചെയ്തു? യെസ്, അവർക്ക് മൂവ്മെന്റ്സ് വേണ്ടേ? യെസ്, അവർക്ക് മൂവ്മെന്റ്സ് വേണം അല്ലെ? അങ്ങനെ എന്താ പറയാ, സനാതന ധർമ്മസഭ, ഭാരത് ധർമ്മ മഹാമണ്ഡൽ, അതുപോലെ തന്നെ ബ്രാഹ്മൺ സഭ, ഇതൊക്കെ എന്ത് ചെയ്തു? ഫൗണ്ട് ചെയ്തുകൊണ്ട് അവരും എന്ത് ചെയ്തു? അവരും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പറയുന്നത് സച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സച്ച് ഓർഗനൈസേഷൻ, ബ്രഹ്മ സമാജ്, യങ് ബംഗാൾ മൂവ്മെന്റ്, രാമകൃഷ്ണ മൂവ്മെന്റ്, പ്രാർത്ഥന സമാജ്, ദ വേദ സമാജ്, അലിഗർ മൂവ്മെന്റ്, സിംഗ് സഭ, ഇങ്ങനെ ഡിഫറെന്റ് സഭാസും മൂവ്മെന്റ്സും എന്ത് ചെയ്തു? ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള സോഷ്യൽ റിഫോമിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. ഈ ഒരു ചാപ്റ്റർ ഇതോട് കൂടി കഴിഞ്ഞു. ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ കാര്യമായിട്ടില്ല. ലാസ്റ്റ് ചാപ്റ്ററിന് കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ സ്ഥിതിക്ക് മക്കളൊന്ന് ഫയർ ഇട്ടോളി. കുറച്ചാളൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടാ. ചാർജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഡാറ്റ ഒക്കെ തീർന്നിട്ടുണ്ടാവും വിശ്വസിക്കുന്നുണ്ട്. എനിവേ ക്ലാസ് പോറടിച്ചു പോയെന്നായിരിക്കില്ലല്ലോ. യെസ്, അപ്പൊ ഒരു ഫയർ ഇട്ടോളി. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകണം. ലാസ്റ്റ് ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ഫയർ കിട്ടാ. യെസ്, ക്ലിയർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഫയർ കിട്ടാ, കുറച്ചുകൂടി ക്ലിയർ ആവില്ലേ മക്കളെ? യെസ്, എന്തെങ്കിലൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ. കത്തിച്ചോളി, ഫയർ കിട്ടോളി. യെസ്, ഫയർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സെറ്റാണ്. യെസ്, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട് സാറേ. യെസ്, The making of national movement 1870 and 1947 ആണ് നമുക്ക് എടുക്കാനുള്ളത്. യെസ്, ഫയർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. യെസ് സാർ, ഈ സാർ എന്ന് ഉറങ്ങണ്ടേ? 9:30 ക്ലാസ് എപ്പോ കഴിയാ? ഇപ്പൊ കഴിയും മക്കളെ, ഇപ്പൊ കഴിയും. യെസ്, ഇനി വിത്തിൻ ഹാഫ് അവേഴ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് തീർക്കട്ടാ. യെസ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. യെസ്. Rise of British rule 1750 to 1860 led to emergence of nationalism. ബ്രിട്ടീഷ് റൂൾ ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? ഇന്ത്യയിൽ നാഷണലിസം എമേർജ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് അത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. Within around 110 years, the British took control of almost every aspect of life in India. Many Indians began to feel that British control had to end and make India the country of Indians, country for Indians. അതായത് ബ്രിട്ടീഷ് കൺട്രോൾ ഇന്ത്യയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ടോട്ടലി ഇന്ത്യ എന്ത് ചെയ്തു? ബ്രിട്ടീഷേഴ്സ് കൺട്രോൾ ചെയ്തു. അപ്പൊ ഇന്ത്യൻസ് എന്ത് റിയലൈസ് ചെയ്തു? അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? വോയിസ് റൈസ് ചെയ്യണം. ഇന്ത്യൻസിന് എന്ത് വേണം? ഇന്ത്യ വേണം. ഇന്ത്യൻസിന്റെ രാജ്യമായിട്ട് എന്ത് മാറ്റണം? ഇന്ത്യ മാറ്റണം എന്ന് റിയലൈസ് ചെയ്തു. ഇന്ത്യൻസ് റിയലൈസ് ചെയ്തു. മെയിൻ bases were at Kolkata, Madras and Bombay. Complete military conquest by 1850s. Many Indian princes remained nominal rulers under Britishers. Okay, നമ്മളിവിടെ പറയുന്നുണ്ട്. യെസ്, ബ്രിട്ടീഷിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻസ് എന്ത് ചെയ്യണം? മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. What were the effects of British rule before freedom movement started? Freedom movement start ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് റൂൾ ഉണ്ടായിരുന്നതാണ് നമുക്കുള്ളത്. The British conquest of territories and take over kingdoms. They have introduction of new laws and administrative institutions. Changes happened in the lives of peasants and tribals. Educational changes in the 19th century. Modern education was introduced. Debates regarding the condition of women education, abolition of sati, challenges to caste system by the social reformers, the revolt of 1857
1947 its aftermath, decline of crafts and growth of industries. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് സാർ ഇങ്ങനെ വായിച്ചു പോയത്. എന്തുകൊണ്ടാണ് മക്കൾ ആരും കൺഫ്യൂസ്ഡ് ആവേണ്ട. ചങ്ങനെ എന്താ വായിക്കുന്ന മാത്രമേ ഉള്ളൂ, പറയുന്നില്ലല്ലോ എന്ന് ആരും ബേജാറാക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ എടുത്ത കാര്യങ്ങളാണ്. അതായത് ബ്രിട്ടീഷേഴ്സിന്റെ റൂളിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സദ്യ അബോളിഷ് ചെയ്തു, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചേഞ്ചസ് കൊണ്ടുവന്നു, അതുപോലെ തന്നെ പുതിയ റൂൾസും പുതിയ ലോസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. റൂളേഴ്സിന്റെ കണ്ടീഷൻസിൽ ചേഞ്ചസ് വന്നു, ട്രൈബൽ ലൈഫിൽ ചേഞ്ചസ് വന്നു. അങ്ങനെ ടോട്ടലി ഇന്ത്യയിൽ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്? ബ്രിട്ടീഷേഴ്സ്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പല പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ അസോസിയേഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആഫ്റ്റർ 1850 1850 ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് അസോസിയേഷൻസ് ഫോംഡ്. ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പല പൊളിറ്റിക്കൽ പാർട്ടീസും അസോസിയേഷൻസും ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. പല പൊളിറ്റിക്കൽ പാർട്ടീസും അസോസിയേഷൻസും ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കാണാൻ പറ്റും, യെസ്, most of them were formed 1870s and 1880s. Most of these associations were led by English educated professionals. Some of them importance one of were നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ കൂടുതൽ എന്താണ്? ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് ആണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് മഹാജൻ സഭ, ദ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഇതൊക്കെ ആയിരുന്നു ആർക്ക് വേണ്ടി? ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇതൊക്കെ ആയിരുന്നു ആർക്ക് വേണ്ടി ഫോം ചെയ്യപ്പെട്ടത്? ബ്രിട്ടീഷേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൽ ഏറ്റവും ഈ ഒരു പീരീഡ് ഫോം ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്, ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വാസ് ഓൾസോ ഫോംഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ദ നെയിമിംഗ് കൺവെൻഷൻസ് ഓഫ് ദിസ് പൊളിറ്റിക്കൽ അസോസിയേഷൻ സജസ്റ്റ് ദാറ്റ് ദേ വാണ്ടഡ് ടു ടേക്ക് ഇഷ്യൂസ് വിച്ച് അഫക്റ്റഡ് ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഓൾദോ മെനി ഓഫ് ദീസ് അസോസിയേഷൻ ഫംഗ്ഷൻ ദ സ്പെസിഫിക് പാർട്സ് ഓഫ് ദ കൺട്രി. ഇവിടെ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള പല മൂവ്മെന്റും ഇന്ത്യയുടെ പല ഭാഗത്തായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് ഫോം ചെയ്യപ്പെട്ട ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് പറയാ ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. Reasons for dissatisfaction with the British rule in 1870s and 1880s. 1870s-ലും 1880s-ലും ആണ് കൂടുതൽ പാർട്ടീസും കൂടുതൽ അസോസിയേഷൻസ് ഒക്കെ ഫോം ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പറയുന്നത്. ദ ആംസ് ആക്ട്. ഫസ്റ്റ് വൺ ഈസ് ആംസ് ആക്ട്. 1878 ഈ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. ഡിസോൾവ്ഡ് ഇന്ത്യൻസ് പൊസിഷൻ ഓഫ് ആംസ്. ആംസ് കൈവശം വെക്കാൻ ആർക്ക് റൈറ്റ് ഉണ്ടായിരുന്നില്ല? ഇന്ത്യൻസ് റൈറ്റ് ഉണ്ടായിരുന്നില്ല. ദെൻ സെക്കൻഡ് വൺ ഇസ് വെർനാക്കുലർ പ്രസ് ആക്ട്. വെർനാക്കുലർ പ്രസ് ആക്ട് പ്രാദേശിക എന്താ പറയാ പത്രങ്ങൾക്കൊക്കെ എന്ത് കൊണ്ടുവരാണ്? കൺട്രോൾ കൊണ്ടുവരാണ്. ഇന്ത്യൻസ് ബ്രിട്ടീഷിന് അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റൂളേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്തതിന് അഗേൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് സെൻസർഷിപ്പ് കൊണ്ടുവരാണ്. ബ്രിട്ടീഷിന് അഗേൻസ്റ്റ് ആയിട്ട് ന്യൂസ് പേപ്പേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വെർനാക്കുലർ പ്രസ് ആക്ട്. 1878 തന്നെയാണ്. ദെൻ ദ ഗവൺമെന്റ് റൈറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഇൽബർട്ട് ബിൽ. 1883 ഇൽബർട്ട് ബിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് ട്രൈ ചെയ്തു. ഇതിന് ആര് ഒപ്പോസ് ചെയ്തു? വൈറ്റ് പേഴ്സൺസ് ഒക്കെ ഒപ്പോസ് ചെയ്തു. ഈക്വലൈസ് ചെയ്യേണ്ട, ഇന്ത്യൻസിനും ബ്രിട്ടീഷേഴ്സിനും ഈക്വലൈസ് ചെയ്യേണ്ട. അതിന് ആര് ഒപ്പോസ് ചെയ്തു? എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾസ് എന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു. അങ്ങനെ ഈ ഒരു ബിൽ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ബില്ല് വിത്ഡ്രോ ചെയ്തു. ഇന്ത്യൻസിനും ബ്രിട്ടീഷേഴ്സിനും എന്ത് ചെയ്യേണ്ട? യെസ്, ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ നിശാന്ത് പറയുന്നുണ്ട്. നിശാന്ത് ഉറങ്ങ മക്കളെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറങ്ങാം. സാറ് ഉറങ്ങാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 72 ഡെലിഗേറ്റ്സോട് കൂടിയാണ് ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താ പറയാ, എസ് ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ ത്വാജി, അതുപോലെ തന്നെ WC ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, രമേശ് ചന്ദ്രദത്ത്, S സുബ്രഹ്മണ്യ അയ്യർ, ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഏർലി ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇതിൽ 2 കാറ്റഗറി ഉണ്ടായി. മോഡറേറ്റ്സ്, എക്സ്ട്രീമിസ്റ്റ് എന്നുള്ള രീതിയിൽ 2 കാറ്റഗറീസ് എന്ത് ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ വന്നു. ഇനി ഏർലി ഡിമാൻഡ്സ് ഓഫ് കോൺഗ്രസ്. നമുക്ക് എന്തായാലും മക്കളെ എല്ലാവരും ടെൻസ്ഡ് ആണ്. എല്ലാവരും നമുക്ക് എന്തായാലും ജസ്റ്റ് കഴിഞ്ഞു മക്കളെ. ഓക്കെ ലാസ്റ്റിലേക്ക് എത്താണ്. ഓക്കെ, കോൺഗ്രസിന്റെ ഏർലി ഡിമാൻഡ്സ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ദ കോൺഗ്രസ് വാണ്ടഡ് ബെറ്റർ റെപ്രസെന്റേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആര് വേണം? ഇന്ത്യൻസ് വേണം. കുറച്ചും കൂടി ഇന്ത്യൻസിന്റെ റെപ്രസെന്റേഷൻ വേണം എന്ന് കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ ദോസ് പ്രൊവിൻസസ് വേർ നോൺ എക്സിസ്റ്റഡ്. എന്താണ് പറയാ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇല്ലാത്തടത്ത് എന്ത് വേണം? അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്തു. ദ കോൺഗ്രസ് മേഡ് എ ഡിമാൻഡ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ടു ബി ഹെൽഡ് ഇൻ ഇന്ത്യ ഓൾസോ. ഇന്ത്യയിലും എന്ത് നടത്തണം? സിവിൽ സർവീസ് എക്സാമിനേഷൻ നടത്തണം. ഇന്ത്യക്കാരെ കൂടി എന്ത് ചെയ്യണം? അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നും കൂടി ആര് പറഞ്ഞു?
യെസ് ആര് പറഞ്ഞു? കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ജുഡീഷ്യറിലും എക്സിക്യൂട്ടീവിലൊക്കെ എന്ത് ചെയ്യണം? ഫ്രീഡം ഓഫ് സ്പീച്ച് ഒക്കെ ആർക്ക് കിട്ടണം? ഇന്ത്യൻസിന് കിട്ടണം എന്നൊരു ഡിമാൻഡ് കൂടി കോൺഗ്രസ് വെച്ചു. ഇക്കണോമിക് ഡിമാൻഡ്സ് ആണെങ്കിൽ റവന്യൂ റിഡക്ട് ചെയ്യണം, മിലിറ്ററി എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്യണം, സോൾ ടാക്സ് എടുത്ത് കളയണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? എഡ്യൂക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളായിരുന്നു ആരും മുമ്പോട്ട് വെച്ചത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രോമന്റ് ആയിട്ടുള്ള വേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രീഡം ഇസ് അവർ ബർത്ത് റൈറ്റ്. ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്. ഫ്രീഡം ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. കേസരി എന്നത് വന്നതാണ്, മറാത്തി ന്യൂസ് പേപ്പറാണ്. ഇതാരുടേതാണ് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. ഇതാരുടെ വാക്കുകളാണ്? നമുക്ക് ബാലഗംഗാധര തിലകിന്റെ വാക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻസിന് എന്താണ്? ഇന്ത്യൻസിന്റെ ബർത്ത് റൈറ്റ് ആണെന്ത്? ഓക്കെ, തലവേദനയൊക്കെ എടുക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും മക്കളെ. നോക്കാം എന്തായാലും സർ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണ്ട. ഓക്കെ നമുക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ഇയേഴ്സ് ആണ് മക്കൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഇത് എടുത്താൽ തന്നെ മക്കൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയതുപോലെ പറയാം. ഓക്കെ, എന്തായാലും ഈ ഒരു ടോപ്പിക് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ടന്റ് ഇയേഴ്സും കൂടി പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. സെറ്റ് ആണെങ്കിൽ ഒരു ഫയറും കൂടി ഇട്ടോളി. യെസ്, ആ ഇമ്പോർട്ടന്റ് ഇയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് പറഞ്ഞു പോട്ടോ. യെസ്, 1878 ആംസ് ആക്ടും വെർണാക്കുലർ പ്രസ് ആക്ടും. ഈ സ്ലൈഡ് മക്കൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും സാർ വിശ്വസിക്കുന്നുണ്ട്. ഇല്ലേ? ഈ സ്ലൈഡ് യൂസ്ഫുൾ ആയിരിക്കൂലേ മക്കളെ? യെസ്, യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഫയറും കൂടി ഇട്ടേ, ഒരു ഫയറും കൂടി ലാസ്റ്റ് ആയിട്ട്. യെസ് ഐ എം വെയിറ്റിംഗ്. യെസ്, അപ്പോൾ 1878 ആംസ് ആക്ട് വെർണാക്കുലർ പ്രസ് ആക്ട് വരുന്നത്. മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 1883 ഇൽബർട്ട് ബിൽ. ദെൻ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യപ്പെടുന്നു. ദെൻ 1905 പാർട്ടിഷൻ ഓഫ് ബംഗാൾ. 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോർമേഷൻ അതുപോലെ താക്കീൽ. ദെൻ 1914 നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറാണ് 1914. ദെൻ മഹാത്മാഗാന്ധി റിട്ടേൺ ടു ഇന്ത്യ. മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വന്നത് 1915 ദെൻ ലക്നോ പാക്ട് 1916 ദെൻ 1917 ചമ്പാരൻ സത്യാഗ്രഹ, സബർമതി ആശ്രം. ദെൻ 1919 റൗലറ്റ് ആക്ട്. 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ. 1919 ഖിലാഫത്ത് മൂവ്മെന്റ്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ദെൻ 1927 സൈമൺ കമ്മീഷൻ. ദെൻ 1929 പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഉള്ള ഒരു കൺസെപ്റ്റോട് കൂടിയുള്ള മൂവ്മെന്റ്. ദെൻ 1930 സാൾട്ട് സത്യാഗ്രഹ, ദണ്ഡി മാർച്ച്. 1930 സിവിൽ ഡിസോബിഡിയൻ മൂവ്മെന്റ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രൊവിഷണൽ ഓട്ടോണമി ആക്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം സാർ. ഇതിലുള്ള ഓരോ പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ ആംസ് ആക്ടും വെർണാക്കുലർ പ്രസ് ആക്ടും നമ്മൾ പറഞ്ഞു, ഇൽബർട്ട് ബില്ല് നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ പറഞ്ഞു, പാർട്ടിഷൻ ഓഫ് ബംഗാൾ വിഭജനം റിലീജിയസ് ആയിട്ടുള്ള പെർസ്പെക്ടീവിലൂടെയാണ് പാർട്ടിഷൻ ഓഫ് ബംഗാൾ ആര് വിചാരിച്ചിരുന്നത്? ബ്രിട്ടീഷേഴ്സ് വിചാരിച്ചിരുന്നത്. ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് എന്ത് മൂവ്മെന്റ് ഒക്കെ വരുന്നുണ്ട്? സ്വദേശി മൂവ്മെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് 1905. ദെൻ നമുക്ക് കാണാൻ പറ്റും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ എന്താണ് പറയാ മൂവ്മെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവുന്നത് 1914. ഈ ഒരു ടൈമിൽ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ദെൻ ലക്നോ പാക്ട് നമുക്ക് കാണാൻ പറ്റും. ലക്നോ പാക്ട് അതിന് മുമ്പ് ഉണ്ടാവുന്ന കോൺഗ്രസിനകത്ത് ഉണ്ടാവുന്ന പിളർപ്പ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ദെൻ ചമ്പാരൻ സത്യാഗ്രഹം, ഗാന്ധി നടത്തിയുള്ള ഫസ്റ്റ് മൂവ്മെന്റ് ആണ് ചമ്പാരൻ സത്യാഗ്രഹം നമുക്ക് കാണാൻ പറ്റും. റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സർ സിഡ്നി റൗലറ്റ് ആണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ആക്ട് പ്രകാരം കഴിഞ്ഞു മക്കളെ. ഈ ഒരു ആക്ട് പ്രകാരം എന്താണ് പറയാ, ഇന്ത്യൻസിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം, ട്രയൽ ഒന്നും കൂടാതെ ഇന്ത്യൻസിനെ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു റൗലറ്റ് ആക്ട്. ദെൻ ജാലിയൻ വാലാബാഗ് മസാക്കർ, അതായത് ഈ റൗലറ്റ് ആക്ടിന് അഗേൻസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് കണ്ടക്ട് ചെയ്തിരുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഇതിനെ റിലീസ് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ജാലിയൻ വാലാബാഗ്, അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് ഗ്രൗണ്ടിൽ കൂട്ടിച്ചേർന്നിരുന്ന ആളുകൾക്കെതിരെ വെടിതീർക്കുകയും ഷൂട്ട് ചെയ്യുകയും നിരവധി ആളുകളെ തൗസൻഡ്സ് ഓഫ് പീപ്പിൾസിനെ എന്ത് ചെയ്യാണ്? കില്ല് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു പ്രോസസ്സാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് ആന്റി ബ്രിട്ടീഷ് ഇമോഷൻ ഇന്ത്യയിൽ അത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ത്? ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ നമുക്ക് കാണാൻ പറ്റും. ഇനി ഖിലാഫത്ത് മൂവ്മെന്റ് എന്താ പറയാ, മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും അലി ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ആളുകളായിരുന്നു ഇതിന് ലീഡർഷിപ്പ് കൊടുത്തിരുന്നത്. ഖിലാഫത്ത്, ഗലീഫ്സിന്റെ അധികാരം വേൾഡ് വൈഡ് നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി, റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യപ്പെട്ടതാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അതിന് ഇന്ത്യയിലും എന്തുണ്ടായിരുന്നു? വേരോട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഖിലാഫത്ത് മൂവ്മെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ എന്താ പറയാ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ നടക്കുന്ന നാഷണൽ മൂവ്മെന്റ് ആണ്. ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ലീഡർഷിപ്പിൽ നടക്കുന്ന നാഷണൽ മൂവ്മെന്റ് ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ബ്രിട്ടീഷ്
ബ്രിട്ടീഷേഴ്സിനോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക, ബ്രിട്ടീഷ് പ്രോഡക്ട്സ് ബൈ ചെയ്യാതിരിക്കുക, ബ്രിട്ടീഷ് പ്രോഡക്റ്റ് എന്ത് ചെയ്യാതിരിക്കുക, മാക്സിമം ബാൻ ചെയ്യുക അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ദെൻ സൈമൺ കമ്മീഷൻ ഇതിനെ അഗേൻസ്റ്റ് ആയിട്ട് പിന്നീട് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ പൂർണ്ണ സ്വരാജ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു എന്താ പറയുക കോൺഫറൻസിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് സിവിൽ ഡിസോബിഡിയൻ. ദെൻ സിവിൽ ഡിസോബിഡിയന്റെ ഭാഗമായിട്ടാണ് സോൾട്ട് സത്യാഗ്രഹം നമുക്ക് കാണാൻ പറ്റുന്നത്. സിവിൽ ഡിസോബിഡിയനും സിവിൽ നിയമലംഘനവും അതുപോലെ തന്നെ അവസാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇതിന്റെ വർഷങ്ങൾ മക്കൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. എനിവേ ഇതിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിലെ ഒരു കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അത് കോണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ഇതേ ചാനലിൽ തന്നെ സാർ അപ്ലോഡ് ചെയ്യുന്നതാണ്, ആരും വെറീഡ് ആവണ്ട. അപ്പൊ ഈ നമ്മുടെ ഈ ഒരു 4 ചാപ്റ്റർ എന്നുള്ള ലക്ഷ്യം മക്കളെല്ലാവരും കൂടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിവേ ഓക്കെ ആയിട്ടുള്ള മക്കൾ ഒരു ഫയർ ഇട്ടോളി. എനിവേ മക്കൾ എന്ത് ചെയ്യുക, ഇപ്പൊ കുറെ ടൈമൊക്കെ കണ്ട് മക്കൾ ഉറക്കം തൂങ്ങി, കുറെ ആളുകളൊക്കെ ഉറങ്ങി, കുറെ ആളുകളൊക്കെ കമന്റ് ബോക്സിൽ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഓക്കെ ആയിട്ടുള്ള മക്കളൊക്കെ ഫയർ ഇട്ടോളി. നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സെറ്റ് ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഒരു ഫയർ ഇട്ടോളി മക്കളെ. ഐ ആം വെയിറ്റിംഗ്. ഫയർ എന്ന ടീംസ് ഒക്കെ ഉറങ്ങിപ്പോയോ? ഓക്കെ ആയിട്ടുള്ള മക്കളൊക്കെ ഫയർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ഡീറ്റെയിൽസ് ഒരു കാര്യം കൂടി ഒന്നും കൂടി ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു കാര്യം ഒന്നും കൂടി പറയാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് മക്കൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം, കൃത്യമായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യണം. ദെൻ മക്കൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എന്താ പറയാ ഡൗട്ടുള്ള ഭാഗങ്ങൾ ഓടിച്ച് കാണാം എന്ന രീതിയിൽ ഇതിന്റെ വീഡിയോ എന്ത് ചെയ്യാൻ വന്ന് കാണാം. സെറ്റ് ആണെങ്കിൽ ഫയർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കമന്റ് ബോക്സ് നിറഞ്ഞിട്ട് എല്ലാവരും അടിപൊളിയായിട്ടുള്ള ഫുഡൊക്കെ അടിച്ച് കിടന്നു ഉറങ്ങുക. നല്ല ഫുഡൊക്കെ അടിയുമ്പോൾ സാറും കൂടി ഓർമ്മിക്കട്ടാ. അപ്പൊ തൽക്കാലം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ, ബൈ, ഗുഡ് നൈറ്റ്.